കാത്തിരിക്കുന്നത് ആഴിയിൽ അസ്തമിക്കാനാണ്. ഇടിയും മിന്നലും മലകൾക്ക് പിന്നിൽ പോയി മറഞ്ഞു. വിധി പോലും വിറച്ചുപോയി. അലകൾ കാത്തിരിക്കുന്നത് തീരത്തെ പുൽകാനാണ്. സൂര്യൻ കാത്തിരിക്കുന്നത് ആഴിയിൽ അസ്തമിക്കാനാണ്. ഇടിയും മിന്നലും മലകൾക്ക് പിന്നിൽ പോയി മറഞ്ഞു. വിധി പോലും വിറച്ചുപോയി. അലകൾ കാത്തിരിക്കുന്നത് തീരത്തെ പുൽകാനാണ്. സൂര്യൻ കാത്തിരിക്കുന്നത് ആഴിയിൽ അസ്തമിക്കാനാണ്. ഇടിയും മിന്നലും മലകൾക്ക് പിന്നിൽ പോയി മറഞ്ഞു. വിധി പോലും വിറച്ചുപോയി. അലകൾ കാത്തിരിക്കുന്നത് തീരത്തെ പുൽകാനാണ്. സൂര്യൻ കാത്തിരിക്കുന്നത് ആഴിയിൽ അസ്തമിക്കാനാണ്. ഇടിയും മിന്നലും മലകൾക്ക് പിന്നിൽ പോയി മറഞ്ഞു. വിധി പോലും വിറച്ചുപോയി. അലകൾ കാത്തിരിക്കുന്നത് തീരത്തെ പുൽകാനാണ്. സൂര്യൻ കാത്തിരിക്കുന്നത് ആഴിയിൽ അസ്തമിക്കാനാണ്. ഇടിയും മിന്നലും മലകൾക്ക് പിന്നിൽ പോയി മറഞ്ഞു. വിധി പോലും വിറച്ചുപോയി. അലകൾ കാത്തിരിക്കുന്നത് തീരത്തെ പുൽകാനാണ്. സൂര്യൻ കാത്തിരിക്കുന്നത് ആഴിയിൽ അസ്തമിക്കാനാണ്. ഇടിയും മിന്നലും മലകൾക്ക് പിന്നിൽ പോയി മറഞ്ഞു. വിധി പോലും വിറച്ചുപോയി. അലകൾ കാത്തിരിക്കുന്നത് തീരത്തെ പുൽകാനാണ്. സൂര്യൻ കാത്തിരിക്കുന്നത് ആഴിയിൽ അസ്തമിക്കാനാണ്. ഇടിയും മിന്നലും മലകൾക്ക് പിന്നിൽ പോയി മറഞ്ഞു. വിധി പോലും വിറച്ചുപോയി. അലകൾ കാത്തിരിക്കുന്നത് തീരത്തെ പുൽകാനാണ്. സൂര്യൻ കാത്തിരിക്കുന്നത് ആഴിയിൽ അസ്തമിക്കാനാണ്. ഇടിയും മിന്നലും മലകൾക്ക് പിന്നിൽ പോയി മറഞ്ഞു. വിധി പോലും വിറച്ചുപോയി.
അലകൾ കാത്തിരിക്കുന്നത് തീരത്തെ പുൽകാനാണ്. സൂര്യൻ കാത്തിരിക്കുന്നത് ആഴിയിൽ അസ്തമിക്കാനാണ്. ഇടിയും മിന്നലും മലകൾക്ക് പിന്നിൽ പോയി മറഞ്ഞു. വിധി പോലും വിറച്ചുപോയി. അലകൾ കാത്തിരിക്കുന്നത് തീരത്തെ പുൽകാനാണ്. സൂര്യൻ കാത്തിരിക്കുന്നത് ആഴിയിൽ അസ്തമിക്കാനാണ്. ഇടിയും മിന്നലും മലകൾക്ക് പിന്നിൽ പോയി മറഞ്ഞു. വിധി പോലും വിറച്ചുപോയി. അലകൾ കാത്തിരിക്കുന്നത് തീരത്തെ പുൽകാനാണ്. സൂര്യൻ കാത്തിരിക്കുന്നത് ആഴിയിൽ അസ്തമിക്കാനാണ്. ഇടിയും മിന്നലും മലകൾക്ക് പിന്നിൽ പോയി മറഞ്ഞു. ഹായ് മക്കൾസ്, ഹലോ, ആം ഐ ഓഡിബിൾ? കേൾക്കാമോ? എടാ, രാവിലെ തന്നെ എണീറ്റ് മുഖം കഴിയൊക്കെ വരിക എന്ന് പറഞ്ഞത് ഇടങ്ങറാ അല്ലേ? 6-7 പോലെ 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 പോലെ. ഹായ് മക്കൾസ്, ഹലോ ഹലോ ഹലോ, അർഹിയ, ഹലോ, ആം ഐ ഓഡിബിൾ? കേൾക്കാമോ? ഹായ് 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 ഹായ്. ഓക്കെ, അപ്പോൾ മക്കളെ നമുക്ക് പെട്ടെന്ന് കുറച്ച് ക്വസ്റ്റ്യൻസ് കൂടെ അങ്ങ് പഠിച്ചാലോ? ഗുഡ് മോർണിംഗ് ഓൾ, ഗുഡ് മോർണിംഗ് ഓൾ, ഗുഡ് മോർണിംഗ് ബഡീസ്. ഓക്കെ, നമുക്കിനി സമയം കളയേണ്ട, പെട്ടെന്ന് തന്നെ നമ്മൾ ഡിസ്കഷനിലേക്ക് പോകാം. അപ്പോൾ ആദ്യം തന്നെ നോക്ക്, ഞാൻ ആദ്യം ഹ്യൂമൻ ഹെൽത്ത് ആണ്, പിന്നെ എവല്യൂഷൻ ആണ്. നമ്മൾ ഇന്നലെ ഒരുപാട് നല്ല ക്വസ്റ്റ്യൻസ് ഒക്കെ ഡിസ്കസ് ചെയ്താലേ. അപ്പോൾ ഇന്നലെ ഡിസ്കസ് ചെയ്യാത്ത ഒന്ന് രണ്ട് കുറച്ച് രസമുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ഞാൻ പരമാവധി ഇതിനകത്ത് ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടെ ഹെൽപ്ഫുൾ ആയിരിക്കും കേട്ടോ, ശ്രദ്ധിച്ചോ. സോ മക്കളെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്ക്, വിച്ച് ആർ ദ 4 ബാരിയേഴ്സ് ഓഫ് ഇന്നേറ്റ് ഇമ്മ്യൂണിറ്റിയാണ് കൊടുത്തിട്ടുള്ളത്. പറഞ്ഞേ മക്കളെ, ഇതേതാ? സെല്ലുലാർ ബാരിയേഴ്സ്. അതിൻ്റെ എക്സാമ്പിൾ, സെല്ലുലാർ ബാരിയറിൻ്റെ ഏതെങ്കിലും ഒരു എക്സാമ്പിൾ നിങ്ങൾക്ക് പറയാൻ പറ്റുമോ? നോക്ക് മക്കളെ, ന്യൂട്രോഫിൽ അല്ലേ, PMNL സെല്ലുലാർ ബാരിയറിൻ്റെ ഒരു എക്സാമ്പിളാണ്. ഇൻ്റർഫെറോൺ എക്സാമ്പിൾ തന്നിട്ടുണ്ട്. അത് ഏത് ബാരിയറാണ് കുട്ടികളെ? വെരി ഗുഡ്, സൈറ്റോകൈൻ ബാരിയറാണ് അല്ലേ. നമ്മൾ വൈറസിനെതിരെ നമ്മുടെ ബോഡി ഉണ്ടാക്കുന്ന ബാരിയറാണ് ഇൻ്റർഫെറോൺ. ഇനി ഫിസിക്കൽ ബാരിയർ, അതിൻ്റെ എക്സാമ്പിൾ പറയാൻ പറ്റുമോ? സ്കിൻ ആൻഡ് മ്യൂക്കസ് കോട്ടിങ് അല്ലേ, സ്കിൻ ആൻഡ് മ്യൂക്കസ് കോട്ടിങ്. നൗ ആസിഡ് ഇൻ സ്റ്റൊമക്ക് തന്നിട്ടുണ്ട്. അത് ഏത് ബാരിയറാണ്? ആസിഡ് ഇൻ സ്റ്റൊമക്കിലെ ആസിഡ് എന്ത് ബാരിയറാണ് കുട്ടികളെ? പറഞ്ഞോളൂ. ദാറ്റ് ഈസ് വെരി ഗുഡ്, ഫിസിയോളജിക്കൽ ബാരിയറാണ് അല്ലേ, ഫിസിയോളജിക്കൽ ബാരിയറാണ്. ഓക്കെ, ഗുഡ്. അടുത്ത ചോദ്യം, റൈറ്റ് എനി 4 ഇൽ എഫക്റ്റ് ഓഫ് ഡ്രഗ് ആൻഡ് ആൽക്കഹോൾ അബ്യൂസ്. നമ്മൾ ഇന്നലെ പഠിച്ചതാണ് അല്ലേ, ഡ്രോപ്പ് ഇൻ അക്കാദമിക് പെർഫോമൻസ്, അതുപോലെ തന്നെ അൺഎക്സ്പ്ലെയിൻഡ് ആബ്സെൻസ്, അല്ലെങ്കിൽ എന്താ പറയുക, റെക്ലെസ് ബിഹേവിയർ, അതുപോലെ തന്നെ വാൻഡലിസം അല്ലേ. ഒരുപാട് നമ്മൾ ഇന്നലെ വാർണിംഗ് സൈൻസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ വാർണിംഗ് സൈൻസ് ഏതെങ്കിലുമൊക്കെ എഴുതി വെച്ചാൽ മതി. അതാണ് എനി 4 എഫക്റ്റ്. അതുപോലെ തന്നെ സ്ഥിരമായിട്ട് ആൽക്കഹോൾ യൂസ് ചെയ്യുന്ന ആളുകൾ എന്ത് സംഭവിക്കും കുട്ടികളെ? സിറോസിസ് ഉണ്ടാവും അല്ലേ, ലിവർ സിറോസിസ് കേട്ടോ. ഇതുകൂടെ ഇതിനകത്തേക്ക് നിങ്ങൾ ആഡ് ചെയ്ത് പഠിക്കണേ. ലിവർ സിറോസിസ്, സ്ഥിരമായിട്ട് ആൽക്കഹോൾ അബ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ലിവർ അടിച്ചു പോകും. ദാറ്റ് ഈസ് ലിവർ സിറോസിസ്. ഓക്കെ, അടുത്ത് നോക്ക്, ഒബ്സർവ് ദ ലിസ്റ്റ് ഓഫ് സെർട്ടൈൻ കോമൺ ഡിസീസ് ഇൻ ഹ്യൂമൻ ഗിവൺ ബിലോ ആൻഡ് ആൻസർ ദ ഫോളോയിങ്. ഓക്കെ, ശരി. ഐഡൻറ്റിഫൈ ദ ബാക്ടീരിയൽ ഡിസീസ് എമംഗ് ദ എൻലിസ്റ്റഡ്. നോക്ക്, നമ്മൾ ഇന്നലെ കുറേ ഡിസീസ് പഠിച്ചു. അപ്പോൾ നമ്മൾ ഡിസീസ് പഠിക്കുമ്പോൾ ഒരു കാര്യം കൂടി അതിനകത്ത് ഓർക്കണം. ബാക്ടീരിയ ഉണ്ടാക്കുന്ന ഏതൊക്കെ, വൈറസ് ഉണ്ടാക്കുന്ന ഏതൊക്കെ, ഫംഗസ് ഉണ്ടാക്കുന്ന ഏതൊക്കെ, അങ്ങനെ നമുക്ക് ഓർക്കാൻ പറ്റണം. നമുക്ക് ബാക്ടീരിയ ഉണ്ടാക്കുന്ന 2 ഡിസീസുകളാണ്, ടൈഫോയിഡ്, ന്യൂമോണിയ. ഇത് രണ്ടുമാണ് ബാക്ടീരിയ ഉണ്ടാക്കുന്നത് അല്ലേ. വൈറസ് ഉണ്ടാക്കുന്ന ഏതൊക്കെ ഡിസീസാണ് നമ്മൾ പഠിച്ച്? എയ്ഡ്സ് വൈറസ് ആണ് ഉണ്ടാക്കുന്നത്, പിന്നെ കോമൺ കോൾഡ് വൈറസ് ആണ് ഉണ്ടാക്കുന്നത്. ഫംഗസ് ഉണ്ടാക്കുന്ന ഒരൊറ്റ ഡിസീസേ പഠിച്ചിട്ടുള്ളൂ. വാട്ട് ഈസ് ദാറ്റ്? റിംഗ് വേം അല്ലേ. റിംഗ് വേം ഫംഗസ് ഉണ്ടാക്കുന്ന ഡിസീസാണ്. പിന്നെ നമ്മൾ പഠിച്ചത് പ്രോട്ടോസോവകൾ ഉണ്ടാക്കുന്ന ഡിസീസാണ്. പ്രോട്ടോസോവകൾ ഉണ്ടാക്കുന്ന ഡിസീസ് ഏതൊക്കെ? മലേറിയയും അമീബയാസിസും. ഏതൊക്കെയാണ് മക്കളെ? മലേറിയ ആൻഡ് അമീബയാസിസ് അല്ലേ. അത് രണ്ടും പ്രോട്ടോസോവകൾ ഉണ്ടാക്കുന്നതാണ്. പിന്നെ വിരകൾ, വേമുകൾ ഉണ്ടാക്കുന്നത്, ആസ്കെൽമിന്തസുകൾ അല്ലെങ്കിൽ ഹെൽമിന്തുകൾ ഉണ്ടാക്കുന്ന ഡിസീസുകൾ നമ്മൾ ഏതൊക്കെ പഠിച്ച്? അസ്കാരിയാസിസും പഠിച്ചു, ഫൈലേറിയാസിസും പഠിച്ചു. ശരിയല്ലേ കുട്ടികളെ? അപ്പോൾ അങ്ങനെ നിങ്ങൾക്ക്
ഓരോന്നും ബാക്ടീരിയ ആണോ വൈറസ് ആണോ ഫംഗസ് ആണോ ആ കാര്യം കൂടി നിങ്ങൾ ഓർത്തിരിക്കുക കേട്ടോ. അതിനെ ബേസ് ചെയ്തിട്ടുള്ള ചോദ്യമാണിത്. പിന്നെ നമ്മളോട് ഈ കൂട്ടത്തിൽ ബാക്ടീരിയൽ ഡിസീസ് ഏതാണെന്ന് ചോദിച്ചത് കോമൺ കോൾഡ് വൈറസ് ആണ്, മലേറിയ പ്രോട്ടോസോവയാണ്, അമീബയാസിസ് പ്രോട്ടോസോവയാണ്, ടൈഫോയിഡ് ആണ് ബാക്ടീരിയൽ ഡിസീസ് അല്ലേ. അടുത്തത് നോക്ക്, നെയിം എനി ടു പ്രോട്ടോസോവൻ ഡിസീസ്. നമ്മൾ പറഞ്ഞു മലേറിയയും അമീബയാസിസും അല്ലേ. ഇറ്റ്സ് കോസേറ്റീവ് ഓർഗാനിസം ആൻഡ് 2 സിംറ്റംസ്. സിംറ്റംസും കോസേറ്റീവ് ഓർഗാനിസം ഒക്കെ നമ്മൾ ഇന്നലെ ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ്. സോ ഞാൻ അതിലേക്ക് പോകുന്നില്ല. ഓക്കെ, അത് നമ്മൾ ഓൾറെഡി ഇന്നലെ ഡിസ്കസ് ചെയ്ത കാര്യമാണ്. നൗ look, explain the measures useful for prevention and control of alcohol and drug abuse among adolescents. നോക്ക്, അഡോളസെൻസിൻ്റെ ഇടയിൽ ഡ്രഗ് ആൻഡ് ആൽക്കഹോൾ അബ്യൂസ് പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള മെത്തേഡുകൾ നമ്മൾ ഇതിൽ കുറേ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. എന്തൊക്കെയായിരുന്നു അത് എപ്പോഴും ചോദിക്കുന്നത്, അതുകൊണ്ട് ഞാൻ അത് അങ്ങനെ തന്നെ വീണ്ടും ഇട്ടത് കേട്ടോ. അവോയ്ഡ് അൺഡ്യൂ പ്രഷർ അല്ലേ, അനാവശ്യമായ പ്രഷർ ഒരു കുട്ടിയുടെ മേലും ചെലുത്താതിരിക്കുക എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആണ്. അനാവശ്യമായ പ്രഷറാട്ടോ, അല്ല തീരെ പ്രഷർ ചെലുത്തരുത്. പരീക്ഷയാണ് മോനെ, നീ വേണേ പഠിച്ചോ, പഠിക്കുകയും പഠിച്ചണ്ട അല്ലേ, പഠിക്കണ്ട. ഇനി അല്ലാന്നുണ്ടെങ്കിൽ നീ ഇന്ന് സ്കൂളിൽ പോയാൽ മതി, അല്ലെങ്കിൽ പോകണ്ട, അങ്ങനെയല്ലടാ, വെറുതെ ഭയങ്കരമായിട്ട് ചെലുത്തരുത് അല്ലേ. പിന്നെന്താ കുട്ടികളെ, ഓൾവേസ് സീക്ക് ഹെൽപ്പ് ഫ്രം പാരൻസ് ആൻഡ് ടീച്ചേഴ്സ് അല്ലേ, ഫ്രം പാരൻസ് ആൻഡ് ടീച്ചേഴ്സ്, പാരൻസിൽ നിന്നും ടീച്ചേഴ്സിൽ നിന്നും ഹെൽപ്പ് സ്വീകരിക്കുക എന്നുള്ളത്. അതുപോലെ തന്നെ ലുക്ക് ഫോർ ഡേഞ്ചർ സൈൻസ്. നമ്മൾ നേരത്തെ പറഞ്ഞ അല്ലെങ്കിൽ ഇന്നലെ പഠിച്ച ഡേഞ്ചർ സൈനുകൾ വല്ലതും ഉണ്ടോ എന്നുള്ളത് നോക്കുക, ലുക്ക് ഫോർ ഡേഞ്ചർ സൈൻസ്. അതുപോലെ തന്നെ സീക്ക് ചെയ്യാൻ തേടുക പ്രൊഫഷണൽ ഹെൽപ്പ് അല്ലേ, അല്ലെങ്കിൽ പ്രൊഫഷണൽ സപ്പോർട്ട്, ഡോക്ടർമാരുടെയൊക്കെ സപ്പോർട്ട് തേടുക, ഡി അഡിക്ഷനൊക്കെ വേണ്ടിയിട്ട് ഡോക്ടർമാരുടെയൊക്കെ സപ്പോർട്ട് തേടുക എന്നുള്ളത്. അടുത്തത് കമ്പൈൻ വാക്സിനേഷൻ ആൻഡ് ഇമ്മ്യൂണൈസേഷൻ. എന്താ ഇങ്ങനൊരു ചോദ്യം നമ്മൾ ഇന്നലെ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു, അത് ഞാൻ കുറച്ചുകൂടെ നന്നായിട്ട് പറഞ്ഞു തരട്ടെ. വാക്സിനേഷൻ ഈസ് എ ടൈപ്പ് ഓഫ് ആക്റ്റീവ് ഇമ്മ്യൂണൈസേഷൻ. വാക്സിനേഷൻ എന്ന് പറഞ്ഞാൽ നമുക്കൊരു ആക്റ്റീവ് ഇമ്മ്യൂണൈസേഷൻ തരുന്ന പരിപാടിയാണ് അല്ലേ. വാക്സിനേഷൻ ഈസ് എ ടൈപ്പ് ഓഫ് ആക്റ്റീവ് ഇമ്മ്യൂണൈസേഷൻ. നോക്കൂ, ഇമ്മ്യൂണൈസേഷൻ ആക്ച്വലി രണ്ട് രീതിയിൽ നടക്കാം. ഇമ്മ്യൂണൈസേഷൻ ഒന്നുകിൽ പാസീവായിട്ട് നടക്കാം, നമുക്ക് റെഡിമെയ്ഡ് ആൻറ്റിബോഡി തരുമ്പോൾ പാസീവ് ഇമ്മ്യൂണൈസേഷൻ നടക്കാം. അതുപോലെ വാക്സിനേഷനൊക്കെ സമയത്ത് നമുക്ക് ആക്റ്റീവ് ഇമ്മ്യൂണൈസേഷൻ നടക്കാം അല്ലേ, ആക്റ്റീവ് ഇമ്മ്യൂണൈസേഷനും നടക്കാം. സോ അതിൽ വാക്സിനേഷൻ ഈസ് ആക്ച്വലി ആക്റ്റീവ് ഇമ്മ്യൂണൈസേഷൻ. അപ്പോൾ അതാ പറയേണ്ടത്, ഇമ്മ്യൂണൈസേഷൻ ക്യാൻ ബി ആക്റ്റീവ് ഓർ പാസീവ്, ബട്ട് വാക്സിനേഷൻ ഈസ് ആക്റ്റീവ് ഇമ്മ്യൂണൈസേഷൻ. സെറ്റല്ലേ മക്കളെ. ഇനി അടുത്ത് നോക്കും മക്കളെ, നെയിം എനി ടു വാക്സിൻസ്. ഏതെങ്കിലും 2 വാക്സിൻ എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. നിങ്ങൾക്ക് കുറേ വാക്സിൻ, നിങ്ങൾക്ക് അറിയുന്ന വാക്സിൻ അല്ലേ, കോവിഡ് വാക്സിൻ നമുക്കറിയുന്ന വാക്സിനാണ്. അതുപോലെ തന്നെ പോളിയോ വാക്സിൻ നമുക്കറിയുന്ന വാക്സിനാണ് അല്ലേ. അപ്പോൾ ഏതെങ്കിലും 2 വാക്സിൻ എഴുതി കൊടുത്താൽ മതി. സെറ്റല്ലേ. അടുത്തത് ബ്രീഫ്ലി ഡിസ്ക്രൈബ് ദ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ക്യാൻസർ സെൽസ്. ക്യാൻസർ സെല്ലുകളുടെ ക്യാരക്ടറുകൾ എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്, അതിൻ്റെ സ്വഭാവ ഗുണങ്ങൾ അല്ലേ. അപ്പോൾ എന്തൊക്കെ ഉണ്ടാവും, നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അൺകൺട്രോൾഡ് ഡിവിഷൻ ആണ് അല്ലേ, അൺകൺട്രോൾഡ് ഡിവിഷൻ ആയിരിക്കും ക്യാൻസർ സെല്ലുകൾക്ക് പ്രധാനമായിട്ടും ഉണ്ടാവുക. ഇനി നോക്കൂ, മാലിഗ്നൻ ട്യൂമറിനെയാണ് നമ്മൾ ആക്ച്വലി ക്യാൻസർ ഉദ്ദേശിക്കുന്നത്, മാലിഗ്നൻ ട്യൂമറിനെയാണ് കേട്ടോ. അയാൾ എന്ത് ചെയ്യും കുട്ടികളെ, ഇൻവേഷൻ അല്ലേ, ഇൻവേഷൻ ഉണ്ടാകും, മറ്റ് ടിഷ്യൂകളിലേക്കൊക്കെ ഇൻവേഡ് ചെയ്തു പോകും, ഇൻവേഷൻ പ്രസൻറ്റ് അല്ലേ. സോ ദേ ഷോ ഇൻവേഷൻ, അവർ ഇൻവേഷൻ കാണിക്കും ടു സറൗണ്ടിങ് ടിഷ്യൂസ്, അങ്ങനെയാണ് ദേ ഷോ ഇൻവേഷൻ ടു സറൗണ്ടിങ് ടിഷ്യൂസ്. അതുപോലെ തന്നെ ദേ ഷോ മെറ്റാസ്റ്റാസിസ് അല്ലേ, മെറ്റാസ്റ്റാസിസ്. എന്താ മെറ്റാസ്റ്റാസിസ് ഞാൻ ഇന്നലെ പഠിപ്പിച്ചു തന്നിട്ടുണ്ട്, അത് രണ്ടും പ്ലസ് ഇട്ടത്, അത് രണ്ടും കാണാൻ പറ്റും. അടുത്തത് prevention is better than cure. This statement is true in the case of AIDS as well as immunization substantiate. So in case of AIDS, not കംപ്ലീറ്റ്ലി ക്യൂറബിൾ അല്ലേ, എയ്ഡ്സ് കംപ്ലീറ്റ്ലി ക്യൂറബിൾ അല്ല, അതുകൊണ്ട് തന്നെ അത് പ്രിവെൻറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. എയ്ഡ്സിനെതിരെ നമ്മൾ കൊടുക്കുന്ന മരുന്നുകൾ എന്താണെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ആൻറ്റി റിട്രോവൈറൽ ഡ്രഗ്സ് ആണ്. ആൻറ്റി റിട്രോവൈറൽ അങ്ങനെ പറഞ്ഞാൽ എന്താ, എയ്ഡ്സ് ഉണ്ടാക്കുന്ന വൈറസാണ് റിട്രോ വൈറസ്. ആ റിട്രോ വൈറസിനെതിരെയുള്ള ഡ്രഗുകളാണ് നമ്മൾ കൊടുക്കുന്നത്. സോ ഇറ്റ് ഈസ് ഓൺലി പാർഷ്യലി എഫക്റ്റീവ്. ആൻറ്റി റിട്രോവൈറൽ ഡ്രഗ്സ് ആർ പാർഷ്യലി എഫക്റ്റീവ് ആണ്, കംപ്ലീറ്റ്ലി എഫക്റ്റീവ് അല്ല. സോ ഇറ്റ് ഈസ് നോട്ട് കംപ്ലീറ്റ്ലി ക്യൂറബിൾ. സോ പ്രിവെൻഷൻ ഈസ് ബെറ്റർ. ആൻഡ് നൗ ഇൻ കേസ് ഓഫ് ഇമ്മ്യൂണൈസേഷൻ, ലുക്ക്, ഇമ്മ്യൂണൈസേഷൻ ഓൾവേസ് പ്രിവെൻറ്റ് ദ ചാൻസ് ഓഫ് എ ഡിസീസ് അല്ലേ, ഒരു ഡിസീസ് ഉണ്ടാവാനുള്ള ചാൻസിനെ തന്നെ പ്രിവെൻറ്റ് ചെയ്യും. സോ പ്രിവെൻഷൻ ഈസ് ബെറ്റർ അല്ലേ. ഇമ്മ്യൂണൈസേഷൻ പ്രിവെൻറ്റ്സ് ദ ചാൻസ് ഓഫ്, ലൈക്ക് ഇമ്മ്യൂണൈസേഷൻ എന്ന് സാധാരണ പറഞ്ഞാൽ ഇറ്റ് ഈസ് അബൌട്ട് ആക്റ്റീവ് ഇമ്മ്യൂണിറ്റി കേട്ടോ, ആക്റ്റീവ് ഇമ്മ്യൂണൈസേഷനെ കുറിച്ചാണ്. ഇമ്മ്യൂണൈസേഷൻ എന്ന് സാധാരണ പറഞ്ഞാൽ ഇറ്റ് ഈസ് ആക്റ്റീവ് ഇമ്മ്യൂണൈസേഷൻ അല്ലെങ്കിൽ വാക്സിനേഷൻ. നിങ്ങളോട് വെറുതെ ഇമ്മ്യൂണൈസേഷൻ എന്ന് പറഞ്ഞാൽ വാക്സിനേഷൻ എന്ന് എടുത്താൽ മതി. ഓക്കെ, സോ ഇൻ കേസ് ഓഫ് ഇമ്മ്യൂണൈസേഷൻ നോക്കൂ, ഇൻ കേസ് ഓഫ് ഇമ്മ്യൂണൈസേഷൻ വാട്ട് ഹാപ്പൻസ് ഇൻ കേസ് ഓഫ് വാക്സിനേഷൻ, ഒരു രോഗം വരാനുള്ള സാധ്യത തന്നെ നമ്മൾ ഇല്ലാതാക്കുന്നു അല്ലേ. അപ്പോൾ ആ കാര്യം നമ്മൾ പറഞ്ഞാൽ മതി. റെഡിയാണോ മക്കളെ?
റെഡിയാണോ? ഇസ് ദാറ്റ് ക്ലിയർ? ക്ലിയർ ആണെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തേ. ക്ലിയർ ആണെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തേ പ്ലീസ്. നമ്മൾ ഈ ചാപ്റ്ററിലെ ലാസ്റ്റ് ക്വസ്റ്റ്യനിലേക്കാണ് പോകുന്നത്. ഇസ് ദാറ്റ് ക്ലിയർ? ഒന്ന് കമൻറ്റ് ചെയ്തേ. ഓക്കെ, ഗുഡ് ഗുഡ്. അടുത്തത് നമ്മൾ ഇന്നലെ പറഞ്ഞ കാര്യം തന്നെയാണ്. ഫ്ലോ ചാർട്ട് ഗിവൺ ബിലോ റെപ്രസെന്റ് ലൈഫ് സൈക്കിൾ ഓഫ് മലേറിയൽ പാരസൈറ്റ്. മലേറിയ ഉണ്ടാക്കുന്ന പ്ലാസ്മോഡിയത്തിൻ്റെ ലൈഫ് സൈക്കിളാണ്. ഈ ഫ്ലോ ചാർട്ട് കംപ്ലീറ്റ് ചെയ്യാനാണ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ സ്ഥിരം ചോദിക്കുന്ന ഒരു ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ തന്നെയാണ്. നമുക്കറിയാം സ്പോറോസോയിറ്റ്. ലുക്ക്, സ്പോറോസോയിറ്റ് അങ്ങനെ നമ്മുടെ ബോഡിയിലേക്ക് എത്തുന്നു. അങ്ങനെ ബ്ലഡിലൂടെ സഞ്ചരിച്ചിട്ട് സ്പോറോസോയിറ്റ് എങ്ങോട്ടോ എത്തുന്നുണ്ട്. അവിടെ സ്പോറോസോയിറ്റ് മൾട്ടിപ്ലൈ ചെയ്യുന്നുണ്ട്. അവിടെ നിന്നാണ് സ്പോറോസോയിറ്റ് പിന്നീട് RBCയിലേക്ക് എത്തുന്നത്. അപ്പോൾ സ്പോറോസോയിറ്റ് ആദ്യം എങ്ങോട്ടോ, വെരി ഗുഡ്, ലിവർ സെൽ അല്ലേ, വെരി ഗുഡ്, ലിവർ സെല്ലിലേക്കാണ് എത്തുക. പിന്നെയാണ് RBCയിലേക്ക് എത്തുക. RBCയിൽ എത്തിക്കഴിഞ്ഞാൽ പിന്നെ അയാൾ നോക്കൂ, അയാൾ വേറെ രൂപത്തിലേക്ക് മാറുന്നുണ്ട്. ആ രൂപത്തിലാണ് അയാളെ മൊസ്കിറ്റോ തിരിച്ചെടുക്കുന്നത്. ഏത് രൂപത്തിലാണ് നോക്കൂ, അയാളെ ഗാമിറ്റോസൈറ്റ് രൂപത്തിലല്ലേ മൊസ്കിറ്റോ തിരിച്ചെടുക്കുന്നത്. മൊത്തത്തിൽ വായിച്ചാൽ മനസ്സിലാവും കേട്ടോ. ഗാമിറ്റോസൈറ്റ് രൂപത്തിലാണ് മൊസ്കിറ്റോ തിരിച്ചെടുക്കുന്നത്. മൊസ്കിറ്റോയുടെ സ്റ്റൊമക്കിൽ എത്തിയിട്ട് ഗാമിറ്റോസൈറ്റുകളിൽ നിന്ന് ഗാമീറ്റ് രൂപപ്പെടും. അത് ഫ്യൂസ് ചെയ്തുകൊണ്ട് പിന്നീട് അടുത്ത വീണ്ടും സ്പോറോസോയിറ്റുകൾ ഫൈനലി മൊസ്കിറ്റോയിൽ ഉണ്ടാവും. ആ സ്പോറോസോയിറ്റുകൾ വീണ്ടും നമ്മുടെ ബോഡിയിലേക്ക് എത്തും അല്ലേ. സോ ദിസ് ഈസ് വാട്ട് ഹാപ്പൻസ്. ഓക്കെ, അപ്പോൾ ഇത് നമ്മളൊന്ന് എക്സ്പെക്ട് ചെയ്യേണ്ട ഒരു ചോദ്യമാണ്. ഓക്കെ, നോ ക്യാൻ യു സജസ്റ്റ് എനി ടു മെത്തേഡ്സ് ടു കൺട്രോൾ മലേറിയ? മലേറിയ കൺട്രോൾ ചെയ്യാൻ ഞാൻ ഇന്നലെ പറഞ്ഞല്ലോ, കൊതുകുകളെ നിയന്ത്രിക്കുക എന്നുള്ളതാണ്. സോ അവോയ്ഡ് സ്റ്റാഗ്നേഷൻ ഓഫ് വാട്ടർ, വെള്ളം കെട്ടി നിൽക്കുന്നത് തടയുക അല്ലേ. അവോയ്ഡ് സ്റ്റാഗ്നേഷൻ ഓഫ് വാട്ടർ, വെള്ളം കെട്ടി നിൽക്കുന്നത്, സ്റ്റാഗ്നേഷൻ തടയുക എന്നുള്ളത്. അതുപോലെ തന്നെ മൊസ്കിറ്റോ റിപ്പല്ലൻ്റ് യൂസ് ചെയ്യാം. മൊസ്കിറ്റോ റിപ്പല്ലൻ്റ്, ഓക്കെ, മൊസ്കിറ്റോനെ റിപ്പല്ല് ചെയ്യുന്ന കെമിക്കൽസും മറ്റൊക്കെ യൂസ് ചെയ്യാം. മൊസ്കിറ്റോ റിപ്പല്ലൻസ്, മൊസ്കിറ്റോ നെറ്റുകൾ യൂസ് ചെയ്യുക. സോ ഓൾ ദീസ് ആർ മെത്തേഡ്സ്. നൗ അടുത്ത നോക്കൂ, നമ്മൾ എവല്യൂഷൻ ചാപ്റ്ററിലേക്ക് എത്തിയിരിക്കുകയാണ് ഗൈസ്. സോ എ പോപ്പുലേഷൻ ഓഫ് 208 പീപ്പിൾ ഓഫ് MN ബ്ലഡ് ഗ്രൂപ്പ് വാസ് സാമ്പിൾഡ്. ഓക്കെ, 208 ആളുകളുടെ 208 ടോട്ടൽ 208 ആളുകളാണ്. അവർ ആക്ച്വലി MN ബ്ലഡ് ഗ്രൂപ്പ് എന്ന് പറയുന്ന ഒരു തരത്തിലുള്ള ബ്ലഡ് ഗ്രൂപ്പ് ഉള്ള ആളുകളാണ്. ശരി, ആൻഡ് ഇറ്റ് വാസ് ഫൗണ്ട് ദാറ്റ് MN ബ്ലഡ് ഗ്രൂപ്പ് എന്ന് പറയുന്നത് എന്തോ ഒരു ബ്ലഡ് ഗ്രൂപ്പ്, ഒരു ചോദ്യമാട്ടോ, ഇത് ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ചോദ്യമാണ്. നല്ലോണം ശ്രദ്ധിച്ചാൽ മാത്രമേ മനസ്സിലാവുള്ളൂ. കുറച്ച് സമയം എടുത്ത് തന്നെ പഠിച്ചോ. ഞാനൊരു എക്സ്ട്രാ എഡ്ജിൽ 1-2 ചോദ്യങ്ങൾ രാവിലെ ഇടാം. റോക്കറ്റ് റിവിഷനൊക്കെ അല്ലേ, ഒന്ന് റോക്കറ്റ് ആയിക്കോട്ടെ എന്ന് വെച്ചിട്ട ചോദ്യമാട്ടോ. ഒന്നുകൂടെ നന്നായി ശ്രദ്ധിച്ചോ. നമ്മൾ ABO ബ്ലഡ് ഗ്രൂപ്പ് എന്ന് പറയില്ലേ, ABO ബ്ലഡ് ഗ്രൂപ്പ്, അതിനകത്ത് A ഗ്രൂപ്പ് ഉണ്ട്, B ഗ്രൂപ്പ് ഉണ്ട്, O ഗ്രൂപ്പ് ഉണ്ട്, ABO ഒക്കെ ഉണ്ട് അല്ലേ. അതുപോലെ ഏതോ ഒരു ബ്ലഡ് ഗ്രൂപ്പാണ് അത്ര MN ബ്ലഡ് ഗ്രൂപ്പ്. ഓക്കെ, അങ്ങനെ ടോട്ടൽ 208 ആളുണ്ട്. അതിൽ 119 ആളുകൾ എന്താണ്, MM എന്ന് പറയുന്ന ടീമാണ്. ദെൻ 76 പേര് MN ആണ്, 13 പേര് NN ആണ്. ആയിക്കോട്ടെ, ശരി. നൗ ആൻസർ ദ ഫോളോയിങ് ക്വസ്റ്റ്യൻ. ശരി, നമുക്ക് അപ്പോൾ ഇത് ഒരു തന്നിട്ടുണ്ട് കേട്ടോ, പറഞ്ഞു മനസ്സിലായല്ലോ. ഓക്കെ, ഇത് ഓരോ ഗ്രൂപ്പുകളാണ്. MM എന്ന് പറയുന്ന ജീനോടൈപ്പ് ഉള്ളവർ 119 ആൾ, MN എന്ന് പറയുന്നത് 76 ആൾ, 13 ആളുകൾ NN. സെറ്റ് അല്ലേ. അടുത്തത് നോക്കൂ, ഡിറ്റർമൈൻ ദ, ചോദ്യം നോക്കട്ടെ, ഡിറ്റർമൈൻ ദ ജീൻ ഫ്രീക്വൻസീസ് ഓഫ് M ആൻഡ് N അലീൽസ് ഇൻ ദിസ് പോപ്പുലേഷൻ. ഈ പോപ്പുലേഷനിൽ M അലീലിൻ്റെയും N അലീലിൻ്റെയും ഫ്രീക്വൻസി പറയാനാണ് പറഞ്ഞിട്ടുള്ളത്. നമ്മൾ ഹാർഡി വെയിൻബർഗ് പ്രിൻസിപ്പിൾ പഠിച്ചിട്ടില്ലേ? യെസ്, നമ്മൾ പഠിച്ചിട്ടുണ്ട്. എന്താ ഹാർഡി വെയിൻബർഗ് പ്രിൻസിപ്പിൾ പറയുന്നത്? P² + 2PQ + Q² = 1 അല്ലേ. അതിലെ P² എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്രീക്വൻസി ഓഫ്, ഈ ഒരു കേസിലേക്ക് നമ്മൾ എടുത്താൽ ഫ്രീക്വൻസി ഓഫ് MM ആണെടാ P². നൗ 2PQ എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ? എപ്പോഴും നമ്മൾ ഏതൊരു അലിയിൽ കണ്ടാലും അങ്ങനെയാണ് മനസ്സിലാക്കേണ്ടത്. ഫ്രീക്വൻസി ഓഫ് MN, അല്ലെങ്കിൽ നമ്മൾ ക്യാപിറ്റൽ ടിയുടെ ഫ്രീക്വൻസി ആയിരിക്കും P². സെറ്റാണല്ലോ. ക്യാപിറ്റൽ T സ്മോൾ ടിയുടെ ഫ്രീക്വൻസി ആയിരിക്കും 2PQ. ഇനി അതുപോലെ Q² എന്ന് പറയുന്നത് ഫ്രീക്വൻസി ഓഫ് NN. ഓക്കെ, ദാറ്റ് ഈസ് സ്മോൾ ടിയുടെ ഫ്രീക്വൻസി. ഇപ്പോൾ ഈ ഒരു അലീലുകളാണ് തരുന്നതെങ്കിൽ, അപ്പോൾ ആ ഒരു രീതിയിലാണ് നമ്മൾ ഈ P² + 2PQ + Q² എടുക്കേണ്ടത്. ഐ ഹോപ്പ് ഇറ്റ് ഈസ് ക്ലിയർ. ഓക്കെ, റെഡിയാണോ മക്കളെ? ഞാൻ കുറച്ചൊരു കോംപ്ലിക്കേറ്റഡ് ചോദ്യം ഇട്ടതാണ്, നിങ്ങൾ പറ്റുമെങ്കിൽ ഒന്ന് നോക്കി നോക്ക്. കുറച്ച് അത്ര വലിയ പണിയൊന്നുമില്ല. റെഡി അല്ലേ? ഇനി നമുക്ക് തന്നിട്ടുണ്ട് ദാറ്റ് ഈസ് P²ൻ്റെ വാല്യൂ നമുക്ക് കിട്ടാൻ ഇനി എളുപ്പമാണ്. 1 സെക്കൻഡ്. ഓക്കെ, സോ ലുക്ക്, P² എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്രീക്വൻസി ഓഫ് MM ആണ്. നമുക്ക് MM-ൻ്റെ ടോട്ടൽ നമ്പർ അറിയാം, 119 ആളുകൾ. നോക്ക്, 119 ആളുകൾ MM ബ്ലഡ് ഗ്രൂപ്പ് ഉള്ളവരുണ്ട്, 119 ആളുകൾ. അപ്പോൾ ടോട്ടൽ എത്ര ആളുള്ളത്? 208 ആളുകളാണ് അല്ലേ. ടോട്ടൽ 208 ആളുകളാണ്.
അതിലെ 119 ആളുകൾ എന്താണ് കുട്ടികളെ? എം ആണ്. അങ്ങനെയാണെങ്കിൽ പി സ്ക്വയർ എന്ന് പറയുന്നത് 119/208 ആണ്. എന്ത്? പി സ്ക്വയർ. സെറ്റാണോ? പി സ്ക്വയർ എന്ന് പറയുന്നത് 119/208. അതാണ് ഫ്രീക്വൻസി. ഫ്രീക്വൻസി എന്ന് പറഞ്ഞാൽ നമുക്ക് എത്ര ആ അലിയിലുള്ള ആളുണ്ടോ, അല്ലെങ്കിൽ ആ ജീനോടൈപ്പ് ഉള്ള ആളുകൾ, ഈ ജീനോടൈപ്പ് ഉള്ള 119 ആളുകളാണ് ഉള്ളത്, അവർ ബൈ ടോട്ടൽ നമ്പർ ഓഫ് ആളുകൾ, അതാണ് ഫ്രീക്വൻസി ഓഫ് ക്യാപിറ്റൽ എം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ എം എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് പി സ്ക്വയർ. ഇനി ക്യൂ സ്ക്വയറിൻ്റെ വാല്യൂ നിങ്ങൾക്ക് അറിയാം. ക്യൂവിൻ്റെ വാല്യൂ എത്രയാണ് നോക്ക്. ദാറ്റ് ഈസ് അലീലിക് ഫ്രീക്വൻസി ഓഫ് എൻ ആണ് ക്യൂ സ്ക്വയർ. അലീലിക് ഫ്രീക്വൻസി ഓഫ് എൻ ആണ് ക്യൂ സ്ക്വയർ. അങ്ങനെയാണെങ്കിൽ ടോട്ടൽ നമ്പർ ഓഫ് എൻ എത്രയാ? 13 ബൈ ടോട്ടൽ എത്ര ആളുണ്ട്? 208. അപ്പോൾ 13/208 വരും. അതാണ് ഫ്രീക്വൻസി ഓഫ് എൻ. അപ്പോൾ നമ്മൾ ഫ്രീക്വൻസി ഓഫ് എൻ കാണണമെന്നുണ്ടെങ്കിൽ എൻ ഉള്ള എത്ര ആൾക്കാരുണ്ട് നോക്കുക. 13 ആളുകളുണ്ട്. ബൈ ടോട്ടൽ എത്ര ആളുകളുണ്ടടാ? 208 ആളുകളുണ്ട്. അപ്പോൾ 13/208, അതാണ് ക്യൂ സ്ക്വയർ. മനസ്സിലായോ? ഓക്കെ, ക്യൂ സ്ക്വയർ കിട്ടി. അപ്പോൾ ഇനി പി കിട്ടാൻ നിങ്ങൾ എന്ത് ചെയ്താൽ മതി? പി സ്ക്വയർ കിട്ടിയാൽ പി കിട്ടണമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്താൽ മതി? പി ഈക്വൽ ടു √119/208 ചെയ്യുക. ഇനി ക്യൂ കിട്ടാൻ വേണ്ടിയിട്ടോ √13/208 ചെയ്യുക. അപ്പോൾ ഇതായിരിക്കും ഉത്തരം. അപ്പോൾ പിയും ക്യൂവും കിട്ടിയാൽ നോക്കൂ, പി എന്ന് പറഞ്ഞാൽ എന്താണ്? ശ്രദ്ധിക്കുക, നമ്മൾ ആഡി വെയിൻബർഗ് പ്രിൻസിപ്പിളിൽ നമ്മൾ പഠിച്ച സെയിം കോൺസെപ്റ്റിലേക്ക് തന്നെയാണ് നമ്മൾ വീണ്ടും പോകുന്നത്. നോക്കൂ, പി എന്ന് പറഞ്ഞാൽ ഫ്രീക്വൻസി ഓഫ് എം, ക്യൂ എന്ന് പറഞ്ഞാൽ ഫ്രീക്വൻസി ഓഫ് എൻ. അപ്പം മാത്രമാണ് നമ്മൾ പി സ്ക്വയർ എന്താവുന്നത്? എമ്മിൻ്റെ ഫ്രീക്വൻസി ആവുന്നത്, ക്യൂ സ്ക്വയർ എൻ്റെ ഫ്രീക്വൻസി ആവുന്നത്. മനസ്സിലായോ? ഹാർഡി വെയിൻബർഗ് പ്രിൻസിപ്പിൾ അതാ പറയുന്നത്. ഇഫ് പി ഈസ് ദ ഫ്രീക്വൻസി ഓഫ് എം ആൻഡ് ക്യൂ ഈസ് ദ ഫ്രീക്വൻസി ഓഫ് എൻ, അങ്ങനെയാണെങ്കിൽ മാത്രമാണ് പി സ്ക്വയർ ഈക്വൽ ടു ഫ്രീക്വൻസി ഓഫ് എം ആൻഡ് ക്യൂ സ്ക്വയർ ഈക്വൽ ടു ഫ്രീക്വൻസി ഓഫ് എൻ 2pq ഈക്വൽ ടു ഫ്രീക്വൻസി ഓഫ് എം ആയിട്ട് മാറുന്നത്. ഈ ഒരു കാര്യം മനസ്സിലായവർക്ക് ഇഫ് യു നോ യു നോ. ഓക്കെ, പണ്ട് മറ്റേ ടിക്ടോക്കിലോ ഇൻസ്റ്റാഗ്രാമിലോ എന്തോ ഒരു തരംഗം ഉണ്ടായിരുന്നില്ലേ, ചിലവർക്ക് മനസ്സിലാവും ചിലവർക്ക് മനസ്സിലാവില്ല. ഓക്കെ, അപ്പോൾ ചിലവർക്ക് മനസ്സിലായ ആളുകൾ ഉണ്ടെങ്കിൽ ഇത് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. ഇഫ് യു നോ യു നോ. ഓക്കെ, അല്ലെങ്കിൽ വിട്ടേക്ക്. ഓക്കെ, ഇനി വെളിവിറ്റ് ഞാനൊരു കുറച്ചൊരു ടഫ് ചോദ്യം ഒന്ന് ആഡ് ചെയ്തതാണ്. സോ ഒരൊറ്റ തവണ അത് ചോദിച്ചിട്ടുള്ളൂ. ഓക്കെ, സോ വാണ്ട് യുവർ വേർഡ്സ്. ഇന്നലെ രാത്രി ഞാൻ കുറേ വേർഡ് പറഞ്ഞിട്ടുണ്ട്. സോ വാട്ട് ഈസ് മെൻ ബൈ ഫൗണ്ടർ എഫക്റ്റ്? എന്താ ഫൗണ്ടർ എഫക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലെ ചോദിക്കുന്ന ഒരു റയർലി കണ്ടുള്ള ചോദ്യം കേട്ടോ. സോ ഫൗണ്ടർ എഫക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോക്കൂ, ഒരു വലിയ പോപ്പുലേഷൻ, ഇതൊരു വലിയ പോപ്പുലേഷനാണ്. അതിൽ നിറയെ ആളുകളുണ്ട്, ഒരുപാട് ആളുകളുണ്ട് ആ പോപ്പുലേഷനിൽ. ഓക്കെ, പല തരത്തിലുള്ള ആളുകൾ. ഇപ്പോൾ നീല കളറിലുള്ള ആളുകൾ, ചുവപ്പ് കളറിലുള്ള ആളുകൾ, കണ്ടോ, പല തരത്തിലുള്ള ആളുകൾ. അതുപോലെ തന്നെ പച്ച കളറിലുള്ള ആളുകൾ, ഇങ്ങനെ ഒരുപാട് ആളുകളുണ്ട് ഒരു സിംഗിൾ പോപ്പുലേഷനിൽ. ഓക്കെ, ഈ പോപ്പുലേഷനിലെ കുറച്ച് ആളുകൾ ഒരു ബോട്ടിൽ യാത്ര പോവാണ് മറ്റൊരു പ്രദേശം കണ്ടുപിടിക്കാൻ. ഓക്കെ, മറ്റൊരു പ്രദേശം കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് യാത്ര പോവാണ്. അതിൽ കുറച്ച് ചുവപ്പ് ആൾ കയറിയിട്ടുണ്ട്, കുറച്ച് പച്ചയാളും കയറിയിട്ടുണ്ട്. എന്നിട്ട് അവരങ്ങനെ യാത്ര പോകുന്നതിൻ്റെ ഇടയിൽ കുറേ പേരൊക്കെ മരിച്ചുപോയി. കാരണം ബോട്ട് പഴയ കാലത്തെ യാത്രയാണ്, വേറെ ദൂരദേശത്തേക്ക് യാത്ര പോവാണ് ഒരു കപ്പലിൽ. കുറേ പേരൊക്കെ മരിച്ചുപോയി. അങ്ങനെ കുറച്ച് പേരാണ് ബാക്കി ഉണ്ടായിരുന്നത്, ഒരു 3 പേരൊക്കെ ബാക്കിയായത്. അവർ പോയിട്ട് ഒരു പ്രദേശത്ത് അവരൊരു പുതിയ ദ്വീപിൽ സെറ്റിൽ ചെയ്യാൻ ആരംഭിച്ചു. ഓക്കെ, ഒരു പുതിയ ദ്വീപിൽ അവരെത്തിയിട്ട് പുതിയൊരു സെറ്റിൽമെൻറ്റ് അവിടെ സ്ഥാപിക്കാൻ, അവർ പുതിയതായിട്ട് അവിടെ ഇനി എത്തിച്ചേർന്ന് അവിടെ ജീവിക്കാൻ തീരുമാനിച്ചു. നോക്കടാ, കുറേ തലമുറ കഴിഞ്ഞാൽ, ഇപ്പോൾ ഇതൊരു പുതിയ ദ്വീപാണ് കേട്ടോ, ഇവരെത്തിച്ചേർന്ന പുതിയ ദ്വീപാണിത്. ഓക്കെ, ഇനി കുറേ തലമുറ കഴിഞ്ഞാൽ ഈ ദ്വീപിൽ കുറേ ആളുകളായിട്ട് മാറും. പക്ഷെ അവരെല്ലാം എന്തായിരിക്കും? കാരണം പച്ചയാണ് ആ ദ്വീപിലേക്ക് എത്തിയത്, ബാക്കിയുള്ളവരൊക്കെ അതിൻ്റെ ഇടയിൽ മരിച്ചു പോയിരുന്നു. ഇനി ഈ ദ്വീപിൽ കുറേ കഴിയുമ്പോൾ ആര് മാത്രമായിട്ട് മാറും? ഈ പച്ച മാത്രമായിട്ട് മാറും. ക്ലിയർ ആണോ? ഓക്കെ, ലൈക്ക് നോക്കടാ, സംഭവിക്കുന്നത് എന്താ വെച്ചാൽ പച്ചയും ചുവപ്പും നീലയൊക്കെ ഉള്ള പോപ്പുലേഷനിൽ നിന്ന് കുറച്ച് ആളുകൾ ഒരു കപ്പലിൽ കയറിയിട്ട് യാത്ര പോയി മറ്റൊരു പുതിയ സെറ്റിൽമെൻറ്റ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വേറെ എവിടെയോ ഒക്കെ ഒരു കടലിലൂടെ യാത്ര പോയതാണ്. അവ കയറിപ്പോയത്, നോക്കൂ, കപ്പലിൽ കയറിപ്പോയത് പച്ചയും ചുവപ്പും നീലയുമുള്ള ആ ഒരു സെറ്റിൽമെൻറ്റിൽ നിന്ന് വേറൊരിടത്തേക്ക് പോവുകയാണ്. പക്ഷേ ആ കപ്പലിൽ കയറി പറ്റാൻ പറ്റിയത് ചുവപ്പുള്ള ആൾക്കും പച്ചയുള്ള ആളുകൾക്കും മാത്രമാണ്. ഇനി ആ ആളുകളിൽ തന്നെ കുറേ പേര് ആ യാത്രക്കിടയിൽ മരിച്ചു പോയതൊക്കെ ചുവപ്പുള്ള ആളുകളായിപ്പോയി. കഷ്ടകാലത്തിന് ആരും അങ്ങനെ തീരുമാനിച്ചൊന്നുമില്ല ചുവപ്പുള്ളവരെ മാത്രം കൊല്ലണമെന്ന്, സംഭവം അവരാ മരിച്ചത്. പിന്നെ അവസാനം പുതിയ സെറ്റിൽമെൻറ്റ് ഉണ്ടാക്കാൻ വേണ്ടി എത്തിച്ചേർന്നത് പച്ച ആളുകൾ മാത്രമാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും അവർക്ക് റീപ്രൊഡക്ഷൻ നടന്ന് ഇനി ആ പുതിയതായി ഉണ്ടാകുന്ന പോപ്പുലേഷനിൽ മുഴുവൻ ആളുകൾ എന്തായിട്ട് മാറും? പച്ചയായിട്ട് മാറും. ക്ലിയർ അല്ലേ കുട്ടികളെ? സോ ലുക്ക്, ഈ
പോപ്പുലേഷനിലെ അലീലിക് ഫ്രീക്വൻസി മൊത്തത്തിൽ മാറിയില്ലേ? ഇവിടെ പച്ച അലീലുണ്ടായിരുന്നു, ചുവപ്പ് അലീലുണ്ടായിരുന്നു, നീല അലീലുണ്ടായിരുന്നു. പക്ഷേ പുതിയതായി ഉണ്ടായിട്ടുള്ള ഈ പോപ്പുലേഷൻ നോക്കൂ, ഇവിടെ പച്ച മാത്രമേ ഉള്ളൂ. സോ ദ അലീലിക് ഫ്രീക്വൻസി എൻറ്റയർലി ബിക്കെയിം ഡിഫറെൻ്റ് അല്ലേ? സോ ലുക്ക്, ഇഫ് സ്മോൾ നമ്പർ ഓഫ് ഇൻഡിവിജ്വൽസ് ഫ്രം എ ലാർജർ പോപ്പുലേഷൻ, ഒരു ലാർജ് പോപ്പുലേഷനിൽ നിന്ന് കുറച്ച് പേര്, ഇഫ് സ്മോൾ നമ്പർ ഓഫ് ഇൻഡിവിജ്വൽസ്, വെരി സ്മോൾ നമ്പർ ഓഫ് ഇൻഡിവിജ്വൽസ് ഫ്രം എ ലാർജർ പോപ്പുലേഷൻ ക്രിയേറ്റ് എ ന്യൂ പോപ്പുലേഷൻ, ഇവരൊരു പുതിയ പോപ്പുലേഷൻ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ, ഇവർ മറ്റെവിടെയോ പോയിട്ട് അല്ലെങ്കിൽ എസ്റ്റാബ്ലിഷ് എ ന്യൂ പോപ്പുലേഷൻ, ഒരു പുതിയ പോപ്പുലേഷൻ എസ്റ്റാബ്ലിഷ് ചെയ്ത് കഴിഞ്ഞാൽ ദ അലീലിക് ഫ്രീക്വൻസി വിൽ ബി എൻറ്റയർലി ഡിഫറെൻറ്റ് ഇൻ ദ ന്യൂ പോപ്പുലേഷൻ. അലീലിക് ഫ്രീക്വൻസി പുതിയ പോപ്പുലേഷനിൽ എൻറ്റയർലി ഡിഫറെൻ്റ് ആയിരിക്കും. ക്ലിയർ ആണോ? ഇഫ് സ്മോൾ നമ്പർ ഓഫ് ഇൻഡിവിജ്വൽസ് ഫ്രം എ ലാർജർ പോപ്പുലേഷൻ എസ്റ്റാബ്ലിഷസ് എ ന്യൂ പോപ്പുലേഷൻ, ഇവരൊരു പുതിയ പോപ്പുലേഷൻ എസ്റ്റാബ്ലിഷ് ചെയ്താൽ ദ അലീലിക് ഫ്രീക്വൻസി വിൽ ബി എൻറ്റയർലി ഡിഫറെൻറ്റ് ഇൻ ദ ന്യൂ പോപ്പുലേഷൻ. ഓക്കെ, ആൻഡ് ദിസ് ഒറിജിനൽ ഡ്രിഫ്റ്റഡ് പോപ്പുലേഷൻ, ഇവിടെ നിന്ന് ഈ ഡ്രിഫ്റ്റ് ചെയ്തു പോയ ഈ ടീം ഉണ്ടല്ലോ, ദേ ആർ റെസ്പോൺസിബിൾ ഫോർ ദിസ് ചേഞ്ച്. അവരാണ് ഈ ചേഞ്ചിന് റെസ്പോൺസിബിൾ ആയിട്ടുള്ള, ഈ അലീലിക് ഫ്രീക്വൻസി മൊത്തത്തിൽ മാറാൻ, ആ പുതിയ പോപ്പുലേഷനിലെ അലീലിക് ഫ്രീക്വൻസിക്ക് കാരണക്കാരായ കുട്ടികളെ ഈ ഡ്രിഫ്റ്റ് ചെയ്തു പോയ പോപ്പുലേഷനാണ്. ആൻഡ് ദിസ് എഫക്റ്റ് ഈസ് കോൾഡ് ഫൗണ്ടർ എഫക്റ്റ്. ഈ എഫക്റ്റിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ഫൗണ്ടർ എഫക്റ്റ്. ഇവരാണ് ഈ പുതിയ പോപ്പുലേഷനിൽ അലീലിക് ഫ്രീക്വൻസി ചേഞ്ച് ആയതിൻ്റെ ഫൗണ്ടേഴ്സ് എന്ന് പറയുന്നത്. ഐ ഹോപ്പ് ഇറ്റ് ഈസ് ക്ലിയർ അല്ലേ? ഇവരെയാണ് നമ്മൾ ഫൗണ്ടറുകൾ എന്ന് വിളിക്കുന്നത്. ഐ ഹോപ്പ് ഇറ്റ് ഈസ് ക്ലിയർ. ഓക്കെ, ഇഫ് സ്മോൾ നമ്പർ ഓഫ് ഇൻഡിവിജ്വൽസ് ഫ്രം എ ലാർജർ പോപ്പുലേഷൻ എസ്റ്റാബ്ലിഷ് എ ന്യൂ പോപ്പുലേഷൻ, അലീലിക് ഫ്രീക്വൻസി വിൽ ബി എൻറ്റയർലി ഡിഫറെൻറ്റ് ഇൻ ദ ന്യൂ പോപ്പുലേഷൻ. ആൻഡ് ദിസ് ഡ്രിഫ്റ്റഡ് പോപ്പുലേഷൻ, ഇവരാണ് ഈ ഡ്രിഫ്റ്റ് ചെയ്യപ്പെട്ട, ഇവിടെ നിന്ന് മാറിപ്പോയ ആ ഡ്രിഫ്റ്റഡ് പോപ്പുലേഷൻ. ദീസ് ആർ ദ ഡ്രിഫ്റ്റഡ് പോപ്പുലേഷൻ, ദ ഒറിജിനൽ ഡ്രിഫ്റ്റഡ് പോപ്പുലേഷൻ. They are the founders of this effect, and that's why it is called founder effect. Okay, I hope it is clear. Now look, ഇതൊന്നുമില്ല മനുഷ്യൻ്റെ എവല്യൂഷൻ്റെ ഡ്രയോപിത്തേക്കസ്, റാമാപിത്തേക്കസ്, ഓസ്ട്രലോപിത്തേക്കസ്, ഹോമോ ഹബിലിസ്, ഹോമോ ഇറക്ടസ്, നിയാൻഡർതാൽമേൻ, അവസാനം ഹോമോ സാപ്പിയൻസ്. ഇത് ഞാൻ വീണ്ടും ആഡ് ചെയ്തു എന്നുള്ളൂ, കാരണം പരീക്ഷയ്ക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നൗ നമ്മളോട് സ്ഥിരമായിട്ട് ചോദിക്കുന്നതാണ്, വാട്ട് ഈസ് അഡാപ്റ്റീവ് റേഡിയേഷൻ? ദിസ് ഈസ് എ ക്വസ്റ്റ്യൻ റിഗാർഡിംഗ് അഡാപ്റ്റീവ് റേഡിയേഷൻ. നമുക്കറിയാം, എവല്യൂഷൻ ഓഫ് ഡിഫറെൻറ്റ് സ്പീഷീസ് ഇൻ എ ഗിവൺ ജിയോഗ്രഫിക്കൽ ഏരിയ സ്റ്റാർട്ടിംഗ് ഫ്രം എ കോമൺ പോയിന്റ് ആൻഡ് റേഡിയേറ്റിംഗ് ടു അതർ ഏരിയാസ് ഓഫ് ജിയോഗ്രഫി അല്ലെ, നമ്മൾ മസ്റ്റായിട്ട് പഠിക്കേണ്ടതാണ്. ഇതിൻ്റെ എക്സാമ്പിളുകൾ ആരൊക്കെയായിരുന്നു? ഡാർവിൻസ് ഫിഞ്ചസ് ഓഫ് ഗാലപ്പഗോസ് ഐലൻഡ്, ഓസ്ട്രേലിയൻ മാർസൂപ്പിയൽസ്, ഓസ്ട്രേലിയൻ പ്ലാസെൻ്റൽ മാമൽസ്. അടുത്ത് നോക്ക്, ഹോമോലോഗസ് ഓർഗാനുകളുടെ എക്സാമ്പിൾ ഇതിൽ ഏതൊക്കെയാണ്? നമ്മൾ ഇപ്പോൾ മൃഗങ്ങളുടെ കേസുകളൊക്കെ നമുക്ക് വേഗം കിട്ടും. ഹോമോലോഗസ് ഏതപ്പോൾ? വിങ്സ് ഓഫ് ബേർഡ് ആൻഡ് ബട്ടർഫ്ലൈ അല്ലേ? മൃഗങ്ങളുടെ കേസിൽ ഇപ്പോൾ നമ്മൾ ഫോർ ലിംസ് ഓഫ് ഹ്യൂമൻ, ചീറ്റ, അതുപോലെ തന്നെ ബാറ്റ്, മനുഷ്യൻ്റെയും ചീറ്റയുടെയും ബാറ്റിൻ്റെയൊക്കെ ഫോർ ലിംസ് നമുക്ക് വേഗം ഓർത്ത് വെക്കാൻ പറ്റും. ബട്ട് നമ്മൾ പ്ലാന്റുകളുടെ കേസ് മറക്കും. ഓക്കെ, ലുക്ക്, തോൺസ് ആൻഡ് ടെൻഡ്രിൽസ് ഓഫ് ബൊഗെയിൻവില്ല ആൻഡ് കുക്കുർബിറ്റ് അല്ലേ? ഇതെന്തിൻ്റെ എക്സാമ്പിളാണ്? ഹോമോലോഗിയുടെ എക്സാമ്പിളാണ് അല്ലേ? ഇത് ഹോമോലോഗിയുടെ എക്സാമ്പിളാണ്. നൗ വിങ്സ് ഓഫ് ബട്ടർഫ്ലൈ ആൻഡ് ബേർഡ് എന്തിൻ്റെ എക്സാമ്പിളാണ് കുട്ടികളെ? അനലോഗിയുടെ എക്സാമ്പിളാണ്. നൗ സ്വീറ്റ് പൊട്ടാറ്റോ ആൻഡ് പൊട്ടാറ്റോ, ഇതും അനലോഗിയുടെ എക്സാമ്പിളാണ് മക്കളെ. കാരണം എന്താ? സ്വീറ്റ് പൊട്ടാറ്റോ എന്ന് പറയുന്നത് റൂട്ട് മോഡിഫിക്കേഷനാണ്. പൊട്ടാറ്റോ ഈ സ്റ്റെം, അനാട്ടമി ഡിഫറെൻ്റ് ആണ്. പൊട്ടാറ്റോയുടെ അനാട്ടമി സ്റ്റെമ്മിൻ്റെ അനാട്ടമിയാണ്. സ്വീറ്റ് പൊട്ടാറ്റോയുടെ അനാട്ടമി റൂട്ടിൻ്റെ അനാട്ടമിയാണ്. പക്ഷേ രണ്ടിൻ്റെയും ഫംഗ്ഷൻ സെയിം ആണ്, അതുകൊണ്ട് അത് അനലോഗസ് ആണ്. വാട്ട് ഈസ് എ ഫംഗ്ഷൻ? രണ്ടുപേരും ഫുഡിനെ സ്റ്റോർ ചെയ്ത് വെക്കുക എന്നുള്ളതാണ് രണ്ടുപേരുടെയും ഫംഗ്ഷൻ എന്ന് പറയുന്നത്. നൗ ഐസ് ഓഫ് ഒക്ടോപ്പസ് ആൻഡ് മാമൽ, രണ്ടിൻ്റെയും സ്ട്രക്ചർ വ്യത്യാസമാണ്, പക്ഷേ ഫംഗ്ഷൻ സെയിം ആണ്, ഒരേ ഫംഗ്ഷനാണ് നിർവഹിക്കുന്നത്. സോ ദാറ്റ്സ് വൈ ഇറ്റ് ഈസ് ഓൾസോ അനലോഗസ് ഓർഗാൻ. സെറ്റ് അല്ലേ? നൗ ഓക്കെ, ശ്രദ്ധിക്കടാ, ഈ ചോദ്യം നമ്മൾ ഓൾറെഡി ഇന്നലെ ഡിസ്കസ് ചെയ്താണ്. ഐഡൻറ്റിഫൈ എ ബി സി അല്ലേ? നമ്മളോട് വ്യത്യസ്ത തരത്തിലുള്ള നാച്ചുറൽ സെലക്ഷനുകൾ ഏതൊക്കെയാണ്? ചിലപ്പോൾ അത് ഡിഫൈൻ ചെയ്യാനും പറയും. ഓക്കെ, ഡിഫൈൻ ചെയ്യാനും ചിലപ്പോൾ പറയും. നമ്മൾ നോക്കൂ, ഈ കാണുന്ന നാച്ചുറൽ സെലക്ഷൻ ഏതാടാ? ദിസ് ഈസ് സ്റ്റെബിലൈസിങ് നാച്ചുറൽ സെലക്ഷൻ. ഇതോ ഡയറക്ഷണൽ നാച്ചുറൽ സെലക്ഷൻ. ഇത് ഡിസ്റപ്റ്റീവ് നാച്ചുറൽ സെലക്ഷൻ അല്ലേ? ഈ ഡയറക്ഷണൽ നാച്ചുറൽ സെലക്ഷൻ്റെ സിഗ്നിഫിക്കൻസ് നമ്മളോട് ചിലപ്പോൾ ചോദിക്കാറുണ്ട് കേട്ടോ. സോ ഡയറക്ഷണൽ നാച്ചുറൽ സെലക്ഷൻ്റെ സിഗ്നിഫിക്കൻസ് എന്താ? ഒന്നുമില്ല, നിങ്ങൾ ഇത്ര പഠിച്ചാൽ മതി. നമ്മൾ ഇന്നലെ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു, ഇൻഡസ്ട്രിയൽ മെലാനിസം എന്ത് നാച്ചുറൽ സെലക്ഷൻ ആണ് കാണിക്കുന്നത്? ഡയറക്ഷണൽ നാച്ചുറൽ സെലക്ഷൻ ആണ്. ഇൻഡസ്ട്രിയൽ മെലാനിസത്തിൽ നമ്മൾ കണ്ടാൽ ഒരൊറ്റ കളറുള്ള മോത്തിനെയാണ് നാച്ചർ സെലക്ട് ചെയ്യുന്നത് അല്ലേ? സോ ഇതിനെ ചിലപ്പോൾ ഇതിൻ്റെ ഡെഫിനിഷൻ പറയാനും പറയും.
എന്താണ് സ്റ്റെബിലൈസിങ് നാച്ചുറൽ സെലക്ഷൻ? സോ ഇൻ സ്റ്റെബിലൈസിങ് നാച്ചുറൽ സെലക്ഷൻ ചിലപ്പോൾ ഡെഫിനേഷൻ പറയാൻ വേണ്ടി പറയുകയും, അപ്പോൾ സ്റ്റെബിലൈസിങ് നാച്ചുറൽ സെലക്ഷനിൽ നാച്ചുർ ആരെ സെലക്ട് ചെയ്യുന്നു കുട്ടികളെ? നാച്ചുർ സെലക്ട് ഇൻഡിവിജ്വൽസ് വിത്ത് മീൻ ക്യാരക്ടർ. നോക്കൂ, വൈറ്റും അല്ല ഡാർക്കും അല്ല, അതിൻ്റെ ഇടയിലുള്ള മീൻ ക്യാരക്ടറുള്ള ആളെ ഇൻഡിവിജ്വൽ സെലക്ട് ചെയ്യുന്നു, നാച്ചുർ സെലക്ട് ചെയ്യുന്നു. ഇൻ ഡയറക്ഷണൽ നാച്ചുറൽ സെലക്ഷൻ നാച്ചുർ സെലക്ട് എനി വൺ സ്പെസിഫിക്, അല്ലേ, എനി വൺ സ്പെസിഫിക് ഫീനോടൈപ്പ്. ഓക്കെ, അല്ലെങ്കിൽ മീൻ ക്യാരക്ടർ അല്ല, എനി വൺ സ്പെസിഫിക് ട്രൈറ്റ് അല്ലെങ്കിൽ എനി വൺ സ്പെസിഫിക് ക്യാരക്ടർ, എയ്തർ ഡാർക്ക് അല്ലെങ്കിൽ വൈറ്റ് കളേർഡ് മറ്റേ എന്താ പറയുക മോത്തിനെ സെലക്ട് ചെയ്തു, അല്ലേ. സോ നാച്ചുറൽ സെലക്ട് ഓൺലി വൺ സൈഡ്, അല്ലേ, ഒരു സൈഡിലുള്ള ആളെ മാത്രമേ നാച്ചുറൽ സെലക്ട് ചെയ്യുന്നുള്ളൂ. ഇൻ ഡിസ്റപ്റ്റീവ് നാച്ചുറൽ സെലക്ഷൻ നാച്ചുറൽ സെലക്ട് ബോത്ത് ക്യാരക്ടേഴ്സ് അറ്റ് ദ എൻഡ് ഓഫ് ദിസ് കർവ്. ഈ കർവിൻ്റെ എൻഡിലുള്ള ക്യാരക്ടറുകളെ സെലക്ട് ചെയ്യുന്നു, എക്സെപ്റ്റ് മീൻ ക്യാരക്ടർ. മീൻ ക്യാരക്ടർ എന്ന് പറഞ്ഞാൽ ഈ നടുഭാഗം ഇവിടെയുള്ള ഈ ക്യാരക്ടറുള്ള ആളുകളെയാണ് നമ്മൾ മീൻ ക്യാരക്ടർ എന്ന് പറയുക. അതായത് നോക്കൂ മക്കളെ, സിമ്പിളാടാ, നോക്ക്, ഇപ്പോൾ ബ്ലാക്ക് മോത്ത്, വൈറ്റ് മോത്ത്, ഇൻ ബിറ്റ്വീൻ. അതിൽ നാച്ചുറൽ ബ്ലാക്കിനെ സെലക്ട് ചെയ്യുന്നു, വൈറ്റിനെ സെലക്ട് ചെയ്യുന്നു, ഇൻ ബിറ്റ്വീനുള്ള മീൻ ക്യാരക്ടറുള്ള ആളെ സെലക്ട് ചെയ്യുന്നില്ല. അതാണ് നമ്മൾ ഡിസ്റപ്റ്റീവ് നാച്ചുറൽ സെലക്ഷൻ എന്ന് പറയുന്നത്. ചിലപ്പോൾ ഡെഫിനിഷൻ എഴുതാൻ പറയും. സോ ഇൻ ഡിസ്റപ്റ്റീവ് നാച്ചുറൽ സെലക്ഷൻ, look, in disruptive natural selection nature select individuals with both traits അല്ലെങ്കിൽ both characters other than main character. മെയിൻ ക്യാരക്ടർ അല്ലാത്ത മറ്റ് രണ്ട് ക്യാരക്ടർ ഉള്ള ആളുകളെ നാച്ചർ സെലക്ട് ചെയ്യുന്നു. ഒരു ചിത്രം കൂടി അതിൻ്റെ കൂടെ വരച്ചു കൊടുത്താൽ നിങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്തത് ആർക്കും മനസ്സിലായിട്ടില്ലെങ്കിലും ഇൻഡിവിജ്വൽസ് അക്വയർ പെരിഫറൽ ക്യാരക്ടർ വാല്യൂ അതർ ദാൻ മെയിൻ ക്യാരക്ടർ എന്നൊക്കെ ആളുകൾ കമൻറ്റ് ചെയ്യുന്നുണ്ട്. അങ്ങനെയൊക്കെയാണ് ഞാൻ എക്സാക്ട്ലി പഠിപ്പിച്ചത്. പരീക്ഷയുടെ തലേന്ന് ഒന്നും അറിയാതെ വരുന്നവർക്ക് ഈസി ആയിട്ട് പറയാൻ പറ്റുന്ന സിമ്പിൾ ലാംഗ്വേജിലാണ് നമ്മൾ പറഞ്ഞു തരിക. അതുകൊണ്ടാണ് പരീക്ഷയുടെ തലേന്ന് ഞാൻ എക്സാക്ട് കാര്യങ്ങളൊന്നും പറയില്ല. കാരണം എന്താ, പരീക്ഷയുടെ തലേന്ന് നമ്മൾ ഏറ്റവും സിമ്പിളായിട്ട് എങ്ങനെ പഠിക്കുക എന്നുള്ളതാണ്, അല്ലേ, നമുക്ക് മാർക്ക് കിട്ടിയാൽ മതി. ഇതിങ്ങനെയൊന്നും ആവില്ല ഞാൻ ചിലപ്പോൾ ഒരു ക്ലാസ് ചാപ്റ്റർ എടുക്കുമ്പോൾ പഠിപ്പിച്ചിട്ടുണ്ടാവുക. ഇറ്റ് വിൽ ബി ലൈക്ക് സോഫിസ്റ്റിക്കേറ്റഡ് ടേംസ് യൂസ് ചെയ്തിട്ടായിരിക്കും. ബട്ട് ഹിയർ പരീക്ഷയുടെ തലേന്ന് ഒന്നും അറിയാത്തവർക്ക്, പരീക്ഷയുടെ തൊട്ട് മുമ്പ് ഒന്നും അറിയാത്തവർക്ക് എങ്ങനെ ഈസി ആയിട്ട് ആൻസർ ചെയ്യാൻ പറ്റാം, കോമൺ സെൻസ് യൂസ് ചെയ്ത് ആൻസർ ചെയ്യാൻ പറ്റും, ആ രീതിയിലാണ് പഠിപ്പിക്കുക. അടുത്ത് നോക്കൂ, സ്റ്റേറ്റ്മെൻറ്റ് ബിലോ ഷോ ഫീച്ചേഴ്സ് ഓഫ് സം ഹ്യൂമൻ ഫോസിൽസ്. നോക്കൂ, 650 മുതൽ 800 ബ്രെയിൻ കപ്പാസിറ്റി ഉള്ള മനുഷ്യൻ്റെ പൂർവികൻ ആരാണ്? 650 മുതൽ 800 ബ്രെയിൻ കപ്പാസിറ്റിയുള്ള മനുഷ്യൻ്റെ പൂർവികൻ ആരാ കുട്ടികളെ? ഹോമോ ഹബിലിസ് ആണല്ലേ, ഹോമോ ഹബിലിസ് ആണ്. അടുത്തത് 1400 ക്യൂബിക് സെൻറ്റിമീറ്റർ കപ്പാസിറ്റി ഉള്ള ആളാരെ കുട്ടികളെ? നിയാൻഡർത്താൽ മാൻ ആണല്ലേ. വെരി ഗുഡ്, നിയാൻഡർത്താൽ മാൻ ആണ്. വെരി ഗുഡ്. അടുത്തത് നോക്കൂ കുട്ടികളെ, അടുത്തത് നോക്കൂ, എക്സ്പ്ലെയിൻ ട്രാൻസ്ഫർമേഷൻ എക്സ്പെരിമെൻറ്റ് പെർഫോംഡ് ബൈ ഫ്രെഡറിക് ഗ്രിഫിത്ത് വിത്ത് ബാക്ടീരിയ സ്ട്രെപ്റ്റോകോക്കസ് ന്യൂമോണിയയെ. ചിലപ്പോൾ നമ്മളോട് ഈ എക്സ്പെരിമെൻറ്റ് മൊത്തത്തിൽ എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് പറയാറുണ്ട്. ഒരു തവണ കഴിഞ്ഞ 2023 മാർച്ചിലാണ് അത് കാര്യമായിട്ട് ചോദിക്കുന്നത് കേട്ടോ, അതിന് മുമ്പൊന്നും ചോദിച്ചിട്ടില്ലേ. ഓക്കെ, സോ ഗ്രിഫിത്ത് എന്താ ചെയ്തു കുട്ടികളെ? ഗ്രിഫിത്ത് എസ് ബാക്ടീരിയനെ മൈസിലേക്ക് ഇഞ്ചെക്ട് ചെയ്തു, അല്ലേ, എസ് ബാക്ടീരിയനെ മൈസിലേക്ക് ഇഞ്ചെക്ട് ചെയ്തു. മൈസ് എന്തായി കുട്ടികളെ? ഡൈഡ്. എസ് ബാക്ടീരിയ മൈസിലേക്ക് ഇഞ്ചെക്ട് ചെയ്തു, മൈസ് ഡെഡായി, അല്ലേ. അടുത്തത് ആർ ബാക്ടീരിയനെ മൈസിലേക്ക് ഇഞ്ചെക്ട് ചെയ്തു, മൈസ് എന്തായി കുട്ടികളെ? എലൈവ്. മൈസ് എലൈവ് ആണ്, മൈസ് ചത്തില്ല. അതിനുശേഷം ഇയാൾ എന്ത് ചെയ്തു? ഹീറ്റ് കില്ലിഡ്, അദ്ദേഹം ഹീറ്റ് ഉപയോഗിച്ച് കൊന്നു. ഹീറ്റ് കില്ലിഡ് എസ് ബാക്ടീരിയനെ മൈസിലേക്ക് ഇഞ്ചെക്ട് ചെയ്തു, മൈസ് ചത്തോ? ഇല്ല, മൈസ് വാസ് എലൈവ്. അതിനുശേഷം അദ്ദേഹം എന്താ ചെയ്തു കുട്ടികളെ? യെസ്, കില്ലിഡ് എസ് ബാക്ടീരിയനെയും ഓർമ്മയുണ്ടാ, കില്ലിഡ് എസ് ബാക്ടീരിയനെയും ലിവിങ് ആർ ബാക്ടീരിയനെയും കൂടെ മൈസിലേക്ക് ഇഞ്ചെക്ട് ചെയ്തു. മൈസ് എന്തായി കുട്ടികളെ? മൈസ് ഡൈഡ്, അല്ലേ, മൈസ് ചത്തു. ആൻഡ് അത് മാത്രമല്ല, ഹീ റിക്കവേർഡ്. നോക്കൂ, അദ്ദേഹം ഇഞ്ചെക്ട് ചെയ്തത് എന്താ? കില്ലിഡ് എസ് ബാക്ടീരിയനെയും ലിവിങ് ആർ ബാക്ടീരിയനെയും കൂടിയാണ് മൈസിലേക്ക് ഇഞ്ചെക്ട് ചെയ്തത്. പക്ഷെ മൈസ് ചത്തു. കില്ലിഡ് എസ് ബാക്ടീരിയയെ മാത്രമേ രോഗം ഉണ്ടാക്കുകയുള്ളൂ, അല്ലേ. പക്ഷെ എന്നിട്ടും ചത്ത എസ് ബാക്ടീരിയ ലിവിങ് ആർ ബാക്ടീരിയനെയും കൂടെ മൈസിലേക്ക് ഇഞ്ചെക്ട് ചെയ്തിട്ടും മൈസ് ചത്തു. അപ്പോൾ അദ്ദേഹം ഒരു കൺക്ലൂഷനിലേക്ക് അദ്ദേഹം എത്തിയ കൺക്ലൂഷൻ എന്താ കുട്ടികളെ? നോക്കൂ, ദ ലിവിങ് ആർ ബാക്ടീരിയ ഈസ് ട്രാൻസ്ഫോംഡ് ഇൻ ടു എസ് ബാക്ടീരിയ. ശരിയല്ലേ കുട്ടികളെ? അദ്ദേഹം പറഞ്ഞ കാര്യം എന്താ? ആർ ബാക്ടീരിയ ഈസ് ട്രാൻസ്ഫോംഡ്, അല്ലേ. അദ്ദേഹം പറഞ്ഞു ദ ആർ ബാക്ടീരിയ ഈസ് ട്രാൻസ്ഫോംഡ് ടു എസ് ബാക്ടീരിയ. ആർ ബാക്ടീരിയ എന്തായിട്ട് മാറി? എസ് ബാക്ടീരിയ ആയിട്ട് മാറി എന്ന കാര്യമാണ് അദ്ദേഹം മനസ്സിലാക്കിയത്. അദ്ദേഹം കാരണം ചത്ത എസ് ബാക്ടീരിയനെയും ജീവനുള്ള ആറിനെയുമാണ് മൈസിലേക്ക് ഇഞ്ചെക്ട് ചെയ്തത്. മൈസ് ചത്തു. അങ്ങനെ ചെയ്തപ്പോൾ ആ ചത്ത മൈസിൽ നിന്ന് അദ്ദേഹത്തിന് ജീവനുള്ള എസ് ബാക്ടീരിയനെ കാണാനും പറ്റി.
അപ്പോൾ എങ്ങനെയാണ് മൈസിൽ ജീവനുള്ള എസ് ബാക്ടീരിയ എത്തിയത് എന്ന് ചിന്തിച്ചപ്പോഴാണ് അദ്ദേഹത്തിന് മനസ്സിലായത് ആ ആർ ബാക്ടീരിയ എന്തായി രൂപമാറ്റം സംഭവിച്ചതാണ്, എസ് ബാക്ടീരിയയായി രൂപമാറ്റം സംഭവിച്ചതാണ്. സെറ്റല്ലേ കുട്ടികളെ? അതിൻ്റെ കാരണമായിട്ട് അദ്ദേഹം പറയുന്നത് ചത്ത എസ് ബാക്ടീരിയ ഉണ്ടല്ലോ, എസ് ബാക്ടീരിയ വാസ് ഡെഡ് അല്ലേ, എസ് ബാക്ടീരിയ ചത്തതായിരുന്നു. പക്ഷേ ആ ചത്ത എസ് ബാക്ടീരിയയിൽ നിന്ന് ആർ ബാക്ടീരിയയിലേക്ക് എന്തോ ഒരു വസ്തു കയറിപ്പോയി. ഓക്കെ, സംതിങ് എൻറ്റേർഡ്, സംതിങ് ട്രാൻസ്ഫേർഡ് from S bacteria to R bacteria, and that caused transformation of R bacteria to become S bacteria. എന്തോ ഒന്ന് ചത്ത എസ്സിൽ നിന്ന് ജീവനുള്ള ആറിലേക്ക് കയറിപ്പോയി. അങ്ങനെയാണ് ആറ് എന്തായിട്ട് മാറിയത് കുട്ടികളെ? എസ് ആയിട്ട് രൂപമാറ്റം സംഭവിച്ചത്. ഇതാണ് അദ്ദേഹം പറഞ്ഞത്. ഐ ഹോപ്പ് ഇറ്റ് ഈസ് ക്ലിയർ. റെഡി അല്ലേ മക്കളെ? റെഡി ആണെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തേ. റെഡി ആണെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തേ. റെഡി അല്ലേ? പ്ലീസ് ഡു കമൻറ്റ്. യെസ്, ഓക്കെ, ഗുഡ്. നമ്മൾ അടുത്ത് ചേരുംപടി ചേർക്കാനാണ്. ജോർജ് ഗാമോ എന്ന് പറയുന്ന സയൻറ്റിസ്റ്റ് ആണെടാ ആദ്യമായിട്ട് ജനറ്റിക് കോഡ് ഒരു ട്രിപ്ലെറ്റ് ആയിരിക്കുമെന്ന് പറഞ്ഞത്. ജോർജ് ഗാമോ എന്ന് പറയുന്ന സയൻറ്റിസ്റ്റ് ആണ്. ജനറ്റിക് കോഡ് വിൽ ബി ട്രിപ്ലെറ്റ്. അലക് ജെഫ്രീസ് ആണ്, നമുക്കറിയാം DNA ഫിംഗർ പ്രിൻറ്റിങ് ആദ്യമായിട്ട് കണ്ടുപിടിക്കുന്നത് അലക് ജെഫ്രീസ് ആണ്. ഫ്രെഡറിക് ഗ്രിഫിത്ത് ആണ് അദ്ദേഹത്തിൻ്റെ ട്രാൻസ്ഫോർമേഷൻ എക്സ്പെരിമെൻ്റ് നടത്തുന്നത്. ഇനി അടുത്ത കുട്ടിയെ ടെയ്ലർ ആൻഡ് കൊളീഗ്സ്, നമ്മൾ പഠിക്കാത്തൊരു പേരാ അല്ലേ. മെസൽസണും സ്റ്റോളും എന്ത് എക്സ്പെരിമെൻറ്റാണ് ചെയ്തത്? DNA റെപ്ലിക്കേഷൻ സെമി കൺസർവേറ്റീവ് ആണ് എന്ന്. വാട്ട് ഈസ് സെമി കൺസർവേറ്റീവ് റെപ്ലിക്കേഷൻ? എന്താണ് ആക്ച്വലി സെമി കൺസർവേറ്റീവ് റെപ്ലിക്കേഷൻ? നമുക്കറിയാം. നോക്കൂ, ഇതൊരു DNA ആണെന്ന് ഇമാജിൻ ചെയ്യൂ. ഈ DNAക്ക് റെപ്ലിക്കേഷൻ സംഭവിച്ചു കഴിഞ്ഞാൽ ഈ DNAക്ക് DNA ആണ്, DNAക്ക് റെപ്ലിക്കേഷൻ സംഭവിക്കുകയാണ്. അങ്ങനെ റെപ്ലിക്കേഷൻ സംഭവിച്ചാൽ നമുക്ക് പുതിയതായി 2 DNA കിട്ടും അല്ലേ. ആ പുതിയതായി കിട്ടുന്ന DNAയിൽ ഒരു പാരൻ്റൽ സ്ട്രാൻഡും ഒരു ന്യൂലി ഫോംഡ് സ്ട്രാൻഡുമാണ് ഉണ്ടാവുക എന്നുള്ളതാണ് സെമി കൺസർവേറ്റീവ് DNA റെപ്ലിക്കേഷൻ എന്ന് പറയുന്നത്. നവ് യു ഗോട്ട് 2 DNA റെപ്ലിക്കേഷൻ നടന്നു കഴിഞ്ഞപ്പോൾ, പക്ഷേ ആ പുതിയ DNAകളിൽ 1 പാരൻ്റൽ സ്ട്രാൻഡ് ഈസ് ദർ അല്ലേ. പാരൻറ്റിൻ്റെ അതേപോലത്തെ ഒരു സ്ട്രാൻഡ് ഉണ്ട്. ഒരു സ്ട്രാൻഡ് ഏതാണ് മക്കളെ? ന്യൂലി ഫോംഡ് സ്ട്രാൻഡ് ആണ്. സോ ദിസ് ഈസ് കോൾഡ് സെമി കൺസർവേറ്റീവ് DNA റെപ്ലിക്കേഷൻ. ഓക്കെ, സോ അങ്ങനെയാണ് DNA റെപ്ലിക്കേഷൻ നടക്കുക എന്ന് തെളിയിച്ച ഒരു സെറ്റ് ഓഫ് സയൻറ്റിസ്റ്റുകളാണ് നമ്മുടെ മാത്യു മെസൽസണും അതുപോലെ തന്നെ ഫ്രാങ്ക്ലിൻ സ്റ്റോളും. ഓക്കെ, ഇതേ കാര്യം എക്സ്പെരിമെൻറ്റിലൂടെ തെളിയിച്ച അടുത്ത ടീമാണ് ടെയ്ലർ ആൻഡ് കൊളീഗ്സ്. ടെയ്ലറും അദ്ദേഹത്തിൻ്റെ കൂടെ വർക്ക് ചെയ്തവരും ഇതേ കാര്യം തന്നെയാണ് തെളിയിച്ചത്. സെറ്റല്ലേ കുട്ടികളെ? ടെയ്ലറും കൊളീഗ്സും ഇതേ കാര്യം തന്നെയാണ് തെളിയിച്ചത്. മെസൽസണും സ്റ്റോളും അവരുടെ എക്സ്പെരിമെൻറ്റിന് വേണ്ടിയിട്ട് ഈക്കോളൈ ബാക്ടീരിയനെയാണ് യൂസ് ചെയ്തത് എങ്കിൽ നമ്മുടെ ടെയ്ലറും കൊളീഗും വിഷിയ ഫാബ അല്ലെങ്കിൽ ഫാബ ബീൻസ് എന്ന് പറയുന്ന ചെടിയെയാണ് യൂസ് ചെയ്തത്. വിഷിയ ഫാബ അല്ലെങ്കിൽ ഫാബ ബീൻസ് എന്ന് പറയുന്ന ചെടിയെ യൂസ് ചെയ്തുകൊണ്ടാണ് അവരുടെ എക്സ്പെരിമെൻ്റ് നടത്തിയത്. ഓക്കെ, അടുത്ത് നോക്കൂ. അണ്ടർ മൈക്രോസ്കോപ്പ് ക്രൊമാറ്റിൻ ഈസ് സീൻ എസ് ബീഡ് ഓൺ സ്ട്രിങ് സ്ട്രക്ചർ. അതായത് ക്രൊമാറ്റിൻ എന്ന് പറഞ്ഞാൽ ദ കണ്ടന്റ് വിത്തിൻ ദ ന്യൂക്ലിയസ്. ഇലക്ട്രോൺ മൈക്രോസ്കോപ്പ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ, അതാണ് വെറും മൈക്രോസ്കോപ്പ് അല്ലടാ, ഇലക്ട്രോൺ മൈക്രോസ്കോപ്പിൽ ബീഡ് ഓൺ സ്ട്രിങ് സ്ട്രക്ചറാണ് കിട്ടുക. സോ വാട്ട് ഈസ് ദാറ്റ് ബീഡ്? ബീഡുകൾ എന്താണ്? ആക്ച്വലി ന്യൂക്ലിയോസോമുകളാണെന്ന് പറയാം, അല്ലെങ്കിൽ നമുക്ക് പറയാം അത് ആക്ച്വലി ഹിസ്റ്റോൺ ഒക്ടാമറുകളാണ് അല്ലേ. ആ മുത്തുകൾ ആക്ച്വലി ഹിസ്റ്റോൺ ഒക്ടാമറുകളാണെന്ന് പറയാം. അങ്ങനെ പറഞ്ഞാലും മാർക്ക് കിട്ടും. ന്യൂക്ലിയോസോമുകളാണ് എന്ന് പറഞ്ഞാലും മാർക്ക് കിട്ടും. അപ്പോൾ രണ്ടും കൂടി എഴുതി വെച്ചോ. ദേ ആർ ഹിസ്റ്റോൺ ഒക്ടാമേഴ്സ് ഓഫ് ന്യൂക്ലിയോസോം. ന്യൂക്ലിയോസോമുകളിലെ ഹിസ്റ്റോൺ ഒക്ടാമറിനെയാണ് നമുക്കിങ്ങനെ ബീഡായിട്ട് കാണാൻ പറ്റുന്നത്. ശരിയല്ലേ മക്കളെ? ബീഡ് രൂപത്തിൽ ഇങ്ങനെ കാണാൻ പറ്റുന്നത് ഇലക്ട്രോൺ മൈക്രോസ്കോപ്പിൽ. ഓക്കെ, അടുത്ത ചോദ്യം നോക്കൂ. ഇൻ യൂകാരിയോട്സ് ജീൻ എക്സ്പ്രഷൻ ക്യാൻ ബി റെഗുലേറ്റഡ് അറ്റ് സെവറൽ ലെവൽസ്, റൈറ്റ്? ഡിഫറെൻറ്റ് ലെവൽസ് അറ്റ് വിച്ച് ജീൻ എക്സ്പ്രഷൻ ഈസ് റെഗുലേറ്റഡ്. നോക്കൂ, യൂകാരിയോട്ടിൽ ഞാൻ മിനിഞ്ഞാന്ന് പഠിപ്പിച്ചിരുന്നു. ജീൻ എക്സ്പ്രഷൻ യൂകാരിയോട്ടിൽ ഏതൊക്കെ ലെവലിൽ റെഗുലേറ്റ് ചെയ്യാൻ കുട്ടികളെ പറഞ്ഞോളൂ. യെസ്, വി ക്യാൻ റെഗുലേറ്റ് അറ്റ് ട്രാൻസ്ക്രിപ്ഷണൽ ലെവൽ അല്ലേ. ട്രാൻസ്ക്രിപ്ഷണൽ ലെവലിൽ റെഗുലേറ്റ് ചെയ്യാൻ പറ്റും. പിന്നെ പ്രോസസ്സിംഗ് ലെവലിൽ റെഗുലേറ്റ് ചെയ്യാൻ പറ്റും. ട്രാൻസ്ക്രിപ്ഷൻ നടന്ന RNA ഉണ്ടാകുന്നു അല്ലേ, ആ RNA HNRNA ആയിരിക്കും ഉണ്ടാവുക. അയാൾക്ക് പ്രോസസ്സിംഗ് നടന്ന mRNA ആവണം. അപ്പോൾ പ്രോസസ്സിംഗ് ലെവലിൽ നമുക്ക് റെഗുലേറ്റ് ചെയ്യാൻ പറ്റും. ട്രാൻസ്ക്രിപ്ഷണൽ ലെവലിൽ റെഗുലേറ്റ് ചെയ്യാം, പ്രോസസ്സിംഗ് ലെവലിൽ റെഗുലേറ്റ് ചെയ്യാം. അങ്ങനെ പ്രോസസ്സ് നടന്നിട്ട് ന്യൂക്ലിയസിൽ നിന്ന് സൈറ്റോപ്ലാസത്തിലേക്ക് വരണം. ദാറ്റ് ഈസ് ട്രാൻസ്പോർട്ട് ലെവലിൽ. ആ ട്രാൻസ്പോർട്ട് നമുക്ക് തടയാം. ട്രാൻസ്പോർട്ട് ലെവലിൽ റെഗുലേറ്റ് ചെയ്യാൻ പറ്റും. അവസാനം ട്രാൻസ്ലേഷൻ നടക്കണോ വേണ്ടേ നമുക്ക് തീരുമാനിക്കാൻ പറ്റും. സോ ദാറ്റ് ഈസ് ട്രാൻസ്ലേഷണൽ ലെവൽ. ഈ ലെവലുകളെല്ലാം നമുക്ക് എന്ത് റെഗുലേറ്റ് ചെയ്യാൻ പറ്റും കുട്ടികളെ? ജീൻ എക്സ്പ്രഷൻ റെഗുലേറ്റ് ചെയ്യാൻ പറ്റും ഇൻ കേസ് ഓഫ് പ്രോകാരിയോട്സ്. സെറ്റല്ലേ മക്കളെ? ദാറ്റ്സ് ഇൻ കേസ് ഓഫ് യൂകാരിയോട്സ്. പ്രോകാരിയോട്സിലല്ല, യൂകാരിയോട്സിൽ നമുക്ക് റെഗുലേറ്റ്
അപ്രിഷിയേറ്റ് ചെയ്യാൻ പറ്റും. അടുത്തത് ഒബ്സർവ് ദ ഫിഗർ ഗിവൺ ബിലോ, ഐഡൻറ്റിഫൈ ദ പ്രോസസ് ഇൻ ദിസ്. നമുക്കറിയാം ദിസ് ഈസ് ആക്ച്വലി റെപ്ലിക്കേഷൻ ആണ് അല്ലേ. നൗ റൈറ്റ് ദ പെക്യുലിയാരിറ്റീസ് ഓഫ്, ഈ ബാക്കിയെല്ലാം ഞാൻ ഇന്നലെ പഠിപ്പിച്ചത് തന്നെയാണ്. പുതിയതായിട്ടിവിടെ പറയുന്നത് എന്താണ്? റൈറ്റ് ദ പെക്യുലിയാരിറ്റീസ് ഓഫ് ന്യൂലി സിന്തസൈസ്ഡ് ഡോട്ടർ സ്ട്രാൻഡ്സ്. എന്താണ് ന്യൂലി സിന്തസൈസ്ഡ് ഡോട്ടർ സ്ട്രാൻഡുകളുടെ അല്ലെങ്കിൽ ഡോട്ടർ ഡി എൻ എകളുടെ പ്രത്യേകത? ദ ന്യൂലി സിന്തസൈസ്ഡ് ഡി എൻ എ വിൽ ബി ഹാവിങ് വൺ പാരൻ്റൽ സ്ട്രാൻഡ് അല്ലേ, അതാണ് സെമി കൺസർവേറ്റീവ് എന്ന് പറയുന്നത്. വൺ പാരൻ്റൽ സ്ട്രാൻഡ് ആൻഡ് വൺ ന്യൂലി സിന്തസൈസ്ഡ് സ്ട്രാൻഡ് അല്ലേ. ഒരു ന്യൂലി സിന്തസൈസ്ഡ് സ്ട്രാൻഡും ഒരു പാരൻ്റൽ സ്ട്രാൻഡും ഉണ്ടാവും. ഇതാണ് ഡി എൻ എ റെപ്ലിക്കേഷൻ നടന്ന് പുതിയതായി കിട്ടുന്ന ഡി എൻ എകളുടെ പ്രത്യേകത എന്ന് പറയുന്നത്. വൺ ഈസ് ദ പാരൻ്റൽ സ്ട്രാൻഡ് ആൻഡ് വൺ ഈസ് ന്യൂലി സിന്തസൈസ്ഡ് സ്ട്രാൻഡ്. സെറ്റ് അല്ലേ മക്കളെ? ദാറ്റ്സ് ഇറ്റ്. റെഡി അല്ലേ? ബാക്കി നമ്മൾ ഓൾറെഡി ഇന്നലെ ഡിസ്കസ് ചെയ്തതാണ്. ഓക്കെ, ദാറ്റ്സ് ഇറ്റ്. അടുത്ത് ഒബ്സർവ് ദ ഡയഗ്രാം ഓഫ് ഡബിൾ സ്ട്രാൻഡ് ഡി എൻ എ സ്ട്രാൻഡ്. ഈ ഡയഗ്രാം നോക്ക്, ഇതിലെ ബോണ്ടുകളാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. ഓരോ ബോണ്ടുകളും ഐഡൻറ്റിഫൈ ചെയ്യാനാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. പറഞ്ഞേ മക്കളെ, ലുക്ക് അറ്റ് ദിസ് ബോണ്ട്. വാട്ട് ഈസ് ദിസ് ബോണ്ട്? നോക്ക്, ഈ ബോണ്ട് ഏതാ? ഫോസ്ഫേറ്റിൻ്റെയും പെൻഡോസ് ഷുഗറിൻ്റെയും ഇടയിലുള്ള ഈ ബോണ്ട്. വാട്ട് ഈസ് ദിസ് ബോണ്ട്? വേഗം പറ. യെസ്, വെരി ഗുഡ്. ഫോസ്ഫോ എസ്റ്റർ ബോണ്ട് അല്ലേ. ഫോസ്ഫോ ഡൈഎസ്റ്റർ ബോണ്ടാണോ? അല്ല, ഫോസ്ഫോ എസ്റ്റർ ബോണ്ടാണ്. ദിസ് ഈസ് ഫോസ്ഫോ എസ്റ്റർ ബോണ്ട്. ഇനി നോക്ക്, വാട്ട് ഈസ് ദിസ്? എ എന്ന് പറയുന്നത് നമ്മുടെ നൈട്രജൻ ബേസുകൾക്ക് ഇടയിലുള്ള ബോണ്ടാണ്. സോ വാട്ട് ഈസ് ദിസ്? നൈട്രജൻ ബേസുകൾക്ക് ഇടയിലുള്ള ബോണ്ടിൻ്റെ പേരെന്താ? വെരി ഗുഡ്, ഹൈഡ്രജൻ ബോണ്ടാണ് അല്ലേ. ഹൈഡ്രജൻ ബോണ്ടാണ് നൈട്രജൻ ബേസിൻ്റെ ഇടയിലുള്ള ബോണ്ട്. ഇനി വാട്ട് ഈസ് ദിസ് ബോണ്ട്? രണ്ട് ന്യൂക്ലിയോടൈഡുകൾക്ക് ഇടയിലുള്ള ബോണ്ട്. കണ്ടോ, രണ്ട് ന്യൂക്ലിയോടൈഡുകളെ ചേർത്ത് വെക്കുന്ന ബോണ്ട്. സോ വാട്ട് ഈസ് ദിസ്? ഈ രണ്ട് ന്യൂക്ലിയോടൈഡുകളെ ചേർത്ത് വെക്കുന്ന ബോണ്ട് ഏതാടാ? ഫോസ്ഫോ ഡൈഎസ്റ്റർ ആണോ ഫോസ്ഫോ എസ്റ്റർ ആണോ? വെരി ഗുഡ്, ഫോസ്ഫോ എസ്റ്റർ ബോണ്ടാണല്ലേ. ദിസ് ഈസ് ഫോസ്ഫോ എസ്റ്റർ ബോണ്ട്. നൗ ലാസ്റ്റ് ബോണ്ട് ഇതാ നോക്കൂ, ദ ബോണ്ട് ബിറ്റ്വീൻ ദിസ് ഈസ് യുവർ നൈട്രജൻ ബേസ് ആൻഡ് ദിസ് ഈസ് പെൻഡോസ് ഷുഗർ. പെൻഡോസ് ഷുഗറിൻ്റെയും നൈട്രജൻ ബേസിൻ്റെയും ഇടയിലുള്ള ബോണ്ട് ഏതാണെന്നാണ് ചോദിച്ചത്. സോ വാട്ട് ഈസ് ദിസ്? വെരി ഗുഡ്, എൻ ഗ്ലൈക്കോസിഡിക് ബോണ്ട് അല്ലേ. എൻ ഗ്ലൈക്കോസിഡിക് ബോണ്ട്. സെറ്റാണോ മക്കളെ? എൻ ഗ്ലൈക്കോസിഡിക് ബോണ്ട്. അപ്പോൾ നമുക്ക് ആക്ച്വലി നമ്മൾ 4 ബോണ്ടുകളാണ് ഇവിടെ കണ്ടിട്ടുള്ളത്. ഒന്ന്, ലുക്ക്, ജസ്റ്റ് ഒരു ഫോസ്ഫേറ്റിൻ്റെയും നോക്കൂ, ഒരു ഫോസ്ഫേറ്റിൻ്റെയും പെൻഡോസിൻ്റെയും ഇടയിലുള്ള ബോണ്ട് നോക്ക്. ദിസ് ഈസ് വൺ ഫോസ്ഫേറ്റ് ആൻഡ് ദിസ് ഈസ് പെൻഡോസ്. അതിൻ്റെ ഇടയിലുള്ള ബോണ്ട് ഏതാ? ഫോസ്ഫോ എസ്റ്റർ ബോണ്ട്. ഇനി ഇത് ഒരു നൈട്രജൻ ബേസ്, അടുത്ത നൈട്രജൻ ബേസ്, അവർക്കിടയിലുള്ള ബോണ്ട് ഏതാ? ഹൈഡ്രജൻ ബോണ്ട്. ഇനി ദ ബോണ്ട് ബിറ്റ്വീൻ പെൻഡോസ് ഷുഗർ ആൻഡ് നൈട്രജൻ ബേസ്. ദിസ് ഈസ് പെൻഡോസ് ഷുഗർ, ദിസ് ഈസ് നൈട്രജൻ ബേസ്. വാട്ട് ഈസ് ദിസ് ബോണ്ട്? എൻ ഗ്ലൈക്കോസിഡിക് ബോണ്ട്. Now the bond between this is one nucleotide another nucleotide. കണ്ടോ, രണ്ട് ന്യൂക്ലിയോടൈഡുകൾക്കിടയിലുള്ള ബോണ്ട്, അതാണ് ഇങ്ങനെ കാണിച്ചിട്ടുള്ളത്. ദിസ് ബോണ്ട് ഈസ് കോൾഡ് ഫോസ്ഫോ ഡൈഎസ്റ്റർ ബോണ്ട്. ശരിയല്ലേ മക്കളെ? ഫോസ്ഫോ ഡൈഎസ്റ്റർ ബോണ്ട്. സെറ്റാണോ? അപ്പോൾ ഇത് നമ്മളോട് പരീക്ഷയ്ക്ക് ചോദിക്കാൻ പോസിബിലിറ്റി ഉള്ള ഒരു ചോദ്യമാണ്. അയ്യോ, ഇതെന്തോ പറ്റിപ്പോയല്ലോ. സോ ലുക്ക്, ഇതിനകത്തുള്ള സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിലേതാണ് നോർമൽ ബീറ്റാ ഗ്ലോബിൻ ചെയിൻ, ഏതാണ് അബ്നോർമൽ ബീറ്റാ ഗ്ലോബിൻ? ഞാൻ ചോദ്യം എന്തോ മാസ്കായി പോയെന്ന് തോന്നുന്നു. ഐ എം റിയലി സോറി ഫോർ ദാറ്റ്. ഇതിലേതാണ് നോർമൽ ബീറ്റാ ഗ്ലോബിൻ ചെയിൻ, അബ്നോർമൽ ബീറ്റാ ഗ്ലോബിൻ ചെയിൻ ഏതാണ്? പറഞ്ഞോളൂ. വിച്ച് വൺ ഈസ് നോർമൽ ആൻഡ് വിച്ച് ഈസ് അബ്നോർമൽ? നോക്കൂ, 6ാമത്തെ പൊസിഷനിൽ ഗ്ലൂട്ടാമിക് ആസിഡ്, 6ാമത്തെ പൊസിഷനിൽ ഗ്ലൂട്ടാമിക് ആസിഡ് ഉണ്ട്. സോ ദിസ് ഈസ് നോർമൽ അല്ലേ. ഇത് നോർമലാണ്. 6ാമത്തെ പൊസിഷനിൽ ഗ്ലൂട്ടാമിക് ആസിഡ് ഉണ്ടെങ്കിൽ ഇത് നോർമലാണ്. അവിടെ വാലിൻ വന്നു കഴിഞ്ഞാൽ ഇതാണ് എന്ത്? സിക്കിൾ സെൽ അനീമിയയുള്ള കേസ് എന്ന് പറയുന്നത് ഇതാണ്. സെറ്റ് അല്ലേ? ദാറ്റ്സ് ഇറ്റ്. ഓക്കെ, സബ്സ്റ്റിറ്റ്യൂഷൻ ഓഫ് ഗ്ലൂട്ടാമിക് ആസിഡ് ബൈ വാലിൻ അറ്റ് ദ 6th പൊസിഷൻ ഓഫ് ബീറ്റാ ഗ്ലോബിൻ ചെയിൻ അല്ലേ. ബീറ്റാ ഗ്ലോബിൻ ചെയിൻ്റെ 6th പൊസിഷനിലാണ് ഇത് സംഭവിക്കുന്നത്. അപ്പോൾ ഇതിലുള്ള പ്രശ്നം എന്താ? ഇങ്ങനെ ഉണ്ടായിക്കഴിഞ്ഞാൽ നമ്മുടെ നോർമൽ ആർ ബി സിയുടെ ഷേപ്പ് എന്താ പറയുക നിങ്ങൾക്ക്? ബൈകോൺകേവ് ഡിസ്ക് ഷേപ്പാണ്. ബൈകോൺകേവ് ഡിസ്ക് ഷേപ്പാണ് നോർമൽ ആർ ബി സി എന്ന് പറയുന്നത്. പക്ഷേ സിക്കിൾ സെൽ അനീമിയയിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ദ ആർ ബി സി ബിക്കം സിക്കിൾ ഷേപ്പ്ഡ്. ആർ ബി സി എന്തായിട്ട് മാറും? അരിവാളിൻ്റെ ഷേപ്പിലേക്ക്, ഈ ഒരു ഷേപ്പിലേക്ക് മാറും. ദ ആർ ബി സി ബിക്കം സിക്കിൾ ഷേപ്പ്ഡ്. ഓക്കെ, ആർ ബി സി സിക്കിൾ ഷേപ്പ്ഡ് ആയിട്ട് മാറും. ആൻഡ് ദാറ്റ് ലീഡ് ടു പ്രോബ്ലംസ്. അതാണ് മറ്റ് പ്രോബ്ലങ്ങളിലേക്ക് നയിക്കുന്നത്. നോ, ആർ എൻ എ ഡൈജസ്റ്റിംഗ് എൻസൈം, ആർ എൻ എനെ ഡൈജസ്റ്റ് ചെയ്യുന്ന, ആർ എൻ എനെ ബ്രേക്ക് ചെയ്യുന്ന എൻസൈമുകളെ നമ്മൾ എന്താ വിളിക്കുക? വേഗം പറ. ആർ എൻ എ ഡൈജസ്റ്റിംഗ് എൻസൈം. വെരി ഗുഡ്, ആർ എൻ എയ്സ് എന്നാണല്ലേ പറയുക. ഡി എൻ എനെ ഡൈജസ്റ്റ് ചെയ്യുന്ന എൻസൈമുകളെയോ നമുക്ക് ഡി എൻ എയ്സ് എന്ന് വിളിക്കാം. പ്രോട്ടീൻ ഡൈജസ്റ്റിംഗ് എൻസൈമുകളെ പ്രോട്ടിയേസ് എന്ന് വിളിക്കാം അല്ലേ. അടുത്തത്, റൈറ്റ് ഡൗൺ എനി 4 സാലിയൻറ്റ് ഫീച്ചേഴ്സ് ഓഫ് ജനറ്റിക് കോഡ്. ജനറ്റിക് കോഡിൻ്റെ ഏതെങ്കിലും 4 സാലിയൻറ്റ് ഫീച്ചറുകൾ എഴുതാൻ പറയാം. നമുക്കറിയാം ഇറ്റ് ഈസ് യൂണിവേഴ്സൽ ആണ് ജനറ്റിക് കോഡ്. AUG ഈസ് എ ഇനീഷ്യേറ്റർ കോഡ് ആൻഡ് കോഡ് ഫോർ മെത്തിയോണിൻ, നമ്മൾ ഇന്നലെ പഠിച്ചതാണ്. അതുപോലെ there are 3 സ്റ്റോപ്പ് കോഡോൺസ് നമ്മൾ പഠിച്ചതാണ് അല്ലേ. അതുപോലെ നിങ്ങൾ വേണമെങ്കിൽ ഒരു പോയിന്റ് കൂടെ പഠിച്ചോ. ലുക്ക്,
ദാറ്റ് ഈസ് ദ ജനറ്റിക് കോഡ് ഈസ് റെഡ് ഇൻ എ കണ്ടിന്യൂസ് ഫാഷൻ, അല്ലെങ്കിൽ കണ്ടിന്യൂസ് ഫാഷൻ. ഒരു കോഡോൺ കഴിഞ്ഞാൽ അടുത്ത കോഡോൺ, അടുത്ത കോഡോൺ, അടുത്ത കോഡോൺ, ഇങ്ങനെ ദ ജനറ്റിക് കോഡ് ഈസ് റീഡ് അല്ലെങ്കിൽ റെഡ് ഇൻ എ കണ്ടിന്യൂസ് ഫാഷൻ. കണ്ടിന്യൂസ് എന്ന് പറഞ്ഞാൽ കണ്ടിന്യൂസ് ഫാഷനിലാണ് റീഡ് ചെയ്യുന്നത്. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ പറയാം ജനറ്റിക് കോഡ് ഈസ് ഡീജനറേറ്റ് കേട്ടാ. ഡീജനറേറ്റ് ഇന്നലെ പഠിക്കാത്ത പുതിയ ഒരു ഫീച്ചറോട് പഠിച്ചോ. ജനറ്റിക് കോഡ് ഈസ് ഡീജനറേറ്റ്. ജനറ്റിക് കോഡ് എന്താണ്? ഡീജനറേറ്റ് ആണ്. ജനറ്റിക് കോഡ് ഡീജനറേറ്റ് ആണ്. ഓക്കെ, സെറ്റ് അല്ലേ? അടുത്തത് look, sex linked recessive disorder that affect clotting of blood. ബ്ലഡ് ക്ലോട്ടിങ്ങിനെ അഫക്റ്റ് ചെയ്യുന്ന സെക്സ് ലിങ്ക്ഡ് റെസസീവ് ഡിസീസ്, ബ്ലഡ് ക്ലോട്ടിങ് അഫക്റ്റ് ആവുന്ന ഡിസീസ് ഏതാ കുട്ടികളെ? ഹീമോഫീലിയ അല്ലേ? ഹീമോഫീലിയയാണ്. അടുത്തത് നോക്കൂ മക്കളെ. ലുക്ക്, ദ ഡിസോർഡർ ബൈ സബ്സ്റ്റിറ്റ്യൂഷൻ ഓഫ് ഗ്ലൂട്ടാമിക് ആസിഡ് ബൈ വാലിൻ അറ്റ് 6th പൊസിഷൻ. ഏതാ കുട്ടികളെ? സിക്കിൾ സെൽ അനീമിയയാണ്. അടുത്തത് ഇൻബോൺ എറർ ഓഫ് മെറ്റബോളിസം. ഇൻബോൺ എറർ ഓഫ് മെറ്റബോളിസം ഏതാ കുട്ടികളെ? വെരി ഗുഡ്, നമ്മുടെ ഫിനൈൽ കീറ്റോൺയൂറിയയാണ് അല്ലേ? ദാറ്റ്സ് ഇറ്റ്. ഓക്കെ, 3 മാർക്കിൻ്റെ 2022 ചോദ്യമാണ് കേട്ടോ. 2022 ചോദ്യമാണ്. അടുത്ത് ഡിസ്റ്റിങ്വിഷ് ബിറ്റ്വീൻ മെയിൽ ഹെറ്റിറോഗാമിറ്റി ആൻഡ് ഫീമെയിൽ ഹെറ്റിറോഗാമിറ്റി. റൈറ്റ് വൺ എക്സാമ്പിൾ ഓഫ് ഈച്ച്. എന്താ? ഇൻ മെയിൽ ഹെറ്റിറോഗാമിറ്റി മെയിൽ പ്രൊഡ്യൂസ് 2 ഡിഫറൻറ്റ് ടൈപ്പ് ഓഫ് ഗാമീറ്റ്സ് അല്ലേ? ആരാണ് 2 ഡിഫറെൻറ്റ് ടൈപ്പ് ഗാമീറ്റ്സിനെ ഉണ്ടാക്കുന്നത്? അതാണ് നമ്മൾ മെയിൽ ഹെറ്റിറോഗാമിറ്റി. ഇപ്പോൾ മനുഷ്യരുടെ കേസിൽ മെയിൽ XX ആണ്, മെയിൽ XY ആണ്, ഫീമെയിൽ XX ആണ്. സോ ഗാമീറ്റ് ഉണ്ടാകുന്ന സമയത്ത് മെയിൽ പ്രൊഡ്യൂസ് എക്സ് ഉള്ള ഗാമീറ്റ്, വൈ ഉള്ള ഗാമീറ്റ്. ബട്ട് ഫീമെയിൽ പ്രൊഡ്യൂസ് ഓൺലി ഗാമീറ്റ് വിത്ത് എക്സ്. ഒരൊറ്റ ടൈപ്പ് ഗാമീറ്റിനെ അല്ലേ ഫീമെയിൽ നമ്മുടെ കേസിൽ ഉണ്ടാക്കുന്നുള്ളൂ. ബട്ട് മെയിൽ പ്രൊഡ്യൂസ് 2 ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഗാമീറ്റ്. ബട്ട് ഇൻ കേസ് ഓഫ് ഫീമെയിൽ ഹെറ്റിറോഗാമിറ്റി ഫീമെയിൽ പ്രൊഡ്യൂസ് 2 ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് എൻസൈം വിച്ച് ഈസ് സീൻ ഇൻ ബേർഡ്സ്. ബേർഡ്സിൻ്റെ കേസിലാണ് നമ്മൾ കാണുന്നത് അല്ലേ? നൗ ലുക്ക്, യെസ്, ഷോർട്ട് സ്റ്റാച്ചുവേർഡ് ആയിട്ടുള്ള ആള്, സ്മോൾ റൗണ്ട് ഹെഡ്, ഫറോവ്ഡ് ടങ്ക് ആൻഡ് പാർഷ്യലി ഓപ്പൺ മൗത്ത്. ബുദ്ധിയും കുറവായിരിക്കും. ഇങ്ങനെ ഉണ്ടാവും. ഓക്കെ, ഹൂ ഈസ് ദാറ്റ്? നെയിം ദാറ്റ് ഡിസോർഡർ. പാർഷ്യലി ഓപ്പൺ മൗത്ത്, ഫറോവ്ഡ് ടങ്ക്. ഓക്കെ, ചെറിയ ഹെഡ് എന്നൊക്കെ പറഞ്ഞാൽ മനസ്സിലാവണം. വെരി ഗുഡ്, ഡൗൺ സിൻഡ്രോം ആണ് അല്ലേ? ഡൗൺ സിൻഡ്രോം ആണ്. റൈറ്റ് ദ ക്രോമസോമൽ കോമ്പോസിഷൻ. എന്താ? 45A+XX ഓർ 45A+XY. ദാറ്റ് ഈസ് ട്രൈസോമി ഓഫ് 21st ക്രോമസോം. അടുത്തൊരു ചോദ്യം നോക്ക്. നമ്മൾ ഒരിക്കൽ ഡിസ്കസ് ചെയ്ത ചോദ്യം കേട്ടോ. നമുക്ക് ഒരു ഡൈഹൈബ്രിഡ് ക്രോസിലെ F2 റേഷ്യോ ആണ് തന്നിട്ടുള്ളത്. കേട്ടോ. ആ F2 റേഷ്യോ എങ്ങനെയാണെന്ന് നോക്ക്. 63:21:21:7. അതായത് ഞാനതിന് ഒന്ന് മാറ്റി എഴുതിയതാണ്. 63 ഉണ്ട്, 21 ഉണ്ട്, 7 ഉണ്ട് കേട്ടോ. ഇതാണ് F2ലെ റേഷ്യോ. ഇനി നമ്മളോട് ചോദിച്ചിട്ടുള്ളത് ഇതിലെ ഹോമോസൈഗസ് റെസസീവ് പ്ലാന്റ് ഏതാണെന്നാണ്. എടാ, നമ്മൾ മെൻ്റലിൻ്റെ ഡൈഹൈബ്രിഡ് ക്രോസിൽ അദ്ദേഹത്തിൻ്റെ റേഷ്യോ എന്തായിരുന്നു പറയുന്നത്? 9:3:3:1 ആയിരുന്നു. ഇതിലെ ഓരോരുത്തരും നമുക്കറിയാം 9 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരുന്നു കുട്ടികളെ? റൗണ്ട് യെല്ലോ ആയിരുന്നു. ഇത് റൗണ്ട് ഗ്രീന്, ഇത് റിങ്കിൾഡ് യെല്ലോ. ദിസ് വാസ് റിങ്കിൾഡ് ഗ്രീൻ അല്ലേ? റിങ്കിൾഡ് ഗ്രീൻ എന്ന് പറഞ്ഞാൽ സ്മോൾ വൈ ആണ്. അയാളാണ് ഹോമോസൈഗസ് റെസസീവ് ആയിട്ടുള്ള ആൾ. ഈ കൂട്ടത്തിൽ ആരാന്ന് വെച്ചാൽ സ്മോൾ വൈ ആണ് മെൻ്റലിൻ്റെ മോണോ ഹൈബ്രിഡ് ക്രോസിൽ. ഓക്കെ, ആ റേഷ്യോ മെൻ്റലിൻ്റെ ഡൈഹൈബ്രിഡ് ക്രോസിൽ ആ റേഷ്യോ നമുക്കറിയാം. പക്ഷെ നമ്മുടെ ചോദ്യത്തിലെ റേഷ്യോ അങ്ങനെയല്ല. ചോദ്യത്തിൽ 63:21:21:7 ആണ്. അപ്പോൾ ഇത് നോക്കൂ, ഇതിനൊരു പ്രത്യേകത. ഇതിനെല്ലാം നിങ്ങൾ എന്ത് ചെയ്യാമെന്നറിയോ? ഒരു റേഷ്യോ നമ്മൾ എഴുതുമ്പോൾ ഏറ്റവും ചെറുതാക്കി എഴുതണം എന്നുണ്ടെങ്കിൽ ആ കൂട്ടത്തിലെ ഏറ്റവും ചെറിയ ആളെ എല്ലാവരെ കൊണ്ടും നിങ്ങൾ ഡിവൈഡ് ചെയ്യുക. അപ്പോൾ 7നെ 7 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ എന്തായിട്ട് മാറും കുട്ടികളെ? 1 ആയിട്ട് മാറും. 21നെ 7 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 3 ആയിട്ട് മാറും. അടുത്ത 21 ഡിവൈഡ് ചെയ്താൽ 3 ആയിട്ട് മാറും. 63നെ ഡിവൈഡ് ചെയ്താൽ 9 ആയിട്ട് മാറും. സോ ലുക്ക്, ഈ 7 എന്ന് പറയുന്ന ആളായിരിക്കും ഇതിന് കറസ്പോണ്ടിങ് ആയിട്ട് സ്മോൾ വൈക്ക്. സോ ഇയാളാണ് ഹോമോസൈഗസ് റെസസീവ്. സെറ്റല്ലേ? ഇയാളാണ് ഹോമോസൈഗസ് റെസസീവ്. അടുത്തത് നോക്കൂ, ബ്ലഡ് ഗ്രൂപ്പ് ഓഫ് ഹസ്ബൻഡും വൈഫും O ആണ്. ഹസ്ബൻഡ് O ആണെന്ന് പറഞ്ഞാൽ സ്മോൾ ഐ, വൈഫ് O ആണെന്ന് പറഞ്ഞാൽ സ്മോൾ ഐ. അങ്ങനെയാണെങ്കിൽ ഇവിടുന്ന് ഒരൊറ്റ ടൈപ്പ് ഗാമീറ്റ് ഉണ്ടാവുള്ളൂ, സ്മോൾ ഐ ഉള്ള ഗാമീറ്റ്. ഇവിടുന്ന് ഒരൊറ്റ ടൈപ്പ് ഗാമീറ്റ് ഉണ്ടാവുള്ളൂ, സ്മോൾ ഐ. അത് ഫ്യൂസ് ചെയ്താൽ ഉണ്ടാവുന്ന കുട്ടികളൊക്കെ എന്തായിരിക്കും? O ഗ്രൂപ്പ് മാത്രമായിരിക്കും. സോ വാട്ട് ആർ ദ പോസിബിൾ ബ്ലഡ് ഗ്രൂപ്പ് ഓഫ് ചിൽഡ്രൻ? ഏതാ? O ഗ്രൂപ്പ് മാത്രം. അടുത്തത്, വെദർ എനി ചേഞ്ച് ഇൻ ബ്ലഡ് ഗ്രൂപ്പ് ഇഫ് ദേ ആർ ഹാവിങ് ഡോട്ടേഴ്സ് ഇൻസ്റ്റെഡ് ഓഫ് സൺ. ഇവർക്ക് ഇനി ആൺകുട്ടികളല്ല പെൺകുട്ടികളാണ് ഉണ്ടായതെങ്കിൽ ബ്ലഡ് ഗ്രൂപ്പ് മാറുമോ
എന്നാ ചോദ്യം. ആൺകുട്ടിയായാലും പെൺകുട്ടിയായാലും എന്താ ബ്ലഡ് ഗ്രൂപ്പിൽ നമ്മൾ ഇതുവരെ കുട്ടികളുടെ സെക്സിന്റെ കാര്യം നമ്മൾ പറഞ്ഞിട്ടുണ്ടോ? ഇല്ല. സോ ഇറസ്പെക്റ്റീവ് ഓഫ് സെക്സ് ബ്ലഡ് ഗ്രൂപ്പ് ഈസ് നോട്ട് ഡിപ്പെൻഡന്റ് ഓൺ സെക്സ്. സോ ദർ വിൽ ബി നോ ചേഞ്ച് അല്ലെ, ഒരു ചേഞ്ചും ഉണ്ടാവില്ല ആൺകുട്ടിയായാലും പെൺകുട്ടിയായാലും ഒന്നും. യെസ്, വെരി ഗുഡ്. അടുത്തത് ഡിഫറെൻറ്റ് കോൺട്രാസെപ്റ്റീവ് മെത്തേഡ്സ് ആർ യൂസ്ഡ് ടു കൺട്രോൾ പോപ്പുലേഷൻ എക്സ്പ്ലോഷൻ. സമ്മറൈസ് നാച്ചുറൽ മെത്തേഡ്സ് ആൻഡ് ബാരിയർ മെത്തേഡ്സ് അല്ലെ. നാച്ചുറൽ മെത്തേഡ് ഏതൊക്കെയാണ് നിങ്ങൾക്കറിയാം? ലാക്ടേഷണൽ അമെനോറിയ, പിന്നെ ഏതാ മക്കളെ? കോയിറ്റസ് ഇൻറ്ററപ്റ്റസ് അല്ലെ, കോയിറ്റസ് ഇൻറ്ററപ്റ്റസ് അല്ലെ. പിന്നെ അടുത്ത ഏതാ? പീരിയോഡിക് ആബ്സ്റ്റിനൻസ് അല്ലെ, പീരിയോഡിക് ആബ്സ്റ്റിനൻസ്. സോ ദീസ് ആർ ദ നാച്ചുറൽ മെത്തേഡ്സ് അല്ലെ. നൗ ബാരിയർ മെത്തേഡുകൾ ഏതൊക്കെയാണ് കുട്ടികളെ? വെരി ഗുഡ്, വി ഹാവ് കോണ്ടം, അതുപോലെ തന്നെ വാൾസ്, അതുപോലെ സെർവൈക്കൽ ക്യാപ്സ് അല്ലെ, സെർവൈക്കൽ ക്യാപ്സ്. ജസ്റ്റ് ഈ പേര് എഴുതിയാൽ പോലും മാർക്ക് കിട്ടും. കാരണം എന്താ? 2 മാർക്ക് ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ അത് രണ്ടും പേര് എഴുതി വെച്ചാൽ പോലും മതിയായിരിക്കും. അടുത്തത് വാട്ട് ഈസ് ART? ART എന്ന് പറഞ്ഞാൽ എന്താ? അസിസ്റ്റഡ് റീപ്രൊഡക്റ്റീവ് ടെക്നോളജീസ് അല്ലെ, അസിസ്റ്റഡ് റീപ്രൊഡക്റ്റീവ് ടെക്നോളജീസ്. അതാണ് ART ഫുൾ ഫോം ചോദിക്കൂട്ടാ, അസിസ്റ്റഡ് റീപ്രൊഡക്റ്റീവ് ടെക്നോളജീസ്. അടുത്തത് കാറ്റഗറൈസ് ദ ഫോളോയിങ് ART ബേസ്ഡ് ഓൺ ദിയർ അപ്ലിക്കേഷൻ ഇൻ മെയിൽ സ്റ്റെറിലിറ്റി ആൻഡ് ഫീമെയിൽ സ്റ്റെറിലിറ്റി. നോക്കൂ, ഗിഫ്റ്റ് നമ്മൾ ആരുടെ കേസിലാണ്? ഫീമെയിൽ സ്റ്റെറിലിറ്റി എന്ന് പറഞ്ഞാൽ കുട്ടീനെ ഉണ്ടാക്കാൻ കഴിവില്ലാതിരിക്കുക. ആരുടെ കേസിൽ നമ്മൾ ഗിഫ്റ്റ് യൂസ് ചെയ്യുന്നത് കുട്ടികളെ? ഇൻ കേസ് ഓഫ് ഫീമെയിൽ സ്റ്റെറിലിറ്റി, ഫീമെയിലിൻ്റെ പ്രശ്നം ഉണ്ടാകുമ്പോഴാണ് നമ്മളിത് യൂസ് ചെയ്യുന്നത്. ഇതിന് ആർട്ടിഫിഷ്യൽ ഇൻസെമിനേഷൻ നമ്മൾ ആരുടെ കേസിലാണ് യൂസ് ചെയ്യുന്നത് കുട്ടികളെ? ഇൻ കേസ് ഓഫ് വാട്ട്? മെയിൽ സ്റ്റെറിലിറ്റി. ശരിയാണോ? മെയിൽ സ്റ്റെറിലിറ്റിയുടെ കേസിലാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ, സോ ദാറ്റ്സ് ഇറ്റ്. അടുത്തത് one couple came to know that they have a girl child during 4th month of pregnancy. 4ാം മാസമായപ്പോൾ ഗേൾ ചൈൽഡ് ആണെന്നൊരു കപ്പിളിന് മനസ്സിലായി. ആൻഡ് ദേ ഡിസൈഡഡ് ടു MTP. ഇപ്പോൾ ഇതിൽ കുറച്ച് മുമ്പ് ഞാനൊരു കമൻറ്റ് സെക്ഷനിൽ ഒരു കമൻറ്റ് കണ്ടിരുന്നു, പറ്റ വൃത്തിയായിട്ട കമൻറ്റ്. ഇവനെല്ലാം ഉണ്ടാകുന്നതിന് മുമ്പ് ഇവൻ്റെ അച്ഛനും അമ്മയും MTP ചെയ്യേണ്ടതായിരുന്നു എന്നാണ് എൻ്റെ അഭിപ്രായം കേട്ടോ. ഇത്ര വൃത്തിയായിട്ട കമൻറ്റൊക്കെ ഈ കുട്ടികൾ ക്ലാസ് കേട്ടുകൊണ്ടിരിക്കുന്ന പരീക്ഷയുടെ അന്ന് രാവിലെ വന്ന് ഇടണം എന്നുണ്ടെങ്കിൽ അവരൊക്കെ MTP 4ാം മാസത്തിൽ ചെയ്യേണ്ടതായിരുന്നു. പക്ഷേ ഇവിടുത്തെ ചോദ്യം അതല്ല അല്ലേ. നിങ്ങളെ അഭിപ്രായം എന്താ? ഒന്ന് കമൻറ്റ് ചെയ്ത് നിങ്ങളെ അഭിപ്രായം. കുറച്ച് മുന്നേ ഇതിനകത്തൊരു വൃത്തിയായിട്ട കമൻറ്റ് ചെയ്യാൻ കണ്ടോ, അതുകൊണ്ടാണ് പറഞ്ഞത്. വൺ കപ്പിൾ കെയിം ടു നോ ദാറ്റ് ദേ ഹാവ് എ ഗേൾ ചൈൽഡ്. പെൺകുട്ടിയാണെന്ന് അറിഞ്ഞപ്പോൾ 4ാം മാസം MTP ചെയ്യാൻ നിന്നു. സോ നിങ്ങൾ എഗ്രി ചെയ്യുന്നുണ്ടോ? വി വോണ്ട് എഗ്രി അല്ലേ, നമ്മൾ എഗ്രി ചെയ്യത്തില്ല. പക്ഷേ എങ്ങനത്തെ ആളുകളാണ് ഉണ്ടാകുന്നതെന്ന് അറിയുമെങ്കിൽ നമ്മൾ തുടക്കത്തിൽ MTP ചെയ്യും. സോ വാട്ട് ഈസ് MTP? എന്താ MTP എന്ന് പറഞ്ഞാൽ? മെഡിക്കൽ, നിങ്ങളുടെ അഭിപ്രായം പറയും ഞാൻ പറഞ്ഞ കാര്യത്തിൽ. മെഡിക്കൽ ടെർമിനേഷൻ ഓഫ് പ്രഗ്നൻസി ആണ് അല്ലേ. നൗ അറ്റ് വിച്ച് സ്റ്റേജ് ഓഫ് പ്രഗ്നൻസി MTP റിലേറ്റീവ്ലി സേഫ്? എപ്പോഴാണ് മക്കളെ MTP ആദ്യം അയാളെ തന്നെ ഉദ്ദേശിച്ചത്. MTP റിലേറ്റീവ്ലി സേഫ് എപ്പോഴാണ് കുട്ടികളെ? ഫസ്റ്റ് ട്രൈമസ്റ്ററിലാണ് MTP റിലേറ്റീവ്ലി സേഫ് ആയിട്ടുള്ളത്. നൗ ഹൗ വിൽ യു റെസ്പോണ്ട് ടു ദ ഡിസിഷൻ ഓഫ് ഫീമെയിൽ ഫീറ്റിസൈഡ് ബൈ ദ കപ്പിൾ? അടിച്ച് ചെള്ള അങ്ങ് പൊളിച്ചാളൂ അല്ലേ. ചെള്ള എന്ന് പറഞ്ഞാൽ മോന്ത, അങ്ങനെയല്ലേ നമ്മൾ റിയാക്ട് ചെയ്യുക. ഹൗ വിൽ യു റെസ്പോണ്ട്? ദിസ് ഡിസിഷൻ ഈസ് കംപ്ലീറ്റ്ലി റോങ്. യു എന്താ പറയുക, യു വോണ്ട് ബി ഡൂയിങ് ദാറ്റ്. അത് ചെയ്യാൻ നിങ്ങൾ പാടില്ല അല്ലേ. ഈ കാര്യങ്ങൾ നമ്മൾ പറയാം. ദർ വിൽ ബി ഈക്വൽ ഓപ്പർച്യൂണിറ്റീസ് ഫോർ മെയിൽ ആൻഡ് ഫീമെയിൽ ചൈൽഡ് അല്ലേ. രണ്ടുപേരും ഒരുപോലെ കഴിവുള്ള ആളുകളാണ്. അതിന് കാര്യങ്ങളൊക്കെ നമ്മൾ പറയും അല്ലേ. അതിനെ അടിച്ച് താലയൊക്കെ അടിച്ച് പൊളിക്കും. അതാണ് നമ്മുടെ റെസ്പോൺസ്. നോ, അങ്ങനെയൊന്നും എഴുതരുത് കേട്ടോ. കാര്യം ഇങ്ങനെ പറഞ്ഞു കൊടുക്കുന്നൊക്കെ എഴുതാ. അടുത്ത് സെലക്ട് ഓഡ് വൺ. ഈ കൂട്ടത്തിൽ ഓഡ് വൺ ഏതാണെന്ന് ചോദിച്ചു. നിങ്ങൾ തന്നെ ആൻസർ പറഞ്ഞായിരുന്നേ. ഓക്കെ, റെറ്റിയ ടെസ്റ്റിസ് ഉണ്ട്, വാസ എഫറൻഷ്യ ഉണ്ട്, വാസ് ഡിഫറൻസ് ഉണ്ട്, ഫെലോപ്പിയൻ ട്യൂബ് ഉണ്ട്. ഈ കൂട്ടത്തിൽ ഓഡ് വൺ ഏതാ? തീരാൻ പോവുക. ഈ കൂട്ടത്തിൽ ഓഡ് വൺ ഏതാ മക്കളെ? ഈ കൂട്ടത്തിൽ ഓഡ് വൺ ഏതാ മക്കളെ? വെരി ഗുഡ്, ഫെലോപ്പിയൻ ട്യൂബ് അല്ലേ. ദിസ് ഈസ് ആക്ച്വലി ഫീമെയിൽ ആക്സസറി ഡക്റ്റ് ആണ് അല്ലേ. ഫീമെയിൽ ആക്സസറി ഡക്റ്റ് ആണ്. ബാക്കിയെല്ലാം എന്താണ്? മെയിൽ ആക്സസറി ഡക്റ്റുകളാണ്. നോ, പ്ലാസെൻഡ ഓൾസോ ആക്ട് as എൻഡോക്രൈൻ ടിഷ്യൂ ആൻഡ് പ്രൊഡ്യൂസ് സെവറൽ ഹോർമോൺസ്. നെയിം എനി 2 പ്ലാസെൻഡൽ ഹോർമോൺസ്. പ്ലാസെൻഡ ഉണ്ടാക്കുന്ന ഫുൾ ഫോം എഴുതണേ. ഹ്യൂമൻ കോറിയോണിക് ഗൊണാഡോട്രോഫിന്, അതുപോലെ തന്നെ ഹ്യൂമൻ പ്ലാസെൻഡൽ ലാക്ടോജൻ അല്ലേ. പിന്നെ അതുപോലെ നമുക്കറിയാം ഈസ്ട്രോജൻ ഉണ്ടാക്കുന്നുണ്ട്, അതുപോലെ പ്രൊജസ്ട്രോജൻ ഉണ്ടാക്കുന്നുണ്ട് അല്ലേ. പ്രൊജസ്റ്റിറോൺ ഉണ്ടാക്കുന്നത് നമുക്കറിയാം. റൈറ്റ് എനി 2 ഫങ്ഷൻസ് ഓഫ് പ്ലാസെൻഡ അതർ ദാൻ എൻഡോക്രൈൻ ഫംഗ്ഷൻ. വാട്ട് ഈസ് മീനിങ് ഓഫ് എൻഡോക്രൈൻ? ഹോർമോൺ ഉണ്ടാക്കുന്ന ഫംഗ്ഷൻ അല്ലാത്ത പ്ലാസെൻഡയുടെ വേറെ എന്തെങ്കിലും ഫങ്ഷൻസ് എന്തൊക്കെയാണ് എന്നാണ് ചോദ്യം. ഓക്കെ, എന്താ? പ്രൊവൈഡ്, കുട്ടിക്ക് വളരാൻ ആവശ്യമായതൊക്കെ അമ്മയിൽ നിന്ന് വലിച്ചെടുത്ത് കൊടുക്കുന്നു. പ്രൊവൈഡ് ഓക്സിജൻ, കുട്ടിക്ക് വളരണമെങ്കിൽ ഓക്സിജൻ വേണം. ആൻഡ് ന്യൂട്രിയൻസ്, പ്രൊവൈഡ് ഓക്സിജൻ ആൻഡ് ന്യൂട്രിയൻസ്, ഓക്സിജനും ന്യൂട്രിയൻസും പ്രൊവൈഡ് ചെയ്യുന്നു. ഓക്കെ, ടു ദ ഫീറ്റസ് അല്ലേ. ഫീറ്റസിന് ഓക്സിജൻ, പ്രൊവൈഡ് ഓക്സിജൻ ആൻഡ് ന്യൂട്രിയൻസ് ടു ഫീറ്റസ്. അതുപോലെ തന്നെ റിമൂവ് CO2 ആൻഡ് കാർബൺ ഡൈ ഓക്സൈഡ് ആൻഡ് വേസ്റ്റ് ഫ്രം ഫീറ്റസ് അല്ലേ. ഫ്രം ഫീറ്റസ്, ഗർഭസ്ഥ ശിശുവിൽ നിന്ന് കാർബൺ ഡൈ ഓക്സൈഡ്
ഫീറ്റസിനെയും അതുപോലെ തന്നെ മറ്റ് വേസ്റ്റുകളെയും റിമൂവ് ചെയ്യുന്നു. അടുത്ത് ദ ഗ്രാഫ് ഗിവൺ ബിലോ ഷോസ് ഒവേറിയൻ ഇവൻറ്റ്സ് ആൻഡ് ഒവേറിയൻ ഹോർമോൺസ് ലെവൽസ് ഡ്യൂറിങ് മെൻസ്ട്രൽ സൈക്കിൾസ്. നെയിം ദ ഹോർമോൺ എ ആൻഡ് ബി. എ ഏതാണ്, ബി ഏതാണ്? വേഗം ആൻസർ പറഞ്ഞ മക്കളെ. എ നോക്കടാ, രണ്ട് തവണ പൊന്തുന്നു. നോക്കൂ, ഒരു തവണ പൊന്തുന്നു, രണ്ട് തവണ പൊന്തുന്നു. ഞാൻ പറഞ്ഞത് ഒവേറിയൻ ഹോർമോണുകളാണ് ഇങ്ങനെ ഉണ്ടാവുക. ബി നോക്ക്, ഒരൊറ്റ തവണ മാത്രം പൊന്തുന്നു. അതാണ് എ ആണ് ഒരൊറ്റ തവണ പൊന്തുന്നത്, ബി രണ്ട് തവണ പൊന്തുന്നു. അങ്ങനെ അവർ കൊടുത്തുള്ളൂ അല്ലേ. ബി ആണ് രണ്ട് തവണ പൊന്തുന്നത്. അപ്പോൾ ബി ഏതാ കുട്ടികളെ? വെരി ഗുഡ്. ബി ഈസ് ഈസ്ട്രോജൻ അല്ലേ, ഈസ്ട്രോജൻ. ആൻഡ് എ ഈസ് പ്രൊജസ്റ്റിറോൺ അല്ലേ, പ്രൊജസ്റ്റിറോൺ. അടുത്തത് റൈറ്റ് ദ ഒവേറിയൻ ഇവൻറ്റ്സ് ഡ്യൂറിങ് ലൂട്ടിയൽ ഫേസ്. ലൂട്ടിയൽ ഫേസിൽ ഓവറിയിൽ നടക്കുന്ന കാര്യം എന്താണ്? ഓവറിയിൽ എന്താ ഉണ്ടാവുക? കോർപ്പസ് ലൂട്ടിയം ഫോംസ്. കോർപ്പസ് ലൂട്ടിയം ഉണ്ടാകും. ഇറ്റ് പ്രൊഡ്യൂസ് പ്രൊജസ്റ്റിറോൺ അല്ലേ, അയാൾ പ്രൊജസ്റ്റിറോൺ ഉണ്ടാക്കും. സോ ദിസ് ഈസ് വാട്ട് ഹാപ്പനിങ് ഇൻ ഓവറി ഡ്യൂറിങ് ലൂട്ടിയൽ ഫേസ്. സെറ്റ് അല്ലേ മക്കളെ? ഇനി നമ്മളോട് എപ്പോഴും ചോദിക്കുന്ന ചോദ്യം, വാട്ട് ആർ ദ ഡിഫറെൻറ്റ് ഫേസസ് ഓഫ് മെൻസ്ട്രൽ സൈക്കിൾ? ഏതൊക്കെ കുട്ടികളെ? ഒന്നാമത്തെ ഏതാ? മെൻസ്ട്രൽ ഫേസ് അല്ലേ. ഒന്നാമത്തത് മെൻസ്ട്രൽ ഫേസ് ആണ്. രണ്ടാമത്തതോ ഫോളിക്കുലാർ ഫേസ് അല്ലെങ്കിൽ പ്രോലിഫറേറ്റീവ് ഫേസ് ആണ്. മൂന്നാമത്തെ എന്താ കുട്ടികളെ? ഓവുലേറ്ററി ഫേസ് ആണ്. നാലാമത്തതാണ് ഏത്? ലൂട്ടിയൽ ഫേസ് എന്ന് പറയുന്നത്. ഐ ഹോപ്പ് ഇറ്റ് ഈസ് ക്ലിയർ. അടുത്തത് റൈറ്റ് ദ പാർട്ട് ഓഫ് ഫെലോപ്പിയൻ ട്യൂബ് വെർ ഫെർട്ടിലൈസേഷൻ ടേക്സ് പ്ലേസ് ഇൻ ഹ്യൂമൻ ബീങ്സ്. എവിടെയാ കുട്ടികളെ? വെരി ഗുഡ്, ആംബ്യുല്ല അല്ലേ. ആംബ്യുല്ലയിലാണ് നടക്കുന്നത്, ആംബ്യുലറി റീജിയൻ. അടുത്തത് ഡിഫൈൻ പ്ലാസെൻഡ. പ്ലാസെൻഡ എന്താന്ന് ഡിഫൈൻ ചെയ്യാൻ. ഓക്കെ, മറ്റേ നമ്മൾ പഠിച്ചതാ. പ്ലാസെൻഡ എന്താന്ന് ഇങ്ങനെ ചോദിച്ചാലോ ചിലപ്പോൾ. സോ ഇറ്റ് ഈസ് ദ സ്ട്രക്ചറൽ ആൻഡ് ഫങ്ഷണൽ കണക്ഷൻ between fetus and mother. ഗർഭസ്ഥ ശിശുവിൻ്റെയും അമ്മയുടെയും ഇടയിലുള്ള സ്ട്രക്ചറൽ ആൻഡ് ഫങ്ഷണൽ കണക്ഷനാണ് പ്ലാസെൻഡ. അങ്ങനെ തന്നെ പഠിച്ചോളൂ. ഇറ്റ് ഈസ് ദ സ്ട്രക്ചറൽ ആൻഡ് ഫങ്ഷണൽ കണക്ഷൻ ബിറ്റ്വീൻ ഫീറ്റസ് ആൻഡ് മദർ. ഓക്കെ, സെറ്റ് അല്ലേ മക്കളെ? ഓക്കെ, ദാറ്റ്സ് ഇറ്റ്. അടുത്തത് ഫസ്റ്റ് മെൻസ്ട്രേഷൻ ഇൻ എ ഫീമെയിൽ ബെഗിൻസ് അറ്റ് പ്യൂബർട്ടി. ദാറ്റ് ഈസ് കോൾഡ്, അതിന് നമ്മൾ എന്താ വിളിക്കുക? മെനാർക്ക് അല്ലെ, മെനാർക്കെ എന്നാണ് വിളിക്കുക. ഇനി മെൻസ്ട്രേഷൻ സ്റ്റോപ്പ് അറൗണ്ട് അറ്റ് ദ ഏജ് ഓഫ് 50 to 55 അല്ലെങ്കിൽ 45 to 55 അറ്റ് അറൗണ്ട് 50s. 50കളിൽ മെൻസ്ട്രേഷൻ നിൽക്കും. അങ്ങനെ മെൻസ്ട്രേഷൻ ഇല്ലാതാവുന്നതിനെ നമ്മൾ എന്ത് വിളിക്കുന്നു? പറ. മെനോപോസ് എന്ന് വിളിക്കുന്നു അല്ലേ. സോ വി ഹാവ് മെനാർക്കെ ഈസ് ഫസ്റ്റ് മെൻസ്ട്രേഷൻ, മെനോപോസ് ഈസ് ലാസ്റ്റ് മെൻസ്ട്രേഷൻ അല്ല. അങ്ങനെ ഒരു കണക്കില്ല. മെൻസ്ട്രേഷൻ നിന്നു പോകുന്നു, അതിനെ നമ്മൾ പോസ് എന്ന് വിളിക്കുന്നു. അടുത്തത് മൈറ്റോട്ടിക് ഡിവിഷൻ ഓഫ് സൈഗോട്ട് റിസൾട്ട് ഇൻ ദ ഫോർമേഷൻ ഓഫ് ബ്ലാസ്റ്റോമിയേഴ്സ്. ബ്ലാസ്റ്റോമിയറുകൾ ഉണ്ടാകുന്ന മൈറ്റോട്ടിക് ഡിവിഷൻ നമ്മൾ എന്താണ് വിളിക്കുക? ക്ലീവേജ് അല്ലേ, ക്ലീവേജ് എന്നാണ് നമ്മൾ വിളിക്കുക. അടുത്ത് നെയിം ദ ക്യാപ്പ് ലൈക്ക് സ്ട്രക്ചർ പ്രസന്റ് ഓൺ ദ സ്പേം ഹെഡ്. ഏതാ കുട്ടികളെ? വെരി ഗുഡ്, ദാറ്റ് ഈസ് അക്രോസോം അല്ലേ, അക്രോസോം. റൈറ്റ് ഇറ്റ്സ് ഫങ്ഷൻ. അക്രോസോമിന്റെ ഫങ്ഷൻ എന്താ? ഹെൽപ്സ് ഇൻ പിയേഴ്സിങ് ഓവം. ഓക്കെ, പിയേഴ്സ് ചെയ്യുക അല്ലെങ്കിൽ പെനട്രേറ്റ് ചെയ്യുക, അതിൻ്റെ ഉള്ളിലേക്ക് തുളച്ച് കയറി പോവുക. പെനട്രേറ്റ് ഓവം. ഓക്കെ, ഓവത്തിലേക്ക് എൻ്റർ ചെയ്യുക അല്ലെങ്കിൽ ഹെൽപ്പ് ടു എൻ്റർ ഓവം. സ്പേമിനെ ഓവത്തിലേക്ക് എൻ്റർ ചെയ്യാൻ വേണ്ടിയിട്ട് സഹായിക്കും. അടുത്തത് പ്ലാസെൻഡ ആക്ടസ്. നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്താണ്. പ്ലാസെൻഡയുടെ ഫങ്ഷൻസ് നമ്മൾ പറഞ്ഞതാണ് അല്ലേ. നൗ ഹ്യൂമൻ ഫീമെയിൽ പോസസ് 44+ എക്സസ് ക്രോമസോം. ഓക്കെ, നമുക്കറിയാം നമ്മുടെ ഫീമെയിൽ സാധാരണ എങ്ങനെയാണ്. നൗ ദ ക്രോമസോം നമ്പർ ഓഫ് സെക്കൻഡറി ഊസൈറ്റീസ്. നോക്കടാ, പ്രൈമറി സ്പെർമാറ്റോസൈറ്റ് ഡിപ്ലോയിഡ് ആണ്, 2n ആണ്. പക്ഷേ സെക്കൻഡറി സ്പെർമാറ്റോസൈറ്റോ ഹാപ്ലോയിഡ് ആണ്, ക്രോമസോം നമ്പർ പകുതിയാവും, കാരണം മിയോസിസ് 1 നടക്കും. അതുപോലെ തന്നെയാണ് പ്രൈമറി ഊസൈറ്റ്. പ്രൈമറി നിങ്ങൾ നേരെ എഴുതണം, ഞാൻ ഫസ്റ്റ് ഡിഗ്രി എന്ന് എഴുതിയില്ല, അങ്ങനെ എഴുതരുത്. പ്രൈമറി ഊസൈറ്റ് എന്താണ്? ഡിപ്ലോയിഡ് ആണ്. പക്ഷേ സെക്കൻഡറി ഊസൈറ്റ് ആകുമ്പോഴത്തേക്ക് എന്താണ്? ഹാപ്ലോയിഡ് ആണ് അല്ലേ. ശരിയല്ലേ കുട്ടികളെ? ഓക്കെ, അവസാനം മെച്ചുർ ഓവും ഹാപ്ലോയിഡ് തന്നെയാണ്. സോ എന്തായിരിക്കും? വെരി ഗുഡ്, 22a+x ആയിരിക്കും അല്ലേ. സോ ദ ആൻസർ ഈസ് ഓപ്ഷൻ ബി അല്ലേ. ഞാൻ രണ്ടും ഒന്നിച്ചതിൻ്റെ കൂടെ പറഞ്ഞോളൂ. സോ ദീസ് ആർ ഓൾ അബൌട്ട് ദ ഡിസ്കഷൻ കേട്ടോ മക്കളെ. സോ ദാറ്റ്സ് ഇറ്റ്, ഓൾ ദ ബെസ്റ്റ്, ബൈ. അപ്പോൾ നമുക്ക് നമ്മുടെ അഖിൽ സാർ വെയിറ്റ് ചെയ്യുന്നുണ്ട്. നമുക്ക് അഖിൽ സാറിനെ വിളിക്കാം അല്ലേ, അഖിൽ സാറിനെ സ്വാഗതം ചെയ്യാം. അഖിലെ, എവിടെ നീ? അഖിൽ കിടന്നുറങ്ങുകയാണെന്ന് തോന്നുന്നു കേട്ടോ. അഖിൽ വരുന്നു ഞാൻ കരുതുന്നു. ഓക്കെ, വെർ ഈസ് അഖിൽ? റിൻഷാദ് പേരിയ, വെർ ഈസ് അഖിൽ? ഓക്കെ, സോ ഞാൻ റെസ്റ്റ് എടുക്കാൻ പോവുകയാണ്. നല്ല തൊണ്ടവേദന ഉണ്ട്. തൊണ്ട മോർണിംഗ് തന്നെ. രാത്രി ഞാൻ പിന്നെ മരുന്നെല്ലാം കുടിച്ചൊന്ന് അഡ്ജസ്റ്റ് ചെയ്തിട്ടാണ് ക്ലാസ് എടുത്തിരുന്നത്. ഇപ്പോൾ മോർണിംഗ് ആയപ്പോൾ മരുന്നൊന്നും കഴിച്ചില്ലല്ലോ. ഭയങ്കര വേദനയുണ്ട്, ലൈക്ക് നാവിൽ മുറിയുള്ളത് കൊണ്ട് നല്ല വേദനയുണ്ട് രാവിലെ തന്നെ. ഓക്കെ,
1 അവറും കൂടെ ഉണ്ടാവില്ല തോന്നുന്നു. കാരണം ബോട്ടണി ചാപ്റ്റേഴ്സ് കുറവല്ലേ. നമ്മൾ സോളജിയാണ് നമുക്ക് കൂടുതൽ ചാപ്റ്റേഴ്സ്, നമ്മളെല്ലാ ചാപ്റ്ററും കവർ ചെയ്തിട്ടുണ്ട്. ബോട്ടണിയിൽ കുറച്ച് ചാപ്റ്ററിൽ ഞങ്ങൾക്ക് ഉള്ളൂ. സോ അഖിൽ സാറ് വരുന്നുണ്ട്. ഓക്കെ, മോളിക്കുലർ ബേസ് ഒക്കെ നമ്മൾ ഡിസ്കസ് ചെയ്താണല്ലോ ഇൻ ബിറ്റ്വീൻ അല്ലേ, നമ്മളെല്ലാം ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. സാധാരണ ചോദിക്കാത്ത, അതായത് നമ്മൾ കുറേ ചോദ്യങ്ങൾ ഇന്നലെ നൈറ്റ് ഡിസ്കസ് ചെയ്തതാണ്. കുറച്ചുകൂടെ പുതിയ ചോദ്യങ്ങളാണ് നമ്മൾ ഇതിനകത്ത് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായത് അല്ലേ. സാർ എത്ര മണി വരെ വെച്ചാൽ ഒരു 7:30 വരെയൊക്കെ ഉണ്ടാവുള്ളൂ, 7:40 വരെയൊക്കെ ഉണ്ടാവാനാണ് ചാൻസ്. സോ അഖിൽ സാർ ഈസ് വെയിറ്റിംഗ്. സോ വെർ ഈസ് അഖിൽ സാർ? അഖിലിനെ ഒന്ന് പോയി നോക്കട്ടെ. നിങ്ങൾ ആരും പോലെ ഓനെ അപ്പോൾ അടിച്ചിങ്ങോട്ട് കൊണ്ടുവരും കേട്ടോ. അഖിൽ സാറിനെ അടിച്ചു കൊണ്ടുവരാൻ പോവാണ്. അഖിലേ, കൂയ്, വെർ ഈസ് അഖിൽ മാൻ? ഇങ്ങോട്ട് വാ. എപ്പോ തീർന്നു? ഇങ്ങോട്ട് വാടാ. കിടന്നുറങ്ങാണ് ഗൈസ്. മൈക്ക് ഓഫ് ആക്കില്ല, കുട്ടികൾ കേൾക്കും. വേഗം പോര്, പിള്ളേര് കേൾക്കും. ഓടി വാ. മുഖം പോലും കഴുകിയില്ല, കുളിക്കൂല്ല, പല്ലും തേക്കൂല, ഇങ്ങനെ നടന്നു കുട്ടിയെ ക്ലാസ് കൊടുത്ത്. കമോൺ. എടാ അഖിൽ സാറിനത് ഞാൻ അടിച്ചു കൊണ്ടുവന്നിട്ടുണ്ടേ. അഖിൽ സാറിന് ഞാൻ നിങ്ങൾക്ക് വേണ്ടി അടിച്ചു കൊണ്ടുവന്ന് നിർത്തിയിട്ടുണ്ട്. ഇതാ പിടിച്ചോ. എന്നാ വേഗം പാ. ഞാന് ഓൺലൈനിലായത് നന്നായി, അല്ലെങ്കിൽ പിള്ളേര് ഓടിയല്ലേ, പല്ല് പോലും തേക്കാതെ പല്ലൊക്കെ എന്തിന്? അടുത്ത് വന്നാലല്ലേ പ്രശ്നം വരുള്ളൂ. അത് തന്നെ, പല്ലൊക്കെ ഒരു ചായ കുടിച്ചാൽ പിന്നെ കുഴപ്പമില്ല. ഓക്കേടാ. ഞാൻ ഉറങ്ങി എഴുന്നേറ്റ പോലെ തോന്നുന്നുണ്ടല്ലോ അല്ലോടാ? അല്ലേ, തോന്നുന്നില്ലല്ലോ അല്ലേ? എന്നാ ആയിക്കോട്ടെ മക്കളെ. രാവിലെ ആണെങ്കിലും എനിക്കിപ്പോ ഉഷാറില്ലെങ്കിൽ തന്നെ എനിക്ക് എപ്പോഴും എന്ത് കാണണം? എനിക്ക് തീ കാണണം. തീറ പടച്ചോനെ, കഞ്ച് വേണ്ട, ഒരു വൃത്തികെട്ട ലുക്ക് ഉണ്ടല്ലോ. ഓക്കെ, വേഗം തീട്ടോ. സമയമില്ലാത്തതുകൊണ്ടാന്ന് എനിക്കറിയാം. വേഗം നമുക്ക് സെക്സ്വൽ റീപ്രൊഡക്ഷനിലെ കുറച്ച് ക്വസ്റ്റ്യൻസ് നോക്കാം. വേഗം പാ. ഈ തന്നിരിക്കുന്ന 4 എണ്ണത്തിൽ ഏതാണ് ഡിപ്ലോയിഡ്? പറ, ഏതാണ് ഡിപ്ലോയിഡ്? പോളൻ ഗ്രെയിൻസ് ആണോ, എഗ് ആണോ, പെന്നാണോ, സെക്കൻഡറി ന്യൂക്ലിയസ് ആണോ? പോളൻ ഗ്രെയിൻസിന്റെ പ്ലോയിഡ് എത്ര? N ആണ്. എഗിന്റെ പ്ലോയിഡ് എത്ര? N ആണ്. പെന്നിന്റെ പ്ലോയിഡ് എത്ര? 3N ആണ്. പക്ഷെ സെക്കൻഡറി ന്യൂക്ലിയസിന്റെ പ്ലോയിഡ് എത്ര? 2N. അപ്പൊ ഡിപ്ലോയിഡ് ആയിട്ടുള്ളവർ ആരാടാ? 2N ആയിട്ടുള്ളവർ ആരാടാ? സെക്കൻഡറി ന്യൂക്ലിയസ്. സെക്കൻഡറി ന്യൂക്ലിയസ് ആണ് ഡിപ്ലോയിഡ് ആയിട്ടുള്ളവര്. പോട്ടെ മക്കളെ. എടാ, ചില പ്ലാന്റ്സില് ന്യൂസിലസിന്റെ അവശിഷ്ടങ്ങൾ കാണാം. ചില പ്ലാന്റ്സില് ന്യൂസിലസിന്റെ അവശിഷ്ടങ്ങൾ കാണാം. അതിനെ വിളിക്കുന്ന പേരെന്താ? ന്യൂസിലസിന്റെ അവശിഷ്ടങ്ങളെ വിളിക്കുന്ന പേരെന്താ? ചില സീഡുകളില് ന്യൂസിലസിന്റെ അവശിഷ്ടങ്ങളെ വിളിക്കുന്ന പേരാണെന്ത്? പെരിസ്പേം. എന്താ വിളിക്കുക? പെരിസ്പേം. ഈ പെരിസ്പേം കാണുന്ന സീഡുകൾക്ക് എക്സാമ്പിൾ പറയാനാ പറഞ്ഞേ. ഏതൊക്കെയാ മക്കളെ? 2 എണ്ണം ഞാൻ പറയാം. ഒന്നാണ് എന്ത്? ബ്ലാക്ക് പെപ്പർ, കുരുമുളക്. ഒന്നേതാ? ബ്ലാക്ക് പെപ്പർ. രണ്ടേതെന്നറിയാമോടാ? ബീട്രൂട്ട്. ഈ രണ്ട് ചെടികളിലാണ് മക്കളെ, എന്ത് കാണുക? പെരിസ്പേം കാണുക. സാറേ, എന്താ സാറേ പെരിസ്പേം എന്ന് പറഞ്ഞാൽ? സീഡിന്റെ ഉള്ളിൽ കാണുന്ന ന്യൂസിലസിന്റെ അവശിഷ്ടങ്ങളാണ് പെരിസ്പേം എന്ന് പറഞ്ഞാൽ. എങ്കിൽ പറ മക്കളെ, അടുത്ത ഡിഫറൻസ് എന്തൊക്കെയാണ്? ഡിഫറൻസ് ബിറ്റ്വീൻ ഡൈക്കോട്ട് എംബ്രിയോ ആൻഡ് മോണോക്കോട്ട് എംബ്രിയോ. എന്തൊക്കെയാണ് ഡൈക്കോട്ട് എംബ്രിയോയും മോണോക്കോട്ട് എംബ്രിയോയും തമ്മിൽ വ്യത്യാസം? സിമ്പിൾ ആടാ. ഡൈക്കോട്ട് എംബ്രിയോയ്ക്ക് ഒരു എംബ്രിയോണൽ ആക്സിസ് ഉണ്ട്, 2 കോട്ടിലിഡൻ കാണും. എത്ര കോട്ടിലിഡൻ ആടാ? 2 കോട്ടിലിഡൻ. 2 കോട്ടിലിഡൻ ഉള്ള അതുകൊണ്ട് അവരെന്തെന്ന് വിളിച്ചേ? ഡൈക്കോട്ട് എംബ്രിയോ എന്ന് വിളിച്ചേ. പക്ഷെ മോണോക്കോട്ട് എംബ്രിയോയ്ക്കോ എംബ്രിയോണൽ ആക്സിസ് ഡൈക്കോട്ടിനെ പോലെ തന്നെ കാണും. പക്ഷെ എന്താ? 1 കോട്ടിലിഡൻ മാത്രമേ കാണൂ. 1 കോട്ടിലിഡൻ ഉള്ളവരാണ് എന്ത്? മോണോക്കോട്ട് എംബ്രിയോ. 2 കോട്ടിലിഡൻ ഉള്ളവരാണ് എന്ത്? ഡൈക്കോട്ട് എംബ്രിയോ. ഈ 1 കോട്ടിലിഡന്റെ പേരെന്താ? മോണോക്കോട്ടിൽ ഒരു ചിറകല്ലേ ഉള്ളൂ. ആ ചിറകിന് ഒരു സ്പെഷ്യൽ പേരുണ്ട്. എന്താ വിളിക്കുക? ആ സ്പെഷ്യൽ പേരിന്റെ പേരെന്താ? പിന്നടാ, ഗുഡു മക്കളെ. ആ ഒരു കോട്ടിടത്തിന്റെ പേരാണെന്ത്? സ്ക്യൂട്ടെല്ലാം. എന്താടാ? സ്ക്യൂട്ടെല്ലാം എന്നാ വിളിക്കുക. ഗുഡ് മക്കളെ, ഗുഡ്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം മക്കളെ. മോണോക്കോട്ട് സീഡില് എൻഡോസ്പേമിനും എംബ്രിയോയ്ക്കും ഇടയ്ക്ക് ഒരു പ്രോട്ടീന്റെ ലെയർ കാണാം. ആ ലെയറിന്റെ പേരെന്താ? ഇതാണ് മോണോക്കോട്ട് സീഡ്. ഈ കാണുന്നതാണ് എന്ത്? എംബ്രിയോ. ഈ എംബ്രിയോയ്ക്കും
ഈ എൻഡോസ്പേമിനും ഇടയ്ക്ക് കാണുന്ന ഈ ലെയറിന്റെ പേരെന്താ? ഇടയ്ക്ക് കാണുന്ന ഈ ലെയറിന്റെ പേരെന്താ മക്കളെ? ഈ ലെയറിന്റെ പേരാണ് എന്ത്? അല്യൂറോണോ ലെയർ. എന്താ വിളിക്കുക? അല്യൂറോൺ ലെയർ എന്നാ വിളിക്കുക. മോണോകോട്ടിസീഡിലെ എൻഡോസ്പേമിനും എംബ്രിയോയ്ക്കും ഇടയ്ക്ക് കാണുന്ന പ്രോട്ടീൻ നിറഞ്ഞ ലെയർ അതേതാടാ? അല്യൂറോൺ ലെയർ. അല്യൂറോൺ എന്ന് പറഞ്ഞാൽ എന്താ? പ്രോട്ടീനാ. അല്യൂറോൺ എന്ന് പറഞ്ഞാൽ എന്താ? പ്രോട്ടീനാ. അല്യൂറോപ്ലാസ്റ്റ് കഴിഞ്ഞ കൊല്ലം കേട്ട് കാണും. അതേപോലെ ലെയർ ആണ് എന്ത്? അല്യൂറോണോ ലെയർ. അല്യൂറോൺ ലെയർ എന്ന് പറഞ്ഞാൽ എന്താ? പ്രോട്ടീൻ ലെയർ ആണ്. അത് എൻഡോസ്പേമിനെയും എംബ്രിയോനെയും സെപ്പറേറ്റ് ചെയ്യിക്കും. സെറ്റല്ലേ മക്കളെ? പിന്നല്ല സാർ, സെറ്റാണ് മക്കളെ. ഇവിടെ വേറെ ഡിഫറൻസ് ഉണ്ട് കേട്ടോ മോണോകോട്ടും ഡൈക്കോട്ടും തമ്മിൽ. മോണോകോട്ടിൽ എന്ത് കാണില്ല? മോണോകോട്ടിൽ ഈ എന്താ പറയാ, ഈ കോളിയോപ്റ്റൈൽ കോളിയോറൈസ് ഒന്നും കാണില്ല. കോളിയോപ്റ്റൈലും കോളിയോറൈസ് ഒക്കെ എവിടെ കാണുള്ളൂ? സോറി, ഡൈക്കോട്ടിൽ കോളിയോപ്റ്റൈലും കോളിയോറൈസ് ഒന്നും കാണില്ല. കോളിയോപ്റ്റൈലും കോളിയോറൈസ് ഒക്കെ എവിടെ കാണുള്ളൂ? മോണോകോട്ടിലെ കാണൂ. എന്താ കോളിയോപ്റ്റൈൽ എന്ന് പറഞ്ഞാൽ പ്ലിമ്യൂളിന്റെ കവറിങ്ങ. എന്താ കോളിയോറൈസ് എന്ന് പറഞ്ഞാൽ റാഡിക്കലിന്റെ കവറിങ്ങ. സാറേ ഇതും പഠിച്ചു വെക്കണം കേട്ടോ. മോണോകോട്ടും ഡൈക്കോട്ടും നമ്മളുടെ വ്യത്യാസം. ഈ ചിത്രം കൂടെ നോക്കി വെക്കണം. ഇതാണ് നമ്മുടെ ഈ ചിത്രം തന്നിട്ട് ആരാൻ ചോദിച്ചാൽ നിങ്ങൾ എന്താണാ പറയാ? ഈ ചിത്രം തന്നിട്ട് ആരാൻ ചോദിച്ചാൽ എന്താ പറയാ? ആ കൊള്ളാം സാറേ, ഉരുളി അല്ല, ചട്ടുകം അല്ല സാർ, പാത്രം. പറ, ഇതെന്താ സാധനം? ഈ ചിത്രം തന്നിട്ട് എന്താ നിങ്ങൾ പറയാ? ഇതാണ് മക്കളെ ആരുടെ ചിത്രം? സാർ ഒവ്യൂളിന്റെ. ഇതാണ് മക്കളെ ആരുടെ ചിത്രം? പറയടാ പറയടാ പറയടാ. ഇത് ആരുടെ ചിത്രാടാ? എംബ്രിയോയോ? പുണ്യ പവിത്രൻ മോളെ, എംബ്രിയോ അല്ല. എന്ത് സാധനം ഇത്? ഈ സാധനം എന്താ? ഈ കശുവണ്ടി പോലെ ഇരിക്കണ ഈ സാധനം എന്താ? ഒവ്യൂളാണ്, എംബ്രിയോ അല്ല. ഈ ഒവ്യൂളിന്റെ നോക്കടാ, ഈ ഒവ്യൂളിന് ഇങ്ങനെ ഒരു എന്താ, ഒരു തണ്ട് കാണാം. ഒവ്യൂള് നിൽക്കാൻ ഒരു തണ്ടുണ്ട്. ഈ തണ്ടുക്കളുടെ പേരാണ് ഫ്യൂണിക്കിൾ. ഇതാണ് എന്ത്? ഫ്യൂണിക്കിൾ. ഒവ്യൂള് നിൽക്കുന്ന തണ്ടാണ് ഫ്യൂണിക്കിൾ. ഈ ഒവ്യൂളിന്റെ കവറിങ്ങിന്റെ പേരെന്താ? ഇന്റഗ്യുമെന്റ് എന്നാ വിളിക്കുക. ഇന്റഗ്യുമെന്റ് രണ്ടുണ്ട്. പുറത്ത് കാണുന്നത് ഔട്ടർ ഇന്റഗ്യുമെന്റ്, അകത്ത് കാണുന്നതോ ഇന്നർ ഇന്റഗ്യുമെന്റ്. ഇതാണ് ഔട്ടർ, ഇതാണ് ഇന്നർ. ഈ ഇരിക്കുന്നതാണ് ആര്? എംബ്രിയോസാക്ക്. എംബ്രിയോസാക്കിന് ചുറ്റുമുള്ള ഈ സെല്ലുകളുടെ പേരെന്താ? നല്ല ന്യൂട്രിയൻസ് ഉള്ള സെല്ല. ഈ സെല്ലുകളുടെ പേരാണ് എന്ത്? ന്യൂസില്ലസ്. എന്താ പേര്? ന്യൂസില്ലസ് എന്നാ വിളിക്കുക. ഒവ്യൂളിന് രണ്ട് എൻഡുകളുണ്ട്. ഈ എൻഡിന്റെ പേരെന്താ? സലാസൽ എൻഡ്. ഈ എൻഡിന്റെ പേരെന്താ? മൈക്രോപൈലാർ എൻഡ്. മൈക്രോപൈൽ എന്ന് പറഞ്ഞാൽ ഓപ്പണിംഗ്. ആ മൈക്രോപൈലിന്റെ ആ സ്ഥലത്തെ വിളിക്കുന്ന പേരാ മൈക്രോപൈലാർ എൻഡ്. അതിന്റെ ഓപ്പോസിറ്റ് ഭാഗമാണ് സലാസൽ എൻഡ്. അപ്പൊ എന്റെ മക്കൾ പറ, സോക്ക് ഓഫ് ഒവ്യൂള്. ഒവ്യൂളിന്റെ തണ്ടിന്റെ പേരെന്താ? ഒവ്യൂളിന്റെ തണ്ടിന്റെ പേരെന്താടാ? ഒവ്യൂളിന്റെ തണ്ടിന്റെ പേരെന്താ? ഒവ്യൂള് നിൽക്കുന്ന ആ കമ്പിന്റെ പേരെന്താ? ഒവ്യൂള് നിൽക്കുന്ന കമ്പിന്റെ പേരാണ് സാറേ എന്ത്? ഫ്യൂണിക്കിൾ. എന്താ വിളിക്കുക? ഫ്യൂണിക്കിൾ. എങ്കിൽ പറയടാ. എടാ നോക്ക്, എന്താണ് ന്യൂസില്ലസ്? ന്യൂസില്ലസ് എന്ന് പറഞ്ഞാൽ എന്താ? ഒവ്യൂളിന്റെ ഉള്ളിൽ കാണുന്ന ന്യൂട്രിയൻസ് ഉള്ള സെല്ല്. ഒവ്യൂളിന്റെ ഉള്ളിൽ കാണുന്ന ന്യൂട്രിയൻസ് നിറഞ്ഞ സെല്ല്, അതാണ് മക്കളെ എന്ത്? ന്യൂട്രിയൻസ് നിറഞ്ഞ സെല്ലാണ് മക്കളെ എന്താടാ? എന്തെന്ന് വിളിക്കല്? ന്യൂസില്ലസ് എന്ന് വിളിക്കല്. ഓർത്താ മതി. ന്യൂസില്ലസ് എന്നല്ലേ? അതും ഇപ്പൊ ന്യൂട്രിയൻസ് ഉള്ളതാ. ന്യൂട്രിയൻസും എന്നല്ലേ? എങ്കിൽ പറ, ഒവ്യൂളിന്റെ പ്രൊട്ടക്റ്റീവ് എൻവലപ്പ് എന്താ? ഒവ്യൂളിന്റെ കവറിങ് എന്താടാ? ഒവ്യൂളിന്റെ കവറിങ് എന്താ? ഒവ്യൂളിന്റെ കവറിങ്ങിന്റെ പേരാണ് സാർ എന്ത്? ഇന്റഗ്യുമെന്റ്സ്. എന്താടാ? ഇന്റഗ്യുമെന്റ്സ്. അടുത്ത നോക്കടാ, ഞാൻ ഒരു കാര്യം പറയാം, ശ്രദ്ധിച്ചോ. ഈ കാണുന്നതാണ് ഫ്യൂണിക്കിൾ. ഈ കാണുന്ന ആരാടാ? ഫ്യൂണിക്കിള്. ഈ കാണുന്ന ആരാന്നറിയാമോ? ഫ്യൂണിക്കിളിന്റെ മുകളിൽ ആരാ നിൽക്കണേ? ഫ്യൂണിക്കിളിന്റെ മുകളിൽ നിൽക്കുന്ന ഇയാൾ ആരാ? ഒവ്യൂള. ഈ ഫ്യൂണിക്കിളും ഈ കാണുന്ന ഫ്യൂണിക്കിളും ഒവ്യൂളും ചേരുന്ന ഈ ഭാഗത്തെ, ഫ്യൂണിക്കിളും ഒവ്യൂളും ചേരുന്ന ഈ ഭാഗത്തെ വിളിക്കുന്ന പേരാണ് എന്ത്? ഹയലം. എന്താ വിളിക്കുക? ഹയലം എന്നാ വിളിക്കുക. മക്കളെ, ഒവ്യൂളും നോക്കണ, എന്റെ കൈ നോക്കിയാൽ മതി. ഇതാണ് ഫ്യൂണിക്കിള്, ഇതാണ് ഒവ്യൂള്. ഈ ഫ്യൂണിക്കിളും ഒവ്യൂളും ചേരുന്ന ജംഗ്ഷനെ വിളിക്കുന്ന പേരെന്താ? ഹയലം എന്നാ വിളിക്കുക. ഹൈലം, ഹിലം എന്ന ഏതെങ്കിലും വിളിച്ചാൽ മതി. അപ്പൊ എന്താ? ജംഗ്ഷൻ ബിറ്റ്വീൻ ഒവ്യൂൾ ആൻഡ് സ്റ്റോക്ക്. സ്റ്റോക്ക് എന്ന് പറഞ്ഞാൽ എന്താ? ഫ്യൂണിക്കിള്. ഫ്യൂണിക്കിളിന്റെ ജംഗ്ഷന്റെ പേരെന്താ? അവർ കൂടിച്ചേരുന്ന ജംഗ്ഷന്റെ പേരെന്താ? ഹയലം എന്നാ വിളിക്കുക. ഹയലം. സെറ്റല്ലടാ? പിന്നല്ല സാർ, സെറ്റാണ്. എങ്കിൽ അടുത്ത പറ മക്കളെ, നമ്മുടെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ് ഇതിലെ. ശ്രദ്ധിച്ചോ, ഇത് നിങ്ങൾക്ക് ഒട്ടുമിക്കതും അറിയുന്നതാണെന്ന് എനിക്കറിയാം. ഔട്ട് ബ്രീഡിങ് ഡിവൈസ് എന്താണെന്നറിയാലോ?
സീഡ് ഡോർമൻസി എന്ന് പറഞ്ഞാൽ എന്താ? സീഡ് കുറെ കാലം മുളയ്ക്കാതെ മണ്ണിൽ കിടക്കും. അതാണ് എന്ത്? സീഡ് ഡോർമൻസി. അതിനെ വിളിക്കുന്ന പേരാ സീഡ് ഡോർമൻസി. ഏറ്റവും കൂടുതൽ സീഡ് ഡോർമൻസി ഉള്ളത് ഏതാ? ലുപ്പിനസ് ആർട്ടിക്കസ്. 10,000 കൊല്ലമാ. 10,000 കൊല്ലം വേണമെങ്കിലും ഒരു കുഴപ്പമില്ലാതെ അതിന്റെ സീഡ് മണ്ണിൽ കിടക്കും. പിന്നുള്ളത് ഏതാ? 2,000 കൊല്ലമുള്ള ഡേറ്റ് പാമ, ഫിനിക്സ് ഡാക്ടിലിഫറ. അതിന്റെ സീഡ് ഡോർമൻസി എത്ര? 2,000 കൊല്ലമാ. പക്ഷെ ലുപ്പിനസ് ആർട്ടിക്കസിന്റെ എത്ര? 10,000 കൊല്ലമാ. അത് ഓർത്ത് വെക്കണം കേട്ടോ, സീഡ് ഡോർമൻസിന്റെ പീരീഡ്. പോട്ടെ മക്കളെ, അടുത്ത ക്വസ്റ്റ്യൻ. ജീറ്റിനോഗമി ഫങ്ഷണലി ക്രോസ് പോളിനേഷൻ ആണ്, പക്ഷേ അത് ജനറ്റിക്കലി സെൽഫ് പോളിനേഷൻ ആണ്. അതാണ് ചോദ്യം. ജീറ്റിനോഗമി എന്താ? ഫങ്ഷണലി ക്രോസ് പോളിനേഷൻ ആണ്, പക്ഷെ ജനറ്റിക്കലി എന്താ? സെൽഫ് പോളിനേഷനാ. വിലയിരുത്താനാ പറഞ്ഞത്. ജീറ്റിനോഗമി ഫങ്ഷണലി ക്രോസ് പോളിനേഷൻ, ജനറ്റിക്കലി സെൽഫ് പോളിനേഷൻ. അതിന്റെ കാരണം എന്താ നോക്കിക്കോ. പലർക്കും ഇത് മനസ്സിലായിട്ടില്ല, ഞാൻ പറഞ്ഞുതരാം, ശ്രദ്ധിച്ചോടാം. ഇതൊരു പ്ലാന്റ് ആടാ. ഇതെന്താ? ഒരു പ്ലാന്റാ. ഇത് ഒരു ഫ്ലവർ ആണ്. ഇതെന്താ? വേറൊരു ഫ്ലവറാ. ഇതെന്താ? ഫ്ലവർ 1. ഇതെന്താ? ഫ്ലവർ 2. ഒരു പ്ലാന്റിലെ തന്നെ 2 ഫ്ലവറുകൾ തമ്മിൽ നടക്കുന്ന പോളിനേഷൻ ആണ് എന്ത്? ജീറ്റിനോഗമി. ഒരു പ്ലാന്റിലെ തന്നെ 2 ഫ്ലവറുകൾ തമ്മിൽ നടക്കുന്ന പോളിനേഷൻ ആണ് എന്ത്? ജീറ്റിനോഗമി. അല്ലേ മക്കളെ? ഞാൻ ഒരു കാര്യം പറയാം. ഏതെങ്കിലും ഒരു പോളിനേഷനില് ഏതെങ്കിലും ഒരു സ്ഥലത്ത് ക്രോസ് പോളിനേഷൻ നടക്കണോ, അവിടെ എന്തു വേണം എന്നറിയാമോ? ഏജന്റുകൾ വേണം. ഏജന്റുകൾ ഉണ്ടോ? അല്ല, വിൻഡ് ആയിരിക്കാം, വാട്ടർ ആയിരിക്കാം, ഇൻസെക്ട് ആയിരിക്കാം. ഇങ്ങനെ ഏജന്റുകൾ സഹായിച്ച് നടത്തുന്ന പോളിനേഷൻ ഏതാണ്? ക്രോസ് പോളിനേഷനാ. ഏജന്റുകൾ ഉണ്ടെങ്കിലേ എന്ത് നടക്കൂ? ക്രോസ് പോളിനേഷൻ നടക്കൂ. ഈ ക്രോസ് പോളിനേഷൻ നടക്കണമെങ്കിൽ എന്ത് വേണം? ഏജന്റുകൾ വേണം. നോക്ക് മക്കളെ, ജീറ്റിനോഗമി എന്ന് പറഞ്ഞാൽ എന്താ? ഒരു പ്ലാന്റിലെ ഒരു ഫ്ലവറിൽ നിന്ന് വേറൊരു ഫ്ലവറിലേക്ക് പോളൻ ഗ്രെയിൻസ് പോവുക. എടാ മക്കളെ, ഒരു പ്ലാന്റിലെ ഒരു ഫ്ലവറിൽ നിന്ന് വേറൊരു ഫ്ലവറിലേക്ക് പോളൻ ഗ്രെയിൻസ് പോണെങ്കിലും ഏജന്റ് വേണ്ടേ? ഓക്കെ, ഈ ഫ്ലവറിൽ നിന്നുള്ള പോളൻ ഗ്രെയിൻസ്, ആ പോളൻ ഗ്രെയിൻസ് ഈ ഫ്ലവറിലേക്ക് എത്തണമെങ്കിലും വിൻഡോ അല്ലെങ്കിൽ വാട്ടറോ അല്ലെങ്കിൽ ഇൻസെക്റ്റോ ഒക്കെ സഹായിക്കണ്ടേ? അപ്പൊ ജീറ്റിനോഗമി നടക്കണമെങ്കിലും ഏജന്റുകൾ വേണം. ഇങ്ങനെ ഏജന്റുകൾ വേണ്ടത് കൊണ്ടാണ് ഈ ജീറ്റിനോഗമിയെ എന്തായി കണക്കാക്കിയത്? ക്രോസ് പോളിനേഷനായി കണക്കാക്കിയത്. പറഞ്ഞ മനസ്സിലായോ? ജീറ്റിനോഗമിയെ എന്തുകൊണ്ടാ ക്രോസ് പോളിനേഷനിൽ ഉൾപ്പെടുത്തിയെന്ന് മനസ്സിലായോ? ഫസ്റ്റ് പാർട്ട് മനസ്സിലായോ? വേഗം പറയടാ. ജീറ്റിനോഗമിയെ എന്തുകൊണ്ടാ ക്രോസ് പോളിനേഷനിൽ ഉൾപ്പെടുത്തിയെന്ന് മനസ്സിലായോ? കാരണം എന്താ മക്കളെ? ക്രോസ് പോളിനേഷൻ നടക്കുമ്പോഴാ എന്തു വേണ്ടേ? ഏജന്റുകൾ വേണ്ടേ? ചിലപ്പോൾ വിൻഡ് ആയിരിക്കാം, അല്ലെങ്കിൽ വാട്ടർ ആയിരിക്കാം, അല്ലെങ്കിൽ ഇൻസെക്ട് ആയിരിക്കാം. ജീറ്റിനോഗമി നടക്കുമ്പോഴും ഒരേ പ്ലാന്റിലെ 2 ഫ്ലവർ ആണെങ്കിലും പോളൻ ഗ്രെയിൻസ് പോണെങ്കിൽ അവിടെയും ഏജന്റ് വേണം. ജീറ്റിനോഗമിയിലും എന്ത് വേണം? ഏജന്റ് വേണം. ഏജന്റുകൾ വേണ്ടത് കൊണ്ടാണ് ജീറ്റിനോഗമിയെ ഫങ്ഷണലി എവിടെ ഉൾപ്പെടുത്തിയേക്കണത്? ഏതില്? ക്രോസ് പോളിനേഷനിൽ ഉൾപ്പെടുത്തിയേക്കണത്. മനസ്സിലായോ? മനസ്സിലായെങ്കിൽ ഒരു ഫയർ തന്നെ. വേഗം തടാ. മനസ്സിലായെങ്കിൽ വേറൊരു ഫയർ ദാ സമയമില്ല. വേഗം ഒരു ഫയർ ദാ. ഫയർ. ഓ, അതുൽ അർച്ചയ്ക്ക് ആദി ഓൾ ദ ബെസ്റ്റ്. അതുൽ അർച്ചനെ വിളിക്കുന്ന പേര് ആദി എന്നാന്ന് എനിക്ക് മനസ്സിലായി. പാവം കുട്ടി. പോട്ടെ, എല്ലാവരുടെ ലൈഫ് ഒരേപോലെ ആവൂലല്ലോ. ഓക്കെ മക്കളെ, ഞാൻ പറഞ്ഞ മനസ്സിലായല്ലോ. അപ്പൊ ഞാൻ പറഞ്ഞ മനസ്സിലായല്ലോടാ. എടാ, ജീറ്റിനോഗമി നടക്കാൻ നേരം എന്ത് വേണ്ടി വരും? ഏജന്റ് വേണ്ടി വരും. ഏജന്റുകൾ വേണ്ടത് കൊണ്ടാ ജീറ്റിനോഗമിയെ എന്തിൽ ഉൾപ്പെടുത്തിയേ? ക്രോസ് പോളിനേഷൻ ഉൾപ്പെടുത്തിയേ. എന്തുകൊണ്ടാ സാറേ ജീറ്റിനോഗമിയെ സെൽഫ് പോളിനേഷനിൽ ഉൾപ്പെടുത്തിയേ? കാരണം എന്താ അറിയോ മക്കളെ? ശ്രദ്ധിച്ചോടാ. എടാ നോക്കേ, ഇതിലെന്താ? പോളൻ ഗ്രെയിൻസ് ഉണ്ട്. ഈ ഫ്ലവറിന് എന്താ വരുന്നേ? പോളൻ ഗ്രെയിൻസ് വരുന്നുണ്ട്. ഈ പോളൻ ഗ്രെയിൻസിലെ ജീൻ ആരുടെയാ? ഈ പ്ലാന്റിന്റെയാ. ഈ പോളൻ ഗ്രെയിൻസ് നേരെ വരുന്നേ ഇവിടുത്തെ എഗ്ഗുമായി കൂടിച്ചേരാനല്ലേ? ഈ എഗ്ഗിലെ ജീനും ആരുടെ തന്നെ? ഈ സെയിം പ്ലാന്റിന്റെയാ. പോളൻ ഗ്രെയിൻസും ഒരു പ്ലാന്റിന്റെ തന്നെയാ, എഗ്ഗും ഒരു പ്ലാന്റിന്റെ തന്നെയാ. പോളൻ ഗ്രെയിൻസും എഗ്ഗും ഒരേ പ്ലാന്റിന്റെ ആണ്. അപ്പൊ സെയിം ജീനുകളാണ്. എടാ, മെയിൽ ഗമേറ്റും ഫീമെയിൽ ഗമേറ്റും ഒരേ ഫ്ലവറിൽ നിന്ന് വന്നാൽ അതെന്തായിരിക്കും? സെൽഫ് പോളിനേഷൻ ആയിരിക്കും. നോക്കേ, ഇവിടുത്തെ പോളൻ ഗ്രെയിനും ഈ പ്ലാന്റിന്റെയാ, ഈ ഫ്ലവറിലെ എഗ്ഗും ഈ പ്ലാന്റിന്റെയാ. രണ്ടും ഒരു പ്ലാന്റിലുള്ള സാധനങ്ങളല്ലേ? ഒരു പ്ലാന്റിലുള്ള സാധനങ്ങൾ തമ്മിൽ പോളിനേഷൻ നടന്നാൽ എന്താ? സെൽഫ് പോളിനേഷനാ. മനസ്സിലായോടാ?
മനസ്സിലായോ മക്കളെ? മനസ്സിലായോ? പോളിനേറ്റിംഗ് ഏജന്റുകൾ ഉള്ളത് കൊണ്ടാണ് എന്തായത്? ക്രോസ് പോളിനേഷൻ ആയത്. പോളൻ ഗ്രെയിൻസും എഗ്ഗും സെയിം പ്ലാന്റിലായതുകൊണ്ടാ എന്ത് വന്നത്? സെൽഫ് പോളിനേഷൻ വന്നത്. മനസ്സിലായോടാ? മനസ്സിലായെന്ന് പറഞ്ഞ ചങ്ങായിമാരെ, എന്താ കുറെ നേരമായല്ലോ, അന്നത്തെ പോവാ പോടാ ആയിക്കോട്ടെ. നമ്മുടെ സെക്ച്വറി റിപ്രൊഡക്ഷൻ അത്രയും ക്വസ്റ്റ്യൻസ് പഠിച്ചാൽ മതി. എന്താ? സീഡ് ഡോർമൻസി നോക്കണേ, സീഡ് വയബിലിറ്റി നോക്കണം, പോളൻ ബാങ്ക് എന്താ, പോളൻ അലർജി ഉണ്ടാക്കുന്ന ചെടി ഏതാ ചോദിക്കാം. അലർജി ഉണ്ടാക്കുന്ന പോളൻ ഗ്രെയിൻസ് അലർജി ഉണ്ടാക്കുന്ന ചെടി ഏതാ? പറ കേക്കട്ടെ. പോളൻ ഗ്രെയിൻസ് അലർജി ഉണ്ടാക്കുന്ന ചെടി ഏതാ? ഏത് ചെടിന്റെ പോളൻ ഗ്രെയിൻസ് അലർജി ഉണ്ടാക്കുക? ഒരു മാർക്കിന് ചോദിക്കാം. ഏതാ? പാർത്തീനിയം, ക്യാരറ്റ് ഗ്രാസ്. അത് തന്നെ, പാർത്തീനിയം മിസ്റ്റർഗ്രാഫസ്. ഓക്കെ, പാർത്തീനിയം. മതിയടാ, നിങ്ങൾ സെറ്റാടാ, ലെവലയക്കണതാ. പിന്നെ ചോദിക്കാം, എങ്ങനെയാണ് എംബ്രിയോസാക്ക് ഉണ്ടാകുക? എംബ്രിയോസാക്ക് എങ്ങനെ ഉണ്ടാകുക? ഫങ്ഷണൽ മെഗാസ്പോറിലെ 3 മൈറ്റോസിസ് നടക്കും, എന്നിട്ട് 8 സെല്ലുകൾ ഉണ്ടാകും. അതിലെ 3 സെല്ല് ചലാസയിലിരിക്കും, 3 സെല്ല് മൈക്രോപ്പയിലിരിക്കും, രണ്ട് ന്യൂക്ലിയസ് നടുക്കുമിരിക്കും. മുകളിലുള്ള 3 ന്യൂക്ലിയസ് എന്താകും? ആന്റിപോഡലാകും. താഴെയുള്ള 3 ന്യൂക്ലിയസ് എന്താകും? എഗ് അപ്പാരറ്റസ് ആകും. നടുക്കുള്ള 2 ന്യൂക്ലിയസ് ഒരൊറ്റ സെല്ലാകും. അതാണ് സെൻട്രൽ സെൽ. ചോദിക്കാട്ടോ, എംബ്രിയോസാക്ക് എങ്ങനെ ഉണ്ടാകുന്നതെന്ന് ചോദിക്കാം. ഫ്ലോ ചാർട്ട് ഇട്ട് എഴുതിയാൽ മതി. മക്കളെ, നമ്മൾ ബയോടെക്നോളജിയിലേക്ക് കയറാടാ. എങ്കിൽ ഇതിന്റെ ഉത്തരം പറയടാ. ആനിമൽ സെല്ലിലേക്ക് നമ്മൾ ജീനെ കൊടുക്കാൻ ഉപയോഗിക്കുന്ന വെക്ടർ ആരാ? റിട്രോ വൈറസാ. എങ്കിൽ പ്ലാന്റ് സെല്ലിലേക്ക് ജീനെ കൊടുക്കാൻ ഉപയോഗിക്കുന്ന വെക്ടർ ആരാടാ? ഏതാ മക്കളെ? പ്ലാന്റ് സെല്ലിലേക്ക് ജീനെ കൊടുക്കാൻ ഉപയോഗിക്കുന്ന വെക്ടർ ഏതാ മക്കളെ? അത് തന്നെ, അഗ്രോബാക്ടീരിയം. ഏതാ മക്കളെ? ആ വെക്ടറിന്റെ പേരെന്താ? അഗ്രോബാക്ടീരിയം ട്യൂമിഫേഷ്യൻസ്. എന്താടാ? അഗ്രോബാക്ടീരിയം ട്യൂമിഫേഷ്യൻസ്. ഇതിൻ്റെ ഉള്ളിൽ നിന്ന് ഒരു പ്ലാസ്മിഡ് കിട്ടും. അതിന്റെ പേരെന്താ? TI പ്ലാസ്മിഡ്. ഈ TI പ്ലാസ്മിഡിനെയാണ് നമ്മൾ എന്തായിട്ട് ഉപയോഗിക്കല്? വെക്ടറായി ഉപയോഗിക്കല്. അഗ്രോബാക്ടീരിയം ട്യൂമിഫേഷ്യൻസ്, അതിൽ നിന്നാണ് എന്ത് കിട്ടുക? TI പ്ലാസ്മിഡ് കിട്ടുക. ആ TI പ്ലാസ്മിഡിന്റെ ട്യൂമർ ഉണ്ടാക്കുന്ന, ക്യാൻസർ ഉണ്ടാക്കുന്ന ജീനെ എടുത്തു കളയും. എന്നിട്ട് അതിലേക്ക് നമ്മുടെ ഡിസൈറബിൾ ജീനെ വെക്കും. ഡിസാമഡ് പതോജൻ ആയിട്ടാണ് നമ്മൾ ഉപയോഗിക്കുക. ഡിസാമഡ് പതോജൻ വെക്ടറുകളാണ് റിട്രോ വൈറസും അഗ്രോബാക്ടീരിയവും. ഓർത്ത് വെച്ചാൽ മതി കേട്ടോ. എങ്കിൽ പറ മക്കളെ, ബയോടെക്നോളജിയിലെ 4 കീ ടൂളുകൾ ഏതൊക്കെ? സിമ്പിൾ ക്വസ്റ്റ്യൻ ആടാ. ബയോടെക്നോളജിയിൽ 6 ടൂളുകൾ ഉപയോഗിക്കുന്നുണ്ട്. അതിലേതെങ്കിലും 4 എണ്ണം പറയാനാ പറഞ്ഞേ. ഒന്നെന്താടാ? റെസ്ട്രിക്ഷൻ എൻഡോന്യൂക്ലിയസ്. മുറിക്കാൻ നമ്മൾ എന്തുപയോഗിക്കും? റെസ്ട്രിക്ഷൻ എൻഡോന്യൂക്ലിയസ് ഉപയോഗിക്കും. പിന്നെയോ കൂട്ടിച്ചേർക്കാൻ നമ്മൾ എന്താ ഉപയോഗിക്കുക? ലിഗേസ് എൻസൈമ ഉപയോഗിക്കുക. പിന്നെ നമുക്ക് എന്ത് വേണം? ജീനുകളെ കൊടുക്കാൻ വെക്ടറുകൾ വേണം. പിന്നെ നമുക്ക് എന്ത് വേണം? ഹോസ്റ്റ് സെല്ലുകൾ വേണം. ഈ 4 എണ്ണം എഴുതി വെച്ചാൽ മതി. പിന്നെയും ഉണ്ട് കേട്ടോ, പോളിമറൈസ് എൻസൈമുകൾ ഉണ്ട്. ഏതെങ്കിലും എഴുതിയാൽ മതി. പോളിമറൈസ് എൻസൈം ഏതെങ്കിലും 4 എണ്ണം. ഈ 4 എണ്ണമാണ് ബയോടെക്നോളജിയിലെ ടൂളുകൾ എന്ന് പറഞ്ഞാൽ. എങ്കിൽ മക്കളെ പറയടാ, ക്ലോണിംഗ് വെക്ടേഴ്സ് ആർ യൂസ്ഡ് ടു ട്രാൻസ്ഫർ ജീൻ ഫ്രം വൺ സെൽ ടു അനദർ. ഒരു സെല്ലിൽ നിന്ന് വേറെ സെല്ലിലേക്ക് ജീനെ കൊടുക്കാൻ ആ വെക്ടറുകൾ ഉപയോഗിക്കുക. എങ്കിൽ പറ, ആർട്ടിഫിഷ്യലി റീകൺസ്ട്രക്റ്റഡ് പ്ലാസ്മിഡ് വെക്ടർ ഏതൊക്കെയാ? പ്ലാസ്മിഡ് വെക്ടറിനെ ആർട്ടിഫിഷ്യലായിട്ട് ഉണ്ടാക്കിയ ഒരു വെക്ടർ ഉണ്ട്. അതേതാ പറ. പ്ലാസ്മിഡ് വെക്ടറിൽ കുറെ മാറ്റങ്ങൾ വരുത്തിയിട്ട് അതിനെ വേറൊരു വെക്ടറാക്കി. ആ വെക്ടറിന്റെ പേരാണ് എന്ത്? PBR 322. എടാ, ആർട്ടിഫിഷ്യലി ഉണ്ടാക്കിയ വെക്ടറിന്റെ പേരെന്താ? PBR 322. P എന്താ? പ്ലാസ്മിഡ. B എന്താ? ബൊളിവറ. R എന്താ? റോഡ്രിഗസ. 322 എന്താ? ഓർഡർ ഓഫ് സിന്തസിസ. എത്രാമത് ഉണ്ടാക്കിയതാ? ബൊളിവറും റോഡ്രിഗസും കൂടെ 322ാമത്തെ വട്ടമാ ഏതിനെ ഉണ്ടാക്കിയേ? PBR 322 ഉണ്ടാക്കിയേ. അതുകൊണ്ട് അവർ 322 ചേർത്തു അവസാനം. പറ, ഒരു വെക്ടറിന്റെ പ്രോപ്പർട്ടീസ് ഏതൊക്കെ? 2 മാർക്കിന് ചോദിക്കാം. ഒരു വെക്ടറിന് വേണ്ട പ്രോപ്പർട്ടീസ് ഏതൊക്കെയാടാ? പറ കേക്കട്ടെ. 1, അതിനെന്ത് വേണം? ഒറിജിൻ ഓഫ് റെപ്ലിക്കേഷൻ വേണം. അല്ലേ സാറേ? എന്താ സാറേ? ഒറിജിൻ ഓഫ് റെപ്ലിക്കേഷൻ വേണം. 2ാമത്തെ, അതിനെന്ത് വേണമടാ? സെലക്ടബിൾ മാർക്കർ വേണം. 1ാമത്തെ ഒറിജിൻ ഓഫ് റെപ്ലിക്കേഷൻ വേണം. 2 സെലക്ടബിൾ മാർക്കർ വേണം. 3 എന്താണെന്നറിയാമോടാ? 3 എന്താ വേണ്ടേ? 3
ക്ലോണിംഗ് സൈറ്റ് വേണം. എൻസൈമുകൾക്ക് മുറിക്കാൻ പറ്റുന്ന ക്ലോണിംഗ് സൈറ്റ് വേണം. നാലാമത്തെ മക്കളെ അവർക്ക് എന്ത് വേണ്ടേ? കോപ്പി നമ്പർ. കോപ്പി നമ്പർ. ഈ 4 ഉണ്ടെങ്കിലേ ഒരു സാധനത്തെ എന്തെന്ന് വിളിക്കാൻ പറ്റൂ? വെക്ടർ എന്ന് വിളിക്കാൻ പറ്റൂ. ഒറിജിൻ ഓഫ് റെപ്ലിക്കേഷൻ വേണം, പിന്നെന്താ സെലക്ടബിൾ മാർക്കർ വേണം, ക്ലോണിംഗ് സൈറ്റുകൾ വേണം, കോപ്പി നമ്പർ വേണം. മക്കളെ ഇവിടെ ചോദിക്കാവുന്ന ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്, എന്താ അറിയാമോ? PBR 322 ROPGന്റെ പണി എന്താ? പറ മക്കളെ. PBR 322 ROPGന്റെ പണി എന്താ? വേഗം പറ. ROPGന്റെ പണി എന്താണ്? PBR 322 ROPGന്റെ പണി എന്താ? വേഗം. എന്തുണ്ടാക്കുക? പ്രോട്ടീൻ ഉണ്ടാക്കുക. എന്തിനുള്ള പ്രോട്ടീൻ ഉണ്ടാക്കുക? അതും പറ ചങ്ങായിമാരെ. എന്തത്? പകുതി മാത്രമേ പറയുള്ളൂ. ചിലക്കാണ് കിടന്ന പകുതി മാത്രം. അതൊക്കെ പൊട്ടത്തെറ്റാണ്. പ്രോട്ടീൻ സിന്തസിസ് എന്ന് മാത്രം എഴുതിയാൽ തെറ്റാണ്. എന്തിനു വേണ്ടിയുള്ള പ്രോട്ടീൻ ഉണ്ടാക്കണേ? റെപ്ലിക്കേഷൻ നടക്കാനുള്ള പ്രോട്ടീൻ. പ്രോട്ടീൻ ഫോർ റെപ്ലിക്കേഷൻ. ഇറ്റ് ഇസ് സിന്തസിസ്, പ്രോട്ടീൻ ഫോർ റെപ്ലിക്കേഷൻ. PBR 322 റെപ്ലിക്കേറ്റ് ചെയ്യണം, പ്രസവിക്കണമെങ്കിൽ പ്രോട്ടീൻ വേണം. ആ പ്രോട്ടീനെ കൊടുക്കലാണ് ആരുടെ പണി? ROPന്റെ പണി. ഓക്കെ അല്ലേടാ? സെറ്റാണ്. നമ്മൾ ഇന്നലെ PCR ഒന്നും ചെയ്തില്ലല്ലോ, അതുകൊണ്ട് നമ്മൾ നിരത്തിന്ന് ചെയ്യാന്ന് കരുതി. മക്കളെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ, PCR ഫുൾ ഫോം എന്താ? ഞാൻ ചോദിക്കാം, നിങ്ങൾ ഇങ്ങനെ പറ, നിങ്ങൾ റിവൈസ് ചെയ്യടാ. PCR ഫുൾ ഫോം എന്താ സാറേ? പോളിമറൈസ് ചെയിൻ റിയാക്ഷൻ. എടാ, എന്താ PCR ഫുൾ ഫോം എന്താ? പോളിമറൈസ് ചെയിൻ റിയാക്ഷൻ അല്ലേടാ? ആണ്. പോളിമറൈസ് ചെയിൻ റിയാക്ഷൻ. ഒരു ജീന്റെ തന്നെ കുറെ കോപ്പികൾ ഉണ്ടാക്കാനാണ് നമ്മൾ ആരെ ഉപയോഗിക്കുക? PCR ഉപയോഗിക്കുക. കണ്ടോ, ഒരു ജീന്റെ തന്നെ കുറെ കോപ്പികളെ ഉണ്ടാക്കാൻ, ഒരു ജീന്റെ തന്നെ കുറെ കോപ്പികളെ ഉണ്ടാക്കാൻ, ആംപ്ലിഫിക്കേഷൻ നടത്താനാ ആരെ ഉപയോഗിക്കുക? PCR ഉപയോഗിക്കുക. ചോദിക്കാം, PCR ഫുൾ ഫോം എന്താ? അതിന്റെ പണി എന്താന്ന് ചോദിക്കാം. എന്താ അതിന്റെ പണി? ഒരു ജീന്റെ തന്നെ കുറെ കോപ്പികൾ ഉണ്ടാക്കുക. കുറെ കോപ്പികൾ ഉണ്ടാക്കുന്നതിന് വിളിക്കുന്ന പേരാണെന്ത്? ആംപ്ലിഫിക്കേഷൻ. ഒരു ജീന്റെ തന്നെ കുറെ കോപ്പികൾ ഉണ്ടാക്കുക. അതാണ് ആരുടെ പണി? നമ്മുടെ PCR പണി. അടുത്ത മക്കളെ, അതിലെ 3 സ്റ്റെപ്പുകൾ ഏതൊക്കെ? ഡിനാച്ചുറേഷൻ, അനലിങ്, എക്സ്റ്റൻഷൻ. 3 സ്റ്റെപ്പ് ഏതൊക്കെ? ഡേ എന്നോർത്താ മതി. ഡേ. ഡിനാച്ചുറേഷൻ, അനലിങ് ഉണ്ട് സാറേ, എക്സ്റ്റൻഷൻ ഉണ്ട് സാറേ. ഡിനാച്ചുറേഷൻ, അനലിങ്, എക്സ്റ്റൻഷൻ. ഇത് 3 ഏത് PCR 3 സ്റ്റെപ്പുകൾ. ഓക്കെ മക്കളെ, നെയിം ദ പ്രോസസ് PCR. പർപ്പസ് എന്താ? ആംപ്ലിഫിക്കേഷൻ നടത്തുക. സെറ്റ്. വാട്ട് ഈസ് ദ തെർമോസ്റ്റേബിൾ എൻസൈം യൂസ്ഡ് ഹിയർ? പറ. ടെമ്പറേച്ചറിനെ നല്ല പോലെ ചേർത്ത് നിൽക്കുന്ന ഒരു എൻസൈമിനെ ഇവിടെ ഉപയോഗിക്കും. ആ എൻസൈമിന്റെ പേരെന്താ? PCR ഉപയോഗിക്കുന്ന ടെമ്പറേച്ചറിനെ ചെറുക്കുന്ന എൻസൈമിന്റെ പേരെന്താടാ? ആ എൻസൈമിന്റെ പേരാണ് മക്കളെ ഏത്? ടാക് പോളിമറൈസ്. എന്താണ് പേര്? ടാക് പോളിമറൈസ്. PCR ഉപയോഗിക്കുന്ന എൻസൈമിന്റെ പേരെന്താ? ടാക് പോളിമറൈസ്. എന്താടാ? ടാക് പോളിമറൈസ്. അടുത്ത ചോദ്യം, ഈ എൻസൈമിനെ ഏത് ബാക്ടീരിയത്തിൽ നിന്നാ വേർതിരിച്ചേ? പറ. ടാക് പോളിമറൈസിനെ ഏത് ബാക്ടീരിയത്തിൽ നിന്നാ വേർതിരിച്ചേ? മക്കളെ, ടാക് പോളിമറൈസ് വേർതിരിച്ച ബാക്ടീരിയന്റെ പേരെന്താ? അത് തന്നെ. ഏതാ സാർ? ധർമസ് അക്വാട്ടിക്കസ്. പടാ, ടാക് പോളിമറൈസ് വേർതിരിച്ച ബാക്ടീരിയന്റെ പേരെന്താ? ധർമസ് അക്വാട്ടിക്കസ്. നമ്മൾ എവിടെ നിന്നാ ടാക് പോളിമറൈസിനെ വേർതിരിച്ചേ? ധർമസ് അക്വാട്ടിക്കസിൽ നിന്നാ. അടുത്ത ചോദ്യം നോക്ക് മക്കളെ. എന്താണ് DNA പോളിമറൈസിന്റെ പ്രത്യേകത? എന്താണ് അതിന്റെ ആവശ്യം ഇവിടെ? എന്താണ് ടാക് പോളിമറൈസിന്റെ ആവശ്യം? ടാക് പോളിമറൈസ് ആണ് എക്സ്റ്റൻഷൻ എന്ന് പറയുന്ന സ്റ്റെപ്പില് ഈ പ്രൈമറുകളെ നോക്കടാ. എക്സ്റ്റൻഷൻ എന്ന് പറയുന്ന സ്റ്റെപ്പില് ഈ പ്രൈമറുകളെ എന്ത് ചെയ്യുക? വലിച്ച് നീളം കൂട്ടുക. എക്സ്റ്റൻഷൻ എന്ന് പറയുന്ന സ്റ്റെപ്പില് പ്രൈമറിൽ നിന്നാണ് ടാക് പോളിമറൈസ് ബാക്കി DNA ഉണ്ടാക്കിയെടുക്കുക. ഇങ്ങനെ DNA നീളം കൂട്ടാൻ ആരെ ഉപയോഗിക്കുക? പോളിമറൈസ് എൻസൈമിനെ ഉപയോഗിക്കുക. ഇൻക്രീസസ് ദ ലെങ്ത് ഓഫ് DNA. എന്താണ്? ഇൻക്രീസസ് ദ ലെങ്ത് ഓഫ് DNA. അതാണ് പോളിമറൈസ് എൻസൈമിന്റെ പണി ട്ടോ. അടുത്ത് നോക്ക് മക്കളെ, എന്താണ് പ്രൈമറിന്റെ ഉപയോഗം? മക്കളെ നോക്ക്, DNA പോളിമറൈസ് അല്ലെങ്കിൽ ടാക് പോളിമറൈസ് നോക്കടാ. ഈ കാണുന്നതാണ് ടാക് പോളിമറൈസ് എന്നിരിക്കട്ടെ. ഈ കാണുന്നതാണ്, ഇല്ല, ഇത് DNA ആണ്. ഇതാണ് പ്രൈമർ എന്നിരിക്കട്ടെ. ഈ പ്രൈമറിനെ പിടിച്ച് നീട്ടുക. ഇതാണ് ആരുടെ പണി?
ഈ പ്രൈമറിനെ പിടിച്ചു നീട്ടുക. ഇതാണ് ആരുടെ പണി? ടോക്ക് പോളിമറൈസിന്റെ പണി. എന്നിട്ട് ലെങ്ത് കൂട്ടുക, അതാണ് ടോക്ക് പോളിമറൈസിന്റെ പണി. ഇങ്ങനെ DNA ലെങ്ത് കൂട്ടണമെങ്കിൽ ആദ്യം ഒരു കഷ്ണം DNA എപ്പോഴും അവിടെ കാണണം. ആ കാണുന്ന കഷ്ണത്തിന്റെ പേരാണ് എന്ത്? പ്രൈമർ. പ്രൈമർ ഉണ്ടെങ്കിലേ ടോക്ക് പോളിമറൈസിന് ചെന്നിട്ട് ബാക്കി DNA ഉണ്ടാക്കി ലെങ്ത് കൂട്ടാൻ പറ്റൂ. പ്രൈമർ ഉണ്ടെങ്കിലേ ടോക്ക് പോളിമറൈസിന് ചെന്നിട്ട് ബാക്കി ലെങ്ത് കൂട്ടാൻ പറ്റുള്ളൂ. അപ്പൊ എന്തിനാ നമ്മൾ പ്രൈമർ ഉപയോഗിക്കണേന്ന് അറിയാമോ? എന്തിനാ പ്രൈമർ ഉപയോഗിക്കണേ? നമ്മുടെ DNA ടോക്ക് പോളിമറൈസിന് ലെങ്ത് കൂട്ടാൻ ഒരു സ്റ്റാർട്ടിംഗ് പോയിന്റ് ആയിട്ടാണ് ഉപയോഗിക്കൽ. ആരെ? പ്രൈമറിനെ. പ്രൈമർ ഉണ്ടെങ്കിലേ ടോക്ക് പോളിമറൈസ് ചെന്നിട്ട് ബാക്കി ന്യൂക്ലിയോടൈഡുകളൊക്കെ ചേർത്ത് വെച്ച് DNA വലിപ്പം കൂട്ടുള്ളൂ. മനസ്സിലായോടാ? എന്താ പ്രൈമറിന്റെ ആവശ്യം? ഒന്ന് പറഞ്ഞേ, വേഗം പറ. എന്താ പ്രൈമറിന്റെ ആവശ്യം? ടോക്ക് പോളിമറൈസിനെ DNA ലെങ്ത് കൂട്ടണമെങ്കിൽ ഒരു സ്റ്റാർട്ടിങ്ങിൽ ഒരു DNA കാണണം, ചെറിയ കഷ്ണം. ആ ചെറിയ കഷ്ണമാണ് എന്ത്? പ്രൈമർ. സ്റ്റാർട്ടിംഗ് പോയിന്റ് ഫോർ DNA സിന്തസിസ്. അങ്ങനെ മതി. സ്റ്റാർട്ടിംഗ് പോയിന്റ് ഫോർ DNA സിന്തസിസ്. പറയടാ, എന്താ പ്രൈമറിന്റെ ആവശ്യം? എന്താണ് PCR പ്രൈമറിന്റെ ആവശ്യം? എന്താ? സ്റ്റാർട്ടിംഗ് പോയിന്റ് ഫോർ എക്സ്റ്റെൻഡിങ് ദ DNA. മതിയടാ. എന്താ? DNA ലെങ്ത് കൂട്ടാൻ ടോക്ക് പോളിമറൈസിനെ ആദ്യം ഒരു കഷ്ണം DNA ഓൾറെഡി അവിടെ കാണണം. ആ കാണുന്നതാണ് എന്ത്? ടോക്ക് പോളിമറൈസ്. സെറ്റല്ലേ മക്കളെ? സെറ്റാളാ? എങ്കിൽ പറയടാ, ഡൗൺ സ്ട്രീം പ്രോസസ്സിലെ സ്റ്റെപ്പുകൾ ഏതൊക്കെ? ഡൗൺ സ്ട്രീം പ്രോസസ്സിലെ സ്റ്റെപ്പുകൾ ഏതൊക്കെ? ഒന്നുമില്ലടാ. ജീനിൽ നിന്ന് പ്രൊഡക്റ്റ് ഉണ്ടാക്കിയെടുക്കുന്നതാണ് ഡൗൺ സ്ട്രീം പ്രോസസ്. നമ്മൾ ഹോസ്റ്റ് സെല്ലിനെ എവിടെ കൊണ്ടിടും? ഹോസ്റ്റ് സെല്ലിനെ ബയോറിയാക്ടറിൽ കൊണ്ടിടും, അല്ലേ? ഹോസ്റ്റ് സെല്ലിനെ എവിടെ കൊണ്ടിടുവടാ? ബയോറിയാക്ടറിൽ കൊണ്ടിടും. ഹോസ്റ്റ് സെല്ലിനെ നമ്മൾ ബയോറിയാക്ടറിൽ കൊണ്ടിടും. ബയോറിയാക്ടറിൽ കൊണ്ടിട്ടാൽ ഹോസ്റ്റ് സെല്ലിലെ ജീൻ പ്രവർത്തിക്കും. എന്നിട്ട് എന്ത് വരും? പുറത്തേക്ക് പ്രൊഡക്റ്റ് വരും. ഈ പ്രൊഡക്റ്റിന് നമ്മൾ ആദ്യം എന്താ ചെയ്യാന്നറിയാമോ? വേർതിരിക്കും, സെപ്പറേറ്റ് ചെയ്യും. ഈ പ്രൊഡക്റ്റിനെ ആദ്യം എന്താ ചെയ്യുക? സെപ്പറേറ്റ് ചെയ്യും. പിന്നെന്ത് ചെയ്യും? ഈ പ്രൊഡക്റ്റിനെ ശുദ്ധീകരിക്കും, പ്യൂരിഫൈ ചെയ്യും. പിന്നെന്താ ചെയ്യാന്നറിയാമോ? ഈ പ്രൊഡക്റ്റിലേക്ക് പ്രിസർവേറ്റീവ് ആഡ് ചെയ്യും. എന്താ ആഡ് ചെയ്യുക? പ്രിസർവേറ്റീവുകൾ ആഡ് ചെയ്യും. പിന്നെന്താണെന്നറിയാമോ? ക്ലിനിക്കൽ ട്രയലിന് പോകും. ഒരുപാട് പേഷ്യൻസിന്റെ മുകളിൽ ഉപയോഗിക്കും. അതാണ് ക്ലിനിക്കൽ ട്രയൽ. ഏറ്റവും അവസാനം ഇതിന്റെ ക്വാളിറ്റി ചെക്ക് ചെയ്യടാ, ക്വാളിറ്റി കൺട്രോൾ ടെസ്റ്റ്. ഈ 5 സ്റ്റെപ്പും കൂടെ വിളിക്കുന്ന പേരാ ഡൗൺ സ്ട്രീം പ്രോസസ്. എന്തൊക്കെയാ 5 സ്റ്റെപ്പ്? പറ കേക്കട്ടടാ. ഏതൊക്കെ? ആദ്യം ബയോറിയാക്ടറിൽ നിന്ന് പ്രൊഡക്റ്റിനെ ശേഖരിക്കും, സെപ്പറേഷൻ. പിന്നെ ശുദ്ധീകരിക്കും, അതാണ് പ്യൂരിഫിക്കേഷൻ. പിന്നെന്താടാ? പ്രിസർവേറ്റീവുകൾ ചേർക്കും. പിന്നെന്താടാ? ക്ലിനിക്കൽ ട്രയൽ നടത്തും. പിന്നെന്താടാ? ഓരോ ക്വാളിറ്റിയും നോക്കും, ക്വാളിറ്റി കൺട്രോൾ ടെസ്റ്റ്. ഈ 5 സ്റ്റെപ്പും കൂടെ വിളിക്കുന്ന പേരാണ് ഡൗൺ സ്ട്രീം പ്രോസസ്. സെപ്പറേഷൻ, പ്യൂരിഫിക്കേഷൻ, പ്രിസർവേറ്റീവ് ആഡിങ്, പിന്നെന്താ? ക്ലിനിക്കൽ ട്രയല്, ക്വാളിറ്റി കൺട്രോൾ ക്ലാസ്. നമ്മുടെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആടാ. ഒരു സെല്ലിനെ എങ്ങനെ കോമ്പിറ്റന്റ് സെല്ലാക്കാം? പറയടാ, ഒരു സെല്ലിനെ എങ്ങനെ കോമ്പിറ്റന്റ് സെല്ലാക്കാം? പറ, ഒരു സെല്ലിനെ എങ്ങനെ കോമ്പിറ്റന്റ് സെല്ലാക്കാം? നമ്മുടെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. വേഗം പറ, ഇതോടുകൂടി തീർന്നടാ. നമ്മുടെ ഓർഗാനിസം ആൻഡ് പോപ്പുലേഷൻ നിങ്ങൾക്ക് അറിയുന്ന, ഇന്നലെ ടീച്ചറും ഒരുപാട് ക്വസ്റ്റ്യൻ ചെയ്യിപ്പിച്ചല്ലോ, നിങ്ങൾക്ക് അറിയുന്നതാണ്. വെയിറ്റേജ് ഉള്ള ചാപ്റ്ററാണ്. അതിനേക്കാൾ വെയിറ്റേജ് ആണ് സെക്സ്വൽ റീപ്രൊഡക്ഷനും ബയോടെക്നോളജിയും. ആപ്ലിക്കേഷൻ നിങ്ങൾക്ക് അറിയണല്ലേ, ചെറിയ ചാപ്റ്റർ അല്ലേ. അപ്പം ഈ ഒരു ക്വസ്റ്റ്യൻ കൂടി നമ്മൾ ഈ സെക്ഷൻ വൈൻഡ് അപ്പ് ചെയ്യാം കേട്ടോ. അപ്പൊ വേഗം പറയടാ, എങ്ങനെ ഒരു സെല്ലിനെ എന്താക്കാം? എങ്ങനെ ഒരു സെല്ലിനെ കോമ്പിറ്റന്റ് സെല്ലാക്കാം? പറ കേക്കട്ടെ, എങ്ങനെ കോമ്പിറ്റന്റ് സെല്ലാക്കുക? കോമ്പിറ്റന്റ് സെൽ എന്ന് പറഞ്ഞാൽ എന്താ? കോമ്പിറ്റന്റ് സെൽ എന്ന് പറഞ്ഞാൽ എന്താടാ? എടാ, ആർ ഡി എൻ എനെ വാങ്ങിക്കാൻ റെഡി ആയിട്ട് നിൽക്കുന്ന ഹോസ്റ്റ് സെല്ല്, RDNA സ്വീകരിക്കാൻ റെഡി ആയിട്ട് നിൽക്കുന്ന ഹോസ്റ്റ് സെല്ലാണ് എന്ത്? കോമ്പിറ്റന്റ് സെൽ എന്ന് വിളിക്കുക. ഹോസ്റ്റ് സെല്ല് ഉടനെ ഒന്നും RDNA വാങ്ങിക്കൂല. RDNA വാങ്ങിച്ചാൽ അപ്പൊ നമ്മൾ ഹോസ്റ്റ് സെല്ലിനെ എന്തെന്നാ വിളിക്കുക? കോമ്പിറ്റന്റ് സെൽ എന്നാ വിളിക്കുക. എങ്ങനെയാ സാറേ വെറും ഹോസ്റ്റ് സെല്ലിനെ എന്താക്കുക? കോമ്പിറ്റന്റ് സെല്ലാക്കാൻ നോക്കിക്കോ. ആദ്യം ഈ ഹോസ്റ്റ് സെല്ലിനെ എന്തുകൊണ്ട് പ്രവർത്തിക്കുക?
കാൽസ്യം ക്ലോറിൻ അയൺ കൊണ്ട് പ്രവർത്തിപ്പിക്കുക. ആദ്യം ഓക്സിസെല്ലിനെ എടുക്കുക, എന്നിട്ട് എന്തുകൊണ്ട് പ്രവർത്തിപ്പിക്കുക? ട്രീറ്റ് വിത്ത് കാൽസ്യം ആൻഡ് ക്ലോറിൻ അയൺ. എന്താടാ? ട്രീറ്റ് വിത്ത് കാൽസ്യം ആൻഡ് ക്ലോറിൻ അയൺ. പിന്നെന്ത് ചെയ്യാന്നറിയാമോ? ഈ സെല്ലിനെ കൊണ്ട് എവിടെ വെക്കുക? ഐസിൽ വെക്കുക. ഐസിൽ വെച്ച ശേഷം ഈ ഓക്സിസെല്ലിനെ വീണ്ടും നല്ല ചൂടിൽ വെക്കുക. ഏകദേശം 42°C നല്ല ചൂടിൽ വെക്കുക. 42°C ഓക്സിസെല്ലിനെ അങ്ങോട്ട് തിളപ്പിക്കുക. ഈ തിളപ്പിക്കുന്ന ഈ മെത്തേഡിന്റെ പേരാണ് ഹീറ്റ് ഷോക്ക് എന്നാ വിളിക്കുക. എന്താ വിളിക്കുക? ഹീറ്റ് ഷോക്ക്. ചോദിക്കാം, ഓക്സിസെല്ലിനെ കോമ്പിറ്റന്റ് സെല്ലാക്കുമ്പം 42° ചൂടിൽ വെക്കണം. ഈ ടെക്നിക്കിന്റെ പേരെന്താ? ഈ ടെക്നിക്കിന്റെ പേരെന്താ? ഹീറ്റ് ഷോക്ക്. എന്താ വിളിക്കുക? വേഗം പറ, വേഗം പറ. എന്താടാ വിളിക്കുക? ഹീറ്റ് ഷോക്ക്. വേഗം പറയടാ, വേഗം 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 പറ. എന്താ വിളിക്കുക? ഹീറ്റ് ഷോക്ക് എന്നാ വിളിക്കുക. ഹീറ്റ് ഷോക്കും കൊടുത്തു കഴിഞ്ഞ്, ഹീറ്റും കൊടുത്തു കഴിഞ്ഞ് ഈ സെല്ലിനെ വീണ്ടും ഐസിൽ വെക്കണം. വീണ്ടും ഐസിൽ വെച്ചോ, സെല്ല് എന്തായി? കോമ്പിറ്റന്റ് സെല്ലായി. എടാ, RDNA വാങ്ങിക്കുന്ന സെല്ലാണ് എന്ത്? കോമ്പിറ്റന്റ് സെല്ല്. എല്ലാ ഹോസ്റ്റ് സെല്ലും RDNA ഉടനെ വാങ്ങിക്കില്ല. എങ്ങനാ സാറേ നോർമലി ഉള്ള ഹോസ്റ്റ് സെല്ലിനെ RDNA വാങ്ങിക്കുന്ന കോമ്പിറ്റന്റ് സെല്ലാക്കുക? ഹോസ്റ്റ് സെല്ലിനെ എടുക്കുക, കാൽസ്യം ക്ലോറിൻ കൊണ്ട് പ്രവർത്തിപ്പിക്കുക, ഐസിൽ വെക്കുക, ഹീറ്റിൽ വെക്കുക, പിന്നെയും ഐസിൽ വെക്കുക. ഈ 4 സ്റ്റെപ്പും കഴിഞ്ഞാൽ എന്തായി? ഈ 4 സ്റ്റെപ്പും കഴിഞ്ഞാൽ എന്തായി? നമ്മുടെ ഹോസ്റ്റ് സെല്ല് കോമ്പിറ്റന്റ് ആയി. ഇത്ര ഉള്ളടാ ചാപ്റ്റർ കഥം. യു ആർ ഡൂയിങ് ഗ്രേറ്റ്. രാവിലെ 6 മണിക്ക് എഴുന്നേറ്റ് ഇത് കാണുമെങ്കിലും പടച്ചോൻ കാണുന്നുണ്ടടാ, എന്തെങ്കിലുമൊക്കെ തരും. ഞങ്ങളും നിങ്ങളുടെ ഒപ്പം ഉണ്ടടാ, നിങ്ങളും ഞങ്ങളുടെ ഒപ്പം ഉണ്ടടാ. നമ്മളെല്ലാവരും അടിച്ചു പൊളിക്കൂടാ. ഇന്ന് ക്വസ്റ്റ്യൻ പേപ്പർ കാണുമ്പോൾ ഒന്നും മനസ്സിലാലോചിച്ചോളൂ. അഖിൽ സാർ പറഞ്ഞൊക്കെ വന്നല്ലോ എന്ന്. പടച്ചോനെ ഉണ്ടാകണേ, അതുള്ള എൻ്റെ പ്രാർത്ഥന. എനിക്കറിയില്ലല്ലോ ഏതൊക്കെയാ വരാൻ പോണേന്. അടിച്ചു പൊളിച്ചോ, പൊളിച്ചടുക്കിക്കോടാ. എക്സാം ടൂറൊക്കെ കഴിഞ്ഞ് വന്നതല്ലേടാ, കുറച്ചൊക്കെ ടൈം കിട്ടിക്കാണുള്ളൂ. ആ ടൈം നിങ്ങൾക്ക് എത്രമാത്രം നിങ്ങൾ യൂട്ടിലൈസ് ചെയ്തു? ഒരു ദിവസം ആ കിട്ടിയിട്ടുള്ളെങ്കിൽ പോലും ആ ഒരു ദിവസം നിങ്ങൾ പഠിച്ചു എന്ന് ആലോചിക്കുക. അത്രയും മതിയടാ. ബാക്കി വരുന്നിടത്ത് വെച്ച് കാണാം മക്കളെ. എടാ, ക്രിസ്മസ് എക്സാം അല്ലേ, ഇനിയും ടൈമില്ലടാ മെയിൻ എക്സാമിന്. പഠിച്ചെടുക്കാടാ, നമ്മളുണ്ടടാ കൂടെ. പിന്നെ അല്ലാതെ ഇപ്പം എന്താ പറയാ, ഇത് നമ്മക്കൊള്ളാടാ. പിന്നെ കാണാം. അടിച്ചു പൊളിച്ചോ. യു ആർ ഡൂയിങ് എ ഗ്രേറ്റ് എന്ന് പറയാൻ കാരണം എന്താ? ഞങ്ങളല്ല ഇവിടെ ഹീറോ, നിങ്ങളാണ് ഹീറോ. ഷമ്മി ഹീറോടാ, നിങ്ങളാടാ ഹീറോ. പാതിരാത്രി ഉറക്കം ഇരുന്ന് ഞാൻ നോക്കുമ്പം ഇന്നലെ കണ്ട വീഡിയോ ഒരു കുട്ടി കമന്റ് ചെയ്തേക്കണേ രാത്രി 2 മണി 3 മണിയൊക്കെ ആയപ്പോഴാ. അപ്പൊ ആ കുട്ടി ഇരുന്ന് പഠിക്കുന്നൊക്കെ, കുറെ കുട്ടികൾ ആ ടൈമിലൊക്കെയാണ് ഇരുന്ന് പഠിക്കണത്. എവിടെ ഇരുന്നാലും നിങ്ങൾ പഠിക്കുന്നുണ്ടല്ലോ, അത് തന്നെ മതിയിടാം. വേറെ ആരും ഇല്ലല്ലോ ഇനി? ഇല്ല എങ്കിൽ വേഗം ക്ലാസ് കഴിഞ്ഞിട്ട് നിങ്ങൾ എക്സാം ഒക്കെ ഇപ്പം തിരക്കാന്നറിയാം. എക്സാം ഒക്കെ കഴിഞ്ഞ് വന്നിട്ട് ഒന്ന് കമന്റ് ചെയ്യണം കേട്ടോ. എന്തൊക്കെ വന്നായിരുന്നു സാർ? എളുപ്പമായിരുന്നോ, ടഫായിരുന്നോ സാർ? ക്ലാസ്സിൽ നിന്ന് പോരായ്മയുണ്ട്, ഇത് മാറ്റണേ സാർ, ഇത് വരുത്തണേ സാർ, ഇത് കൊള്ളാം സാർ. എന്താണെങ്കിലും നിങ്ങൾ പറഞ്ഞോ. നിങ്ങളുടെ അഭിപ്രായത്തിനനുസരിച്ച് ഞങ്ങൾ മാറണ്ടേ? ഞങ്ങളുടെ രീതിക്കനുസരിച്ച് നിങ്ങൾ മാറുന്നേക്കാൾ നിങ്ങൾക്ക് രീതിക്കനുസരിച്ച് ഞങ്ങൾ മാറുന്നല്ലേടാ നല്ലത്. ഓക്കേടാ. എപ്പോഴും പഠിക്കാനും പാടില്ല, കുറച്ച് കളിക്കണം. എപ്പോഴും കളിക്കാനും പാടില്ല, കുറച്ച് പഠിക്കണം. ഈ മുദ്രാവാക്യം ഞാൻ നിർത്തിക്കണേ. ഇപ്പം എപ്പോഴും പഠിച്ചോ. ഓക്കെ, ബൈ, താങ്ക് യു സോ മച്ച്, ലവ് യുടാ.